ഈ വേസ്റ്റ് എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരു പ്രോബ്ലമാറ്റിക് ആയിട്ടാണ് തോന്നുക, അത് ഒരു ബുദ്ധിമുട്ടുള്ള സാധനമായിട്ടാണ്. പക്ഷേ നമ്മൾ അതിൻ്റെ അകത്തൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഒന്നും വേസ്റ്റ് വെറും വേസ്റ്റ് അല്ല. പുതിയ ജനറേഷൻ നമ്മൾ പറയുന്നത്, നമ്മൾ ഏത് ജോബിന് അപ്രോച്ച് ചെയ്യുമ്പോഴും നമ്മളൊരു കമ്പനിയെ നമ്മൾ അപ്രോച്ച് ചെയ്യുമ്പോൾ ആ കമ്പനി എന്താണ് ചെയ്യുന്നത് നമ്മൾ ആദ്യം പഠിക്കണം. ഒരുപാട് മലയാളീസ് ഇവിടുന്ന് ആഫ്രിക്കയിലേക്ക് നോക്കുന്നുണ്ട്, ആഫ്രിക്കയിലേക്ക് ബിസിനസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. സോ ആഫ്രിക്കൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ഒന്ന്, എൻട്രൻസ് ടെസ്റ്റിനെ ഓൺലൈൻ ആക്കുന്ന സമയത്ത് കോപ്പി അടിക്കൂലേ, അതിനുള്ള കൗണ്ടർ എന്താ വെച്ചാൽ അതിനുള്ള വിവരം കൂടി ഇല്ലാത്തവൻ വരണ്ടെന്നുള്ള ഒരു സംഭവം പറഞ്ഞിരുന്നു. GCCയുടെ ഷിഫ്റ്റും അതിൻ്റെ കൂടെ നിങ്ങളെ ബിസിനസ്സിനെ ഷിഫ്റ്റ് ചെയ്ത ആ ഒരു ജേർണി ഒന്ന് പറയും. വാട്ട് കൈൻഡ് ഓഫ് മൈഗ്രേഷൻ ഡു യു എക്സ്പെക്ട് ഇൻ ദ നിയർ ഫ്യൂച്ചർ? ഹൗ യു സീ ലൈക്ക് ഈ ഇന്ത്യയും GCCയും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ഒരു ഫ്യൂച്ചർ? 2008 നമ്മൾ കണ്ടിരുന്ന ഒരു എന്താണെന്ന് വെച്ചാൽ, ഏറ്റവും കൂടുതൽ റെസിഷൻ വന്നപ്പോൾ ഏറ്റവും കൂടുതൽ പൂട്ടിപ്പോയിരുന്ന സ്റ്റീൽ ഫാക്ടറീസാണ്. ഡിപ്രഷനിലോട്ട് പോകുന്ന സമയമാണ്. ആ സമയത്താണ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. കുറച്ചു കാലം സീഷോർ സ്റ്റീലാണ് ഞങ്ങൾ ആദ്യം ചെയ്തത്. സീഷോർ ഇറ്റ്സ് എ ഖത്തർ ബേസ്ഡ് കമ്പനി. ഇതൊരു കോൺവെർസേഷനാണ്. എൻ്റെ കൂടെയുള്ളത് ആഷിഖ് PK. അദ്ദേഹം ദീർഘകാലമായിട്ട് GCCയിലാണുള്ളത്. ഖത്തറിലും സൗദി അറേബ്യയിലും UAE-യിലൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരുപാട് ബിസിനസ്സുകളുണ്ട്. കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽ വരാനുണ്ടായ കാരണം എന്താണെന്ന് വെച്ചാൽ, സസ്റ്റൈനബിലിറ്റി മേഖലയിൽ ബാറ്ററി റീസൈക്ലിങ്ങിൽ ഒരുപക്ഷെ ഏഷ്യയിലെ തന്നെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് പ്ലാന്റ് ദുബാട്ട് എന്നുള്ള പേരിൽ അദ്ദേഹം UAE-യിൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ബാറ്ററി റീസൈക്ലിംഗ് ഒക്കെ ഈ EV ഒക്കെ വരുന്ന കാലത്ത് ഒരുപാട് ചർച്ച ചെയ്യപ്പെടുന്ന ടോപ്പിക്കാണല്ലോ. അപ്പോൾ അദ്ദേഹമായിട്ടുള്ള ഒരു ഡിസ്കഷൻ അതുകൊണ്ടാണ് നമ്മുടെ ചാനലിൽ കൊണ്ടുവരുന്നത്. ഈ വീഡിയോക്കകത്ത് നമ്മൾ ബാറ്ററി റീസൈക്ലിംഗ് അല്ലെങ്കിൽ സസ്റ്റൈനബിലിറ്റി ടെക്നോളജിയുടെ ഒരു ഫ്യൂച്ചറിനെ കുറിച്ച്, അതുപോലെ തന്നെ ജിയോ പൊളിറ്റിക്സിനെ കുറിച്ച്, ഇന്ന് ലോകത്ത് സാങ്കേതിക വിദ്യകൾ ഉണ്ടാക്കുന്ന മാറ്റത്തെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട്. സാധ്യമാവുന്നവരെല്ലാം ഈ വീഡിയോ പൂർണ്ണമായി കാണാൻ ശ്രദ്ധിക്കുക. നമുക്ക് ആദ്യം ആഷിഖാൻ്റെ ഒരു GCC എക്സ്പീരിയൻസ് എങ്ങനെ തുടങ്ങി എന്നുള്ള ഒരു ചരിത്രം ഉണ്ടല്ലോ. തുടർന്ന് നമുക്ക് നിങ്ങളുടെ ഇൻഡസ്ട്രീസും മറ്റുള്ളതിലേക്കൊക്കെ പോവാം. ബട്ട് ദെൻ ആൾക്കാർക്ക് ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവും, ഹൗ യു സ്റ്റാർട്ടഡ്. ഖത്തറിലാണെന്ന് തോന്നുന്നു അല്ലേ ഫസ്റ്റ് ബിസിനസ് ലൈഫ്? യെസ്, ഐ ക്യാൻ സേ ഖത്തറിലാണെന്ന്. പക്ഷേ ഞാൻ അതിന് മുമ്പും GCC ആയിട്ട് എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ട്, അതിന് കണക്ഷൻസ് ഉണ്ട്. ഞാൻ എൻ്റെ സ്കൂളിംഗ് 12th കഴിഞ്ഞതിൻ്റെ ശേഷം ഞാൻ എൻജിനീയറിങ്ങിന് പോകാൻ വേണ്ടി 12th ഞാൻ ആക്ച്വലി അക്കൗണ്ടൻസി ആയിരുന്നു ചെയ്തത്, ബിസിനസ് ഫീൽഡിലോട്ട് പോകാമെന്നുള്ളതാണ്. പക്ഷേ ഒരു 12th ഒരു മിഡായപ്പോൾ, 11th ഒരു മിഡായപ്പോൾ, +1 മിഡായപ്പോൾ എൻ്റെ ആ ഇൻട്രസ്റ്റ് മാറി. എനിക്ക് എൻജിനീയറിങ്ങിന് പോകണമെന്നായി. പക്ഷേ ആ ഓപ്പർച്യൂണിറ്റി ഇന്ത്യയിൽ പിന്നെ എൻട്രൻസ് എഴുതാൻ ഒരു ബുദ്ധിമുട്ടായി വന്നു. കാരണം ഫിസിക്സും കെമിസ്ട്രി ഇല്ലാതെ ഞാൻ മാത്തും വിത്ത് അക്കൗണ്ടൻസി എടുത്തത്. എഞ്ചിനീയറിംഗിലേക്ക് മാറാൻ പിന്നെ അല്ലെങ്കിൽ ഒരു ഇയർ വേസ്റ്റ് ചെയ്യണമായിരുന്നു. അപ്പോൾ ഒരു ഇയറും കൂടെ നമ്മൾ റിപ്പീറ്റ് ചെയ്തിട്ട് 12th റിപ്പീറ്റ് ചെയ്യണമായിരുന്നു. പക്ഷേ UK-യിൽ ഐ കുഡ് ആക്ച്വലി ഡു ഈ ഓപ്ഷൻ. കാരണം എൻട്രൻസ് എഴുതിയാൽ മതിയായിരുന്നു. എൻട്രൻസ് എഴുതിയിട്ട് പാസ്സാവുകയാണെങ്കിൽ ഐ കുഡ് ഗെറ്റ് ഇൻ ടു എൻജിനീയറിംഗ്. അങ്ങനെ എൻട്രൻസ് എഴുതി ഞാൻ സ്കോട്ട്ലൻഡിലൊരു കോളേജിൽ എനിക്ക് അഡ്മിഷൻ കിട്ടി. അങ്ങനെ അപ്പോൾ ആ സമയത്ത് അവരൊരു ഓപ്ഷൻ തന്നു. അവർക്കൊരു ഓഫ് ക്യാമ്പസ് ഉണ്ട് ഒമാനിൽ, ഗൾഫാർ മൊമാലിക്കാൻ്റെ അണ്ടറിൽ വരുന്നൊരു കോളേജായിരുന്നു. അങ്ങനെ ഓപ്റ്റഡ് ഫോർ 1 year അവിടെ എന്താണ് ഒരു ഡിപ്ലോമ, ബേസിക് ഡിപ്ലോമ, പിന്നെ ബാക്കി UK-യിൽ കണ്ടിന്യൂ ചെയ്യാൻ. സോ ഐ ഓപ്റ്റഡ് ഫോർ ദാറ്റ്. സോ അതാണ് എൻ്റെ ഫസ്റ്റ് ഗൾഫ് എക്സ്പീരിയൻസ് ടു സ്റ്റാർട്ട് വിത്ത്. ഖത്തറല്ല, ഒമാനാണ്. സോ ഐ സ്പെൻഡ് 2 years, 1 year ഒമാനിൽ കോളേജുമായിട്ടും 1 year ഐ വർക്ക്ഡ് വിത്ത് ഗൾഫാർ ഓൾസോ. ഒരു എക്സ്പീരിയൻസ് എന്നുള്ള പോലെ ഒരു ദാറ്റ് വാസ് മൈ ബേസിക് എക്സ്പീരിയൻസ് ഓഫ് വർക്ക്. മൊമാലിക്കാൻ്റെ ഇതൊന്നും ഗൾഫാർന്നും ഐ ലേൺഡ് എ ലോട്ട്. ദാറ്റ് എൻ്റെ ഫസ്റ്റ് ഫൗണ്ടേഷൻ ഇസ് ഫ്രം അവിടെ നിന്നാണ്. അത് കഴിഞ്ഞ് ഗ്ലാസ്ഗോയിൽ പോയി എഡ്യൂക്കേഷനൊക്കെ കഴിഞ്ഞു, തിരിച്ചു വന്നു. ദെൻ ഐ വർക്ക്ഡ്. എഞ്ചിനീയറിംഗ് കഴിഞ്ഞു, IT കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ആയിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് വന്ന് IT ഫീൽഡിൽ വർക്ക് ചെയ്തു കുറച്ച് കാലം. ട്രിവാൻഡ്രത്ത് ടെക്നോ പാർക്കിൽ വർക്ക് ചെയ്തു. ഒരു 3.5 to 4 years ഐ വർക്ക്ഡ് IBS സോഫ്റ്റ്വെയറിൽ. വി ആർ ഇൻ ടു എയർലൈൻ സോഫ്റ്റ്വെയർ. സോ ഒരു വർഷം വർക്ക് ചെയ്തപ്പോൾ തന്നെ ഞാൻ ഐ വാസ് ഇൻ ടെസ്റ്റിംഗ് ആൻഡ് ഓഫ് സോഫ്റ്റ്വെയർസ് ആയിരുന്നു. എനിക്ക് മനസ്സിലായി എൻ്റെ മോർ ദാൻ കോഡിങ്ങും ടെസ്റ്റിങ്ങും എൻ്റെ ബേസിക് ഇൻസ്റ്റിങ്സ് ബിസിനസ് തന്നെയാണ്. സോ മാർക്കറ്റിങ്ങും സ്ട്രാറ്റജിയുമാണ് എനിക്ക് കൂടുതൽ ഇൻട്രസ്റ്റ്. അപ്പോൾ നമ്മൾ ഈ എല്ലാം നമ്മളറിയുമല്ലോ, നമ്മൾ പഠിക്കുന്നതും നമ്മൾ വർക്ക് ചെയ്യുന്നതും നമ്മളെ ഇൻട്രസ്റ്റുകളൊക്കെ മാറിക്കൊണ്ടിരിക്കുമല്ലോ. അപ്പോൾ ആ രീതിയിൽ വീണ്ടും ആ ഒരു ചേഞ്ച് വന്നു. ഞാൻ ഇൻക്ലൂഡിങ് കമ്പനി തന്നെ ഞാൻ സംസാരിച്ചു. ഐ മൂവ്ഡ് ഇൻ ടു ബിസിനസ് ഡെവലപ്മെൻറ്റോട് IBS തന്നെ. ഐ വാസ് ഇൻ ടു ലൈക്ക് ഇൻസ്റ്റെഡ് ഓഫ് ടെസ്റ്റിംഗ് നമ്മളെ മാർക്കറ്റിംഗ് സൈഡിലോട്ടും അവരുടെ ബിസിനസ് പ്രൊമോഷൻസിലോട്ടും മാറി. ഒരു 2.5 years ഐ വർക്ക്ഡ് ഇൻ ദാറ്റ് ഫീൽഡ്. ആൻഡ് ഐ വാസ് ഇൻ ചാർജ് ഫോർ ഓസ്ട്രേലിയ ആൻഡ് ന്യൂസിലാൻഡ് സെക്ടർ.
ഒരു ലേൺഡ് എ ലോട്ട്. ദാറ്റ് വാസ് ലൈക്ക് എ വെരി നല്ലൊരു എഡ്യൂക്കേഷൻ. ഇതാണ് ഈ ഫീൽഡിൽ പോകേണ്ടതുണ്ടായിരുന്നു അതോ? ഫീൽഡിൽ പോയിട്ടുണ്ട്, ട്രാവൽ ചെയ്തിട്ടുണ്ട്, ഒരുപാട് പ്രാവശ്യം ഒരുപാട് പ്രസൻറ്റേഷൻസ് ചെയ്തിട്ടുണ്ട്. ലൈക്ക് നല്ലോണം ചെയ്തു. ആ സമയത്ത് എൻ്റെ കല്യാണം കഴിഞ്ഞു. കല്യാണം കഴിഞ്ഞതിന് ശേഷം ഐ തോട്ട് ഐ വോണ്ട് ടു കുറച്ചും കൂടെ പഠിക്കണം എന്ന് തോന്നി, മാസ്റ്റേഴ്സ് ചെയ്യണം എന്ന് തോന്നി. ഞാനും വൈഫും കൂടെ MBAക്ക് പോയി. ഞങ്ങൾ രണ്ടുപേരും കൂടെ വീണ്ടും UK പോയി. എഡ്യൂക്കേഷൻ കഴിഞ്ഞ് MBA കഴിഞ്ഞ് തിരിച്ചു വന്നു. അങ്ങനെ ജോബ് ഒരു UK ഒരു ജോബൊക്കെ എടുക്കുക എന്നുള്ള രീതിയിൽ പോകുമ്പോഴാണ് എനിക്ക് ഖത്തറിൽ നിന്ന് ഈ ഓപ്പർച്യൂണിറ്റി വരുന്നത്. ഓക്കെ, അതായത് പഠനം UK കഴിഞ്ഞ് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി കിട്ടിയിരുന്നു UK തന്നെ. അപ്പോൾ അവിടെ പോയിട്ട് എന്തെങ്കിലുമൊക്കെ ജോബ് നോക്കി ഒരു ബേസിക് ഒരു കുറച്ച് കാലം ഒന്ന് വർക്ക് ചെയ്ത് എക്സ്പീരിയൻസ് ആയിട്ട് ബാക്കി നോക്കാമെന്നുള്ളൊരു ഇതിലായിരുന്നു ഉണ്ടായിരുന്നത്. ആ സമയത്താണ് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഖത്തറിൽ നിന്ന് വരുന്നത്, ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ആയിട്ട്. അങ്ങനെയാണ് ഞങ്ങൾ എക്സ്പ്ലോർഡ് ദാറ്റ്. ഐ ഫൗണ്ട് അതൊരു നല്ല ഓപ്പർച്യൂണിറ്റിയാണ്, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞ് ഖത്തറിൽ വന്നു. 2007 ഖത്തറിൽ വന്നു. കുറേ കാലം എടുത്തു അതൊന്ന് എസ്റ്റാബ്ലിഷ് ചെയ്തു വരാൻ. ഖത്തർ വാസ് ഒരു ഭയങ്കര മെച്യൂർ പ്ലേസ് ആയിരുന്നു ആ സമയത്ത് ഫോർ പ്രൈവറ്റ് ഇൻഡസ്ട്രീസ്, എസ്പെഷ്യലി ഇൻഡസ്ട്രിയൽ സെക്ടേഴ്സിന്. എന്താണ് പ്രൈവറ്റിൽ ട്രേഡിങ്ങിലും ഹോസ്പിറ്റലിലും സൂപ്പർ മാർക്കറ്റ്സിലും ഇതിലൊക്കെ ഒരുപാടുണ്ടായിരുന്നു. പക്ഷേ ഇൻഡസ്ട്രിയൽ സെക്ടറിൽ വളരെ ഒരു ലോ ഒരു അമച്യൂർ മാർക്കറ്റായിരുന്നു. പക്ഷേ അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചറും അവിടുത്തെ പവർ കോസ്റ്റും അവിടെ എല്ലാം വെച്ചിട്ട് അവിടുത്തെ റോ മെറ്റീരിയൽ അവൈലബിലിറ്റിയും എല്ലാം വെച്ചിട്ട് വി ഫൗണ്ട് നമുക്ക് മനസ്സിലായത് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഉള്ള പ്ലേസാണ്. ഒരു ഗ്യാപ്പ് ഉണ്ട്, നല്ല ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അപ്പോൾ അതൊന്ന് പഠിച്ചു. ഇറ്റ് ടുക്ക് കുറച്ച് കാലം. സീഷോർ സ്റ്റീലാണ് ഞങ്ങൾ ആദ്യം ചെയ്തത്. സീഷോർ ഇറ്റ്സ് എ ഖത്തർ ബേസ്ഡ് കമ്പനി. ഞങ്ങൾ അവരായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടാണ്, അവർക്കാണ് ഈ ഓപ്പർച്യൂണിറ്റി വന്നത്. അവരുടെ അടുത്താണ്. സീഷോർ മൊമാലിക്കയാണ് അത്. സീഷോർ മൊമാലിക്ക ഉപ്പാനായിട്ട് ഒരുപാടുള്ള ബന്ധമുണ്ട്. പുള്ളിയാണ് ഈ ഓപ്പർച്യൂണിറ്റി ഉപ്പാൻ്റെ അടുത്ത് കൊണ്ടുവന്നത്. ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് ഖത്തറിലോട്ട് നമുക്കൊരു സ്റ്റീൽ പ്ലാന്റ് സ്റ്റാർട്ട് ചെയ്യാനുള്ള. പുള്ളി ഒരു ഉപ്പാൻ്റെ ഒരു അഡ്വൈസിന് വന്നതാണ്. അങ്ങനെ സംസാരിച്ചൊരു ഇതൊക്കെ പല കമ്മ്യൂണിക്കേഷനിലും പല നെറ്റ്വർക്കിലും കൂടെയാണല്ലോ പല പുതിയ ഓപ്പർച്യൂണിറ്റീസും തെളിഞ്ഞു വരിക. അപ്പോൾ നമ്മളതാണ് പറയുന്നത്, നമ്മൾ നെറ്റ്വർക്കിംഗ് ചെയ്യണം, നമ്മൾ ആൾക്കാരായിട്ട് സംസാരിക്കണം. കമ്മ്യൂണിക്കേഷൻ ഇസ് ദ മോസ്റ്റ് പ്രൈമറി സ്കിൽ. അതിലാണ് പല സാധനങ്ങളും പല ഓപ്പർച്യൂണിറ്റീസും നമുക്ക് മനസ്സിലാവുക. ഖത്തർ എന്നുള്ളൊരു സാധനം ഞാൻ എവിടെ പോലും വിചാരിച്ചിട്ട് പോലും ഇല്ല. നിങ്ങൾ ഈ ടൈമിങ് പറയുമ്പോഴേ 2007 എന്ന് പറയുന്നത് ലോകത്ത് ഈ ഡിപ്രഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ ഒരു ഏർലി സ്റ്റേജ്. 2008 ഡിപ്രഷൻ, ഒരു 8-9 ഡിപ്രഷനിലോട്ട് പോകുന്ന സമയമാണ്. ആ സമയത്താണ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഞങ്ങളെ ഫസ്റ്റ് ഫൗണ്ടേഷൻ സ്റ്റോൺ എല്ലാവരും പൂട്ടുന്ന സമയമാണ് ഞങ്ങൾ തുടങ്ങിയത്. എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്, നമ്മൾ ഷിഹാബ് തങ്ങളുടെ ലാസ്റ്റ് എന്നിട്ട് അവിടുത്തെ ഒരു ഫോറിൻ ഫംഗ്ഷൻ ആയിരുന്നു പുള്ളി. നമ്മുടെ ഫൗണ്ടേഷൻ സ്റ്റോണിലാണ് പുള്ളി ലാസ്റ്റ് ഫോറിൻ ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്തത്. അപ്പോൾ ആ ഫംഗ്ഷനിൽ ഇന്ത്യൻ അംബാസിഡർ ഉണ്ടായിരുന്നു, ഖത്തർ ഇന്ത്യൻ അംബാസിഡർ. പുള്ളി പറഞ്ഞു പുള്ളി അന്ന് അറ്റൻഡ് ചെയ്ത 4ാമത്തെ ഫംഗ്ഷനാണത്. 3 ഫംഗ്ഷനും റിസഷൻ കാരണം പൂട്ടിപ്പോകുന്ന ഇന്ത്യൻ കമ്പനീസിൻ്റെ എംപ്ലോയീസിനെ എങ്ങനെ സേവ് ചെയ്യുക എന്നുള്ളതാണ്. 4ാമത്തെ ഫംഗ്ഷൻ പുള്ളി വരുന്നത് ഒരു പുതിയൊരു ഇന്ത്യയിൽ നിന്നുള്ള ഒരു കമ്പനി ഒരു പുതിയൊരു വെഞ്ചർ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളതും അതിൻ്റെ തറക്കല്ലിടലും ആയിട്ടാണ്. ഒരുപാട് ആൾക്ക് ജോബും കൊടുക്കാനുള്ള. അപ്പോൾ 2 ഫ്രെയിമിലാണ് നിന്ന്. അപ്പോൾ പുള്ളി അന്ന് നമ്മളോട് ചോദിച്ചു, നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ ഒരു റിസഷൻ ടൈമിൽ നിങ്ങളിത് സ്റ്റാർട്ട് ചെയ്യുക, കോൺഫിഡൻസ് എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ വി സെഡ് നമ്മൾ ഒരുപാട് ആൾക്കാരെ കണ്ടിട്ടുണ്ട് വളരെ സക്സസ്ഫുൾ ആയുള്ള പല ഓപ്പർച്യൂണിറ്റി നമ്മൾ നോക്കേണ്ടത്. ഏറ്റവും ലോയിൽ പോകുമ്പോൾ ഷെയർ മാർക്കറ്റിൽ നമ്മൾ പറയുന്ന പോലെ ഷെയർ ലോ ആയിരിക്കുന്ന സമയത്ത് നമ്മൾ വാങ്ങുക, മുകളിൽ പോകുമ്പോൾ എന്ന് പറഞ്ഞ പോലെ നമുക്ക് ആ സമയത്ത് നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ, സക്സസ്ഫുള്ളി എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ദാറ്റ്സ് ദ ബെസ്റ്റ് തിങ്. അതിനൊരു റീസൺ ഉണ്ടാവില്ലേ? അതായത് ഇപ്പോൾ ഒരു ഇൻഡസ്ട്രി ഡൗൺ ആവുന്നത് അതിൻ്റെ ഫണ്ടമെൻ്റൽസ് വീക്ക് ആവുന്നതുകൊണ്ടാവില്ല, ഒരു ഗ്ലോബലി ഇങ്ങനെ ഒരു ഫിനോമിന ഉള്ള കാരണമായിരിക്കും. അത് നെസസറിലി ലോകമൊന്നും ഇങ്ങനെ നിൽക്കില്ലല്ലോ. അപ്പോൾ ഒരു പോയിന്റ് നിന്ന് തിരിച്ചു വരും എന്നുള്ള കോൺഫിഡൻസ്. 2008 നമ്മൾ കണ്ടിരുന്ന ഒരു എന്താണെന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ റെസിഷൻ വന്നപ്പോൾ ഏറ്റവും കൂടുതൽ പൂട്ടിപ്പോയിരുന്ന സ്റ്റീൽ ഫാക്ടറീസാണ്. ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്തിരുന്നൊരു സെക്ടറും കൂടെയായിരുന്നു സ്റ്റീൽ. ഓക്കെ, ആ സമയത്താണ് നമ്മളൊരു സ്റ്റീൽ ഫാക്ടറി സ്റ്റാർട്ട് ചെയ്യാൻ കൂടെ പ്ലാൻ ചെയ്യുന്നത്. എനിക്ക് ആ ഒരു കോണ്ടെക്സ്റ്റ് ഒന്ന് ക്ലിയർ ആക്കി തരുമോ? വൈ സ്റ്റീൽ ഫാക്ടറീസ്? സ്റ്റീലിൻ്റെ പ്രൈസ് വാസ് വെരി ഹൈ. കാരണം എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൈന ഒളിമ്പിക്സിൻ്റെ ടൈമിൽ ഭയങ്കരമായിട്ട് സ്റ്റീൽ വാങ്ങിച്ചു കൂട്ടാൻ തുടങ്ങി. ആൻഡ് സ്റ്റീൽ പ്രൈസസ് ഭയങ്കരമായിട്ട് മുകളിൽ പോകാൻ തുടങ്ങി. എല്ലാ സ്റ്റീൽ കമ്പനീസിൻ്റെ അടുത്തും ഭയങ്കര സ്റ്റോക്ക് ഉണ്ടായിരുന്നു. പക്ഷേ ഈ റേഷൻ വന്നപ്പോൾ സ്റ്റീൽ പ്രൈസസ് അങ്ങ് താഴെ പോയപ്പോൾ ആർക്കും സർവൈവ് ചെയ്യാൻ പോയി. കാരണം ചൈനയുടെ മാർക്കറ്റ് ഡിമാൻഡ് അങ്ങ് തീർന്നു. ഓക്കെ, കാരണം ഒളിമ്പിക്സ് കഴിഞ്ഞതോടെ എന്താണ് ആ ഡെവലപ്മെൻറ്റ് കഴിഞ്ഞതോടെ. അപ്പോൾ അതോടെ ആ മാർക്കറ്റിൽ പെട്ടെന്ന് സപ്ലൈയും ഡിമാൻഡും തമ്മിൽ ഭയങ്കര ഗ്യാപ്പായി.
ഡിമാൻഡ് വളരെ കുറവും സപ്ലൈ ഭയങ്കര ഹ്യൂജും, എല്ലായിടത്തും ഭയങ്കര സ്റ്റോക്കും പ്രൈസ് ഡ്രോപ്പും വന്നു. ആർക്കും സസ്റ്റെയിൻ ചെയ്യാൻ പറ്റാത്തൊരു സ്റ്റോക്ക് മാനേജ് ചെയ്യാൻ പറ്റാത്തൊരിതായി. കാരണം എല്ലാവരും അന്ന് സ്റ്റോക്ക് പ്രൈസ് എവറി ഡേ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു. എല്ലാവരും വാങ്ങിക്കൂട്ടുമായിരുന്നു. അത് ഒരു സമയം വന്നപ്പോൾ ആർക്കും പറ്റാതെ. അത് കാരണം പ്രൈസ് എന്താണ്, എനിക്ക് ഓർമ്മയുണ്ട് ഒരു ഇവിടെയൊക്കെ 2000 ദിറം വരെയൊക്കെ പ്രൈസ് വന്നിട്ടുണ്ടായിരുന്നു സ്റ്റീലിന്, ടണ്ണിന് 2000 ദിറം അല്ല, ഒരു ടണ്ണിന്. കറക്റ്റ് അന്നത്തെ പ്രൈസ് എനിക്ക് ഇതല്ല, പക്ഷേ എന്നാലും പക്ഷേ അവിടെ നിന്ന് മോർ ദാൻ ഒരു 60 to 70% പ്രൈസ് താഴെ വന്നു. ഓക്കെ, അപ്പോൾ അത്ര മാർജിൻ ആർക്കും ഉണ്ടാവില്ല. അപ്പോൾ ആ ഒരു സ്റ്റേജിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചത്. പക്ഷേ അൽഹംദുലില്ലാ എന്താണ് നമ്മൾ അത് ഓവർകം ചെയ്തു. നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. എന്താണ് 2029 നമ്മൾ സ്റ്റാർട്ട് 21 വി വെൻ്റ് ടു പ്രൊഡക്ഷൻ. നമ്മൾ എന്താണ് 2011 വി വെൻ്റ് ടു പ്രൊഡക്ഷൻ. 2012 നമ്മൾ ബ്രേക്ക് ഈവൻ ആയി ഓപ്പറേഷൻ. അതായത് എനിക്കൊന്ന് ആ റിസഷൻ 2008 വിത്തിൻ നെക്സ്റ്റ് 4 years പ്രൊഡക്ഷൻ തുടങ്ങി ബ്രേക്ക് ഈവൻ ആയി. പക്ഷെ ഇതിൽ എനിക്കൊരു സംശയമുള്ളതേ, ഇപ്പോൾ നിങ്ങൾ അതിൽ ഈ സ്റ്റീൽ ഇൻഡസ്ട്രിയിൽ വരുന്നത് ഡയറക്റ്റ്ലി സ്റ്റീൽ മാനുഫാക്ചർ ചെയ്യാന്നുള്ള രീതിയിലായിരുന്നു, അതോ സ്ക്രാപ്പിൽ നിന്ന്? നമ്മൾ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് സീഷോറിന് കിട്ടിയിരുന്ന ലൈസൻസ് എന്ന് പറഞ്ഞാൽ ഒരു റോളിംഗ് മിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ബില്ലറ്റ് വാങ്ങിയിട്ട് നമ്മൾ റോൾ ചെയ്ത് കമ്പി ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു അവർക്ക് കിട്ടിയിരുന്നത്. പക്ഷേ ഞാൻ ഖത്തർക്ക് മൂവ് ചെയ്തതിൻ്റെ ശേഷം ആ ഖത്തറിലൊരു പ്രൈവറ്റ് മെൽറ്റിംഗ് ഒരു റീസൈക്ലിംഗ് ഇൻഡസ്ട്രിക്ക് പെർമിഷൻ ഇല്ലായിരുന്നു. പക്ഷേ ദിവസം ഭയങ്കര ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. അപ്പോഴാണ് നമ്മൾ മനസ്സിലായി, അങ്ങനെയാണ് ഞാൻ ഈ സസ്റ്റൈനബിലിറ്റി ഇൻഡസ്ട്രിയിലോട്ട് വരുന്നത്. റീസൈക്ലിംഗ് എന്ന് പറയുന്നത് ഭയങ്കര സ്കോപ്പാണെന്നും ഓക്കെ അതിന് ഖത്തറിൽ വളരെയധികം കാരണം സ്കോപ്പ് ഉണ്ടെന്നും, കാരണം ഖത്തറിൽ സ്ക്രാപ്പ് എക്സ്പോർട്ട് ബാൻഡാണെന്നും നമുക്ക് മനസ്സിലായി. അത് നമ്മൾ യൂട്ടിലൈസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു മെൽറ്റിങ്ങിലോട്ട് വന്നത്, റീസൈക്ലിംഗ് സ്റ്റീലിലോട്ട് വന്നത്. അതായിരുന്നു നമ്മളെ സക്സസ് ആക്കി. അപ്പോൾ അതിൻ്റെ മുൻപേ, അതായത് ബിഫോർ നിങ്ങൾ ഈ സിസ്റ്റം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ എക്സ്പോർട്ട് ബാൻഡാണ്. അതെ. അപ്പോൾ ലോക്കലി കുഴിച്ചിടായിരുന്നു അതോ സ്റ്റീലോ? അല്ല, സ്ക്രാപ്പില്ല. സ്ക്രാപ്പ് ആ സമയത്ത് ഖത്തർ സ്റ്റീൽ ഉണ്ടായിരുന്നു, ഗവൺമെൻറ് കമ്പനിയായിരുന്നു. എൻ്റയർ സ്ക്രാപ്പ് ഖത്തർ സ്റ്റീൽ എടുക്കുമായിരുന്നു. അപ്പോൾ നിങ്ങളാണ് ഫസ്റ്റ് പ്രൈവറ്റ്? ഞങ്ങളാണ് ഖത്തറിലെ ഫസ്റ്റ് പ്രൈവറ്റ് സ്റ്റീൽ മെൽറ്റിംഗ്. എന്താണ് ഒരു 3 years ബാക്ക് വരെ ഞങ്ങൾ മാത്രമേ ഉള്ളായിരുന്നു. ഇപ്പോൾ വേറെ 2 കമ്പനി വേറെ ഉണ്ട്. ഓക്കെ, അതായത് ഒരു 15 വർഷത്തോളം മോട്ടുണ്ടായിരുന്നു നിങ്ങളുടെ തന്നെ? നമ്മൾ ഖത്തർ സ്റ്റീൽ ഉണ്ടായിരുന്നു, അവർ പ്രൈവറ്റിൽ ഞങ്ങൾ മാത്രമായിരുന്നു. ഓക്കെ, ഇതിലെന്താ വെച്ചാൽ നിങ്ങളുടെ ആ ഖത്തർ ജേണിയിൽ ബേസിക്കലി സ്റ്റീൽ എന്നുള്ള ഇൻഡസ്ട്രി 2008 ക്രൈസിസിന് ശേഷം വീണ്ടും ഉയർന്നു വന്നു. അതെ. ഞാൻ ഒരു ജസ്റ്റ് ഇപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നതിന് മുന്നേ ഖത്തർ, അതുപോലെ നിങ്ങൾ 3 രാജ്യത്ത് ബിസിനസ് ഉണ്ടല്ലോ ഇപ്പോൾ നിലവിൽ. സൗദിയിലുണ്ട്, യുഎയിൽ ദുബാട്ടുണ്ട്. അപ്പോൾ ഈ നിങ്ങളുടെ ഒരു ജനറൽ സംഭവം എല്ലാത്തിലും കണക്ട് ചെയ്യുന്ന ഞാൻ കണ്ടത് ഒരു സസ്റ്റൈനബിലിറ്റി ഇൻഡസ്ട്രിയിലാണ്, ഗ്രീൻ ബിസിനസ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഈ ഗ്രീൻ ബിസിനസ് പൊതുവിൽ എക്സ്പെൻസീവ് ആണെന്നാണല്ലോ പറയാറുള്ളത്. അപ്പോൾ ആ എക്സ്പെൻസീവ് ഇൻഡസ്ട്രിയിൽ ശരിക്ക് എങ്ങനെയാണ് ഒരു മാർജിൻസും കാര്യങ്ങളും റിയലൈസ് ചെയ്യാൻ പറ്റുന്നതും എങ്ങനെ? അത് ശരിക്ക് ഇവിടുത്തെ രാജ്യങ്ങളെ പറ്റി പൊതുവിൽ പറയാറുള്ളൊരു കാര്യം യൂസ് ആൻഡ് ത്രോ സിസ്റ്റമാണ്. കാരണം ഒരു 1970s തൊട്ടിട്ട് ഓയിൽ ബൂമുണ്ട്, എല്ലാവരുടെ അടുത്തും ഒരുപാട് പൈസയുണ്ട്, പബ്ലിക് സെക്ടറാണ് വലുത്. അപ്പോൾ ഇവരുടെ കൺസംഷൻ പാറ്റേൺ ഡിഫറെൻ്റ് ആണ്. ഇപ്പോൾ വേസ്റ്റിലേക്ക് വരുമ്പോൾ വേസ്റ്റ് സെഗ്രിഗേഷനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല, വേസ്റ്റ് ഡംപിങ് ആണ് ജനറൽ രീതി. അപ്പോൾ ഇതിന്ന് ഒരു സ്ക്രാപ്പ് ബിസിനസ്സൊക്കെ ശരിക്കും കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഇതിന് ഒരുപാട് ചലഞ്ചസ്. ആ ഏരിയകളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. നമ്മൾ ഖത്തറിലാണ് ഇനീഷ്യലി ഇതേ പറഞ്ഞ പോലെ റീസൈക്ലിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന സ്റ്റീലിലായിരുന്നു. ആ സമയത്ത് എന്താണ് ഖത്തറിൽ സ്റ്റീൽ ഓൾറെഡി ഒരു എസ്റ്റാബ്ലിഷ്ഡ് മാർക്കറ്റായിരുന്നു ഖത്തർ സ്റ്റീൽ ഉള്ളതുകൊണ്ട്. റീസൈക്ലിംഗ് എന്താണെന്നുള്ളതും അതുകൊണ്ടായിരുന്നു സ്ക്രാപ്പ് ബാൻഡ്. ബാക്കിയുള്ള ഇൻഡസ്ട്രി ഒക്കെ, ബാക്കിയുള്ള സെക്ടേഴ്സ് പ്ലാസ്റ്റിക് ആയാലും ഇപ്പോൾ നമുക്ക് പ്ലാസ്റ്റിക് ഉണ്ട്, കോപ്പർ ഉണ്ട്, അലുമിനിയം ഉണ്ട്, ബാറ്ററി ഉണ്ട്, ഒരുപാട് റീസൈക്ലിംഗ് ഉണ്ട്. കുക്കിംഗ് ഓയിൽ ഞങ്ങൾ റീസൈക്കിൾ ചെയ്യുന്നുണ്ട്. സൂപ്പർ മാർക്കറ്റ് ബാഗ്സ്, നമ്മൾ പോളിത്തീൻ ബാഗ്സ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ എക്സ്പോർട്ട് ചെയ്ത് പോകുമായിരുന്നു. ഇതൊക്കെ തേർഡ് വേൾഡ് കൺട്രീസിലോട്ടും പല ഇതിലോട്ടും, ഇപ്പോൾ ചൈനയിലോട്ടായാലും ഇന്ത്യയിലോട്ടായാലും കൊറിയയിലോട്ടായാലും പാകിസ്ഥാനിലോട്ടായാലും അങ്ങനത്തെ കൺട്രിയിലോട്ട് എക്സ്പോർട്ട് ചെയ്യായിരുന്നു അവിടെ നിന്ന്. എന്നാൽ നിങ്ങൾ പറഞ്ഞ പോലെ യൂസ് ആൻഡ് ത്രോ എന്നുള്ളതും ഇതിന് പുറത്തോട്ട് വിടുക എന്നുള്ളൊരു കോൺസെപ്റ്റ് മാത്രമേ അവർക്കുള്ളായിരുന്നു. സോ നമ്മൾ ആ ഒരു ഇതിൻ്റെ അകത്ത് അതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കണ്ടു. കാരണം പല യൂറോപ്യൻ രാജ്യങ്ങളിലും US-ലും ഒക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ദർ ഇസ് ഓൾറെഡി റീസൈക്ലിംഗ് ക്വൈറ്റ് എ ലോട്ട്. നമുക്ക് അറിയാം ഇവരിത് വേസ്റ്റിനെ വീണ്ടും
ഉപയോഗിക്കാൻ പറ്റും. 2 കോൺസെപ്റ്റ് ഉണ്ട്, റീസൈക്ലിംഗും ഉണ്ട്, അപ്സൈക്ലിംഗും ഉണ്ട്. അത് അതിനെ തന്നെ വേറെ പ്രോഡക്റ്റാക്കി മാറ്റുക, അതിനാണ് നമ്മൾ അപ്സൈക്ലിംഗ്. ഇപ്പോൾ ടയറൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് പല ഇതിനകത്ത് നോക്കുകയാണെങ്കിൽ. അല്ലെങ്കിൽ ആ പ്രോഡക്റ്റിനെ യൂസ് ചെയ്തുകൊണ്ട് റീസൈക്കിൾ ചെയ്തുകൊണ്ട് വേറെ ഫോം മാറ്റിയിട്ട് വീണ്ടും അതിന് ലൈഫ് കൊടുക്കുക, അതാണ് റീസൈക്ലിംഗ്. അപ്പോൾ ഈ ഒരു 2 സാധനത്തിനും നല്ല സ്കോപ്പ് ഉണ്ടെന്നും ഇത് എന്താണ് നമ്മൾ പ്രോപ്പറായിട്ട് എഡ്യൂക്കേറ്റ് ചെയ്താൽ ഇറ്റ് ഈസ് എ ബിസിനസ് മോഡൽ നമ്മൾ മനസ്സിലാക്കിയത് മാത്രമേ നമ്മൾ ആദ്യമായിട്ട് റോക്കറ്റ് സയൻസ് ആയിട്ട് നമ്മൾ പഠിച്ചുകൊണ്ടൊന്നുമല്ല. ഒരുപാട് ആൾക്കാർ ചെയ്യുന്നുണ്ട്, ഒരുപാട് ആൾക്കാർ നന്നായിട്ട് ഇന്ത്യയിൽ ചെയ്യുന്നുണ്ട്, ചൈനയിൽ ചെയ്യുന്നുണ്ട്, കൊറിയയിൽ ചെയ്യുന്നുണ്ട്, ജപ്പാനിൽ ചെയ്യുന്നുണ്ട്, പല രാജ്യങ്ങളും ഓൾറെഡി ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഒരു സാധനം നമ്മൾ സ്റ്റീലിൽ നമ്മൾ ഓൾറെഡി ചെയ്യുന്നുണ്ട്, ഗവൺമെൻറ്റും ചെയ്യുന്നുണ്ട്, എല്ലായിടത്തും പല സെക്ടറിൽ ഇത് ഓൾറെഡി ഉള്ളതാണ്. ആ ഒരു സാധനം എന്തുകൊണ്ട് നമുക്ക് ബാക്കിയുള്ള സെക്ടേഴ്സിലോട്ടും കൂടെ നമുക്ക് എന്തുകൊണ്ട് ചെയ്തുകൂടാ? എന്തിന് നമ്മൾ ഒരു കൺട്രിയുടെ, നമ്മളിപ്പോൾ ഗവൺമെൻറ്റിൻ്റെ അടുത്ത് അപ്രോച്ച് ചെയ്തു, ഞങ്ങൾ വെച്ച് നിങ്ങൾ നമ്മളെ കൺട്രിയുടെ പ്രോഡക്റ്റ് നമ്മൾ യൂസ് ചെയ്ത് നമുക്ക് വരുന്ന വേസ്റ്റ് നമ്മൾ വേസ്റ്റായിട്ട് എന്തിന് നമ്മൾ എക്സ്പോർട്ട് ചെയ്യണം? ഒരു വാല്യൂം കൊടുക്കുന്നില്ല കൺട്രിക്ക്. ഇറ്റ് ഈസ് ജസ്റ്റ് ഗിവിങ് യു ഷിപ്പിംഗ് പോർട്ടിനുള്ള ചെറിയൊരു റവന്യൂ. ബട്ട് അതിന് പകരം എന്തുകൊണ്ട് നമുക്ക് വാല്യൂ അഡീഷൻ ചെയ്ത് ജോബ് ഓപ്പർച്യൂണിറ്റി കൺട്രി തന്നെ ക്രിയേറ്റ് ചെയ്ത് അതിനൊരു മെയ്ഡ് ഇൻ ആ കൺട്രിയുടെ, അപ്പോൾ മെയ്ഡ് ഇൻ ഖത്തറിലായിരുന്നു, മെയ്ഡ് ഇൻ ഖത്തർ പ്രോഡക്റ്റ് ആക്കിയിട്ട് ഖത്തറിൻ്റെ പ്രോഡക്റ്റ് ആക്കി നമുക്ക് എന്തുകൊണ്ട് സെല് ചെയ്തു? ഇപ്പോൾ യു എയിലായിരുന്നപ്പോൾ നമുക്ക് മെയ്ഡ് ഇൻ UAE പ്രോഡക്റ്റ് ആക്കിക്കൊണ്ട് ഞാൻ അത് നിങ്ങളോട് ചോദിക്കാനുണ്ട്. ദുബാട്ടിൻ്റെ വെബ്സൈറ്റിൽ നോക്കിയ സമയത്ത് ഫ്യൂച്ചർ ശരിക്കും മെയ്ഡ് ഇൻ UAE എന്ന് പറഞ്ഞിട്ട് ബാറ്ററി ബ്രാൻഡ് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ അതിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ അതാണ് ഞങ്ങൾ ഗവൺമെൻറ്റിനോട് പിച്ച് ചെയ്തത്. ആ ഗവൺമെൻറ്റിനും വളരെയധികം ഇതായിട്ട് തോന്നി. കാരണം അവർ ഓൾറെഡി സ്റ്റീലിൽ ചെയ്യുന്നുണ്ട്, എന്തുകൊണ്ട് നമുക്ക് ബാക്കിയുള്ളതിലോട്ട് പോയിക്കൂടാ? അങ്ങനെ വന്നപ്പോൾ അവർ നമുക്ക് പ്രോസസ്സ് ചെയ്യാൻ നമുക്ക് കപ്പാസിറ്റി ഉണ്ടെന്നും നമുക്ക് ആ ഒരു നോളജ് ഉണ്ടെന്നും നമുക്ക് കേപ്പബിലിറ്റി ഉണ്ടെന്ന് കാണിച്ചു കൊടുത്തപ്പോൾ ദേ സെഡ് സ്ക്രാപ്പ് എക്സ്പോർട്ട് ഓരോ സാധനത്തിന് അവർ ബാൻ ചെയ്യാൻ തുടങ്ങിയത്. ഇപ്പോൾ ഓൾമോസ്റ്റ് 90% ഖത്തറിൽ നിന്ന് സ്ക്രാപ്പ് എക്സ്പോർട്ട് ബാൻഡാണ്. ലൈക്ക് ഇറ്റ് ഹാസ് ടു ബി പ്രോസസ് വിത്തിൻ ദ കൺട്രി ലോക്കലി. കാരണം അതിൻ്റെ അകത്ത് ഒരുപാട് ഗവൺമെൻറ്റിന് ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട്. ഇറ്റ് ഗിവ്സ് മോർ സെക്യൂരിറ്റി ടു ദ കൺട്രി. കാരണം സ്ക്രാപ്പ് ആയിരുന്നപ്പോൾ കൺട്രിക്ക് അറിയില്ലായിരുന്നു എന്തായിരുന്നു കൺട്രിയിൽ നിന്ന് പോയിരുന്നത് എന്നുള്ളത്. ഇപ്പോൾ ദേ ഹാവ് മോർ കൺട്രോൾ. സോ അതിലൊക്കെ അൽഹംദുലില്ലാഹ് നമുക്ക് പഠിച്ചു സാധിച്ചിട്ട് നമുക്ക് കൺട്രിക്ക് വേണ്ടിയിട്ടും നമുക്ക് എന്തെങ്കിലും ആഡ് ചെയ്യാൻ പറ്റിയെന്നുള്ള. സോ സസ്റ്റൈനബിലിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് ഇതുണ്ട്. നമ്മൾ നാളത്തെ ജനറേഷന് വേണ്ടിയിട്ട് ചെയ്യുന്നു എന്നുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. മോർ ദാൻ ദ ബിസിനസ്, മോർ ദാൻ ദ മേക്കിംഗ് മണി. സോ അങ്ങനെയാണ് നമ്മൾ ഈ സസ്റ്റൈനബിലിറ്റിയിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാനും ഞാൻ താല്പര്യപ്പെട്ടതും ഞങ്ങളെ ഗ്രൂപ്പ് ഫുള്ള എല്ലാവരും. കാരണം വി ആർ ഡൂയിങ് സംതിങ് ഫോർ ദ നെക്സ്റ്റ് ജനറേഷൻ. നമ്മളെ കുട്ടികൾക്കായാലും നെക്സ്റ്റ് ഫ്യൂച്ചർ വരുന്ന ജനറേഷനായാലും വി ആർ ഡൂയിങ് സംതിങ് ഫോർ ദം. വി ആർ ഡൂയിങ് സംതിങ് ഫോർ ദ കൺട്രി. കാരണം ആ കൺട്രിയുടെ സാധനം പുറത്തോട്ട് പോകുന്നതിന് പകരം വി ആർ ഡൂയിങ് വാല്യൂ അഡീഷൻ ഇൻ ദ കൺട്രി ആൻഡ് ഗിവിങ് ഇറ്റ് ആസ് ദാറ്റ് കൺട്രിയുടെ പ്രോഡക്റ്റ്. വി ആർ ഗിവിങ് മോർ ട്രേസബിലിറ്റി ഫോർ ദ തിങ്സ്. കാരണം ഇപ്പോൾ നമ്മളെ ക്ലോസ് നമ്മളെ എന്താ പറയുക, ഒരു ക്ലോസ് നെറ്റ്വർക്ക് പോലെ, അതായത് ഒരു സാധനം ജനറേറ്റ് ചെയ്ത് അത് വേസ്റ്റായി വന്നു, അതിനെ റീസൈക്കിൾ അത് എവിടെ പോകുന്നു എന്നുള്ള സർക്കുലർ എക്കോണമി അതിൻ്റെ ഒരു പാർട്ടായിട്ട്. സോ അങ്ങനെയൊക്കെ വന്നപ്പോൾ നമ്മൾ വി ആർ ഡൂയിങ് സംതിങ് ഫോർ മോർ ദാൻ ദ ജസ്റ്റ് ദ ബിസിനസ്. നമ്മൾ എന്തെങ്കിലും കൺട്രിക്കും നെക്സ്റ്റ് ജനറേഷനും വേണ്ടി, ഇപ്പോഴത്തെ ജനറേഷനും വേണ്ടിയില്ല, നാളത്തെ ജനറേഷനും കൂടെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് വന്നപ്പോഴാണ് നമ്മൾ ആ ഒരു സസ്റ്റൈനബിലിറ്റി ബിസിനസ്സിനെ സ്റ്റിക്ക് ഓൺ ചെയ്യാമെന്നും നമ്മളുടെ ഒരു എന്താ പറയുക ഇൻട്രസ്റ്റും ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നതുമാണെന്ന് മനസ്സിലായപ്പോഴാണ് ഞങ്ങൾ ഒരുപാട് വേറെ സെക്ടേഴ്സിലോട്ട് പോയത്. ഈ സ്റ്റീലിൻ്റെ ഒക്കെ പ്രൈമറി കൺസ്യൂമേഴ്സ് ലൈക്ക് ആ എൻഡ് പ്രൊഡക്റ്റ് നിങ്ങൾ എക്സ്പോർട്ട് ചെയ്യുന്നില്ലേ? ഉണ്ട്. അപ്പോൾ അത് മെയിൻ കൺസ്യൂമേഴ്സ് ആരാണ്? സോ നമ്മൾ സ്റ്റീൽ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞങ്ങൾക്ക് നമ്മൾ ഖത്തർ സ്റ്റീലായിരുന്നു ഞാൻ പറഞ്ഞ പോലെ അവിടുത്തെ മേജർ പ്ലെയർ, ഒള്ളി പ്ലെയർ. അവർക്കൊരു മോണോപ്പൊളി ആയിട്ട് അവർക്ക് ഉള്ളൊരു ഇൻഡസ്ട്രി ആയിരുന്നു. ഞങ്ങൾ വെൻ ടു ഖത്തർ സ്റ്റീൽ വി സെറ്റ് ഞങ്ങൾ നിങ്ങൾക്ക് കോമ്പറ്റീറ്ററായിട്ട് വി ലൈക്ക് ടു വർക്ക് ലൈക്ക് വിത്ത് യു. അപ്പോൾ ഞങ്ങൾ സ്ക്രാപ്പ് റീസൈക്കിൾ ചെയ്ത് നിങ്ങൾ ഉണ്ടാക്കാത്ത പ്രോഡക്റ്റ് ഞങ്ങൾ ഉണ്ടാക്കാം. സോ അവർക്കും ആ ഒരു കോൺസെപ്റ്റ് ഇഷ്ടമായി. ഞങ്ങൾ നിങ്ങളായിട്ട് കോമ്പീറ്റ് ചെയ്യാനല്ല വരുന്നത്, നമുക്ക് മെയ്ഡ് ഇൻ ഖത്തറായിട്ട് ഖത്തറിനുള്ള വേറെ സെക്ടേഴ്സുള്ള ഇത് ചെയ്യാം. അപ്പോൾ അവർ ചെയ്തിരുന്നത് റീബാർ ആയിരുന്നു, കൺസ്ട്രക്ഷൻ ഇതിലോട്ട് പോകുന്ന സ്റ്റീലുകളായിരുന്നു. ഞങ്ങൾ ചെയ്ത് സ്ട്രക്ചറൽ പ്രോഡക്റ്റ് ആയിരുന്നു, നമ്മുടെ ബിൽഡിങ്സിന് വേണ്ടിയിട്ടുള്ള മറ്റേ ഗോഡൗണ് അങ്ങനത്തെയൊക്കെ, അല്ലെങ്കിൽ മറ്റേ ഫാബ്രിക്കേഷന് വേണ്ടിയിട്ടുള്ള. സോ ഞങ്ങളൊരു നീഷ് ഇൻഡസ്ട്രിയിലോട്ട് പോയി, അതായത് വളരെ ചെറിയൊരു സെക്ടറിലോട്ട്. കമ്പീറ്റ് ചെയ്യുന്നില്ല, അവരായിട്ട് കമ്പീറ്റ് ചെയ്യുന്നില്ല. നമുക്കും അന്ന് ഞങ്ങൾ വരുമ്പോൾ GCCയിൽ
2 പ്രൊഡ്യൂസേഴ്സേ ഉള്ളൂ. സോ ഞങ്ങൾ ഖത്തറിലെ തേർഡ് പ്രൊഡ്യൂസേഴ്സാണ്, GCCയിലെ തേർഡ് പ്രൊഡ്യൂസറായിട്ടാണ് നമ്മൾ വരുന്നത്. സ്ട്രക്ചറൽ പ്രോഡക്റ്റിന് ഫോർ നേഷൻ ഇൻഡസ്ട്രി ഞങ്ങൾ പവർ സെക്ടർ, ഇലക്ട്രിക്കൽ പവർ സെക്ടറിനെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തു. എന്നിട്ട് ഹൈ ടെൻഷൻ ടവേഴ്സ് ഉണ്ടല്ലോ നമ്മളെ വലിയ, അതിലോട്ട് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് അതിൻ്റെ ഇതിലോട്ട് മാത്രമായിട്ട് സ്റ്റിക്ക് ഓൺ ചെയ്തു. പിന്നെ ഖത്തറിലെ ട്രേഡേഴ്സിന് വേണ്ടിയിട്ടും ഖത്തറിലെ പ്രോജക്ട്സുമായിട്ട്, അന്ന് വേൾഡ് കപ്പിൻ്റെ പ്രോജക്ട്സും ഇതൊക്കെ അങ്ങനെ വരുന്നൊരു സമയമാണ്. അപ്പോൾ അതിനോട്ട് വേണ്ടിയിട്ട് അവിടെ നിന്നുള്ള പ്രോഡക്റ്റ് തന്നെ യൂസ് ചെയ്തുകൊണ്ട് ഖത്തറിന് തന്നെ നമുക്ക് എന്തെങ്കിലും കൊടുക്കുക എന്നുള്ള ഒരു കോൺസെപ്റ്റിലോട്ട് വന്നത്. ഈ 2010 ശേഷമേ ഇപ്പോൾ എവരി GCC നേഷൻസ്, അതിപ്പോൾ ഖത്തറായാലും ഖത്തറിന് നാഷണൽ ട്രാൻസിഷൻ പ്രോഗ്രാംസ് ഉണ്ട്, UAEക്ക് വിഷൻ 2031 2071 എന്നൊക്കെ പറഞ്ഞിട്ട് സെൻറ്റിനൽ പ്ലാനുകളുണ്ട്. സൗദി 2016 അവരുടെ ഒരു പോസ്റ്റ് ഓയിൽ വേൾഡിന് വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പ്. അപ്പോൾ ഇതൊക്കെ എന്താ വെച്ചാൽ ഒരു കാലത്ത് ഈ ഹൈഡ്രോ കാർബൺ എക്സ്പോർട്ട് വഴി സർപ്ലസ് ജനറേറ്റ് ചെയ്ത് അത് പബ്ലിക് സെക്ടറിനെ ഡ്രൈവ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ഇക്കണോമിക് മോഡൽ അവരെന്നെ മനസ്സിലാക്കി അത് സസ്റ്റൈനബിൾ അല്ല എന്നുള്ളത്. എന്നിട്ട് അതിന്ന് അവരിപ്പോൾ ഇപ്പം നിങ്ങളുടെ ഇൻഡസ്ട്രി, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ റീസൈക്ലിംഗ് അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ, പിന്നെ അതുപോലെ തന്നെ ആസ് എ ബിസിനസ് എൻവയോൺമെൻറ്റിൽ അവർ ഡൊമസ്റ്റിക് കൺസംഷനെ ബൂസ്റ്റ് ചെയ്യണം, ഡൊമസ്റ്റിക് എന്താ പറയുക ഇൻഡസ്ട്രീസിനെ ബൂസ്റ്റ് ചെയ്യണം എന്നൊക്കെ ഉള്ള ആ ഒരു ഏരിയ വന്നല്ലോ. അപ്പോൾ ഇവിടെ ശരിക്ക് ഞാൻ നിങ്ങളുടെ ട്രാക്ക് നോക്കുന്ന സമയത്ത് നിങ്ങളൊരു 2020s ശേഷം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഏർലി സ്റ്റാർട്ടിൽ ദുബാട്ടിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ദുബാട്ട് മീൻസ് ഐ തിങ്ക് ഇവിടുത്തെ വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് ബാറ്ററി റീസൈക്ലിംഗ് എന്നുള്ള ഒരു ആശയം. കാരണം EV കാറുകളും മറ്റുമൊക്കെ ഇവിടെ ഇത്രയും പോപ്പുലർ ആവുന്ന ഒരു പീരീഡിൽ നിങ്ങൾ എഗെയിൻ അവിടെ ഒരു ഓപ്പർച്യൂണിറ്റി കണ്ടു. കാരണം ഈ ജനറലി EV സെയിൽസ് അല്ലെങ്കിൽ EVൻ്റെ മെയിൻ്റനൻസ് എന്നൊക്കെ ചിന്തിക്കുമ്പോൾ അല്ല, EVയുടെ മേജർ ചങ്ക് അല്ലെങ്കിൽ മേജർ ഇഷ്യൂ വരിക ഇതിൻ്റെ റീസൈക്ലിങ്ങുമായി ബന്ധപ്പെട്ടിട്ടായിരിക്കും എന്ന് കരുതി നിങ്ങൾ അതിലേക്ക് മൂവ് ചെയ്തു. ഇവിടെ ഞാൻ ജസ്റ്റ് ഒരു റീസെൻ്റ്ലി ഇപ്പോൾ റിവിയനോ അങ്ങനെ ഒരു EV കമ്പനിയൊക്കെ സൗദിയിൽ നിന്ന് പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതെല്ലാം കണ്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ GCCയുടെ ഒരു ഷിഫ്റ്റ്, അതായത് നിങ്ങൾ ഒബ്സർവ് ചെയ്തിട്ടില്ല നിയർലി 2 decades ഓഫ് GCC എക്സ്പീരിയൻസിൽ GCCയുടെ ഷിഫ്റ്റും അതിൻ്റെ കൂടെ നിങ്ങളെ ബിസിനസ്സിനെ ഷിഫ്റ്റ് ചെയ്ത ആ ഒരു ജേർണി ഒന്ന് പറയും. ഓക്കെ, നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മൾ സസ്റ്റൈനബിലിറ്റിയിൽ സ്റ്റിക്ക് ഓൺ ചെയ്തപ്പോൾ നമ്മൾ ഖത്തറിൽ ഞങ്ങൾ ഒരുപാട് ഇൻഡസ്ട്രീസ് ചെയ്തു. നമുക്കിനി ആ ഗ്രൂപ്പിനെ നമുക്ക് പുറത്തോട്ട് കൊണ്ടുപോകണം എന്നുള്ളൊരു കോൺസെപ്റ്റ്, നമുക്കൊരു ഐഡിയ നമുക്കുണ്ടായിരുന്നു. അതായത് ഞങ്ങൾ ഓൾറെഡി പല കമ്പനീസും ചെയ്യുന്നുണ്ട്, പക്ഷേ ഇല്ലാത്ത സാധനങ്ങൾ അപ്പോൾ നമുക്ക് എന്തുകൊണ്ട് ചെയ്തുകൂടാ എന്നുള്ള ഒരു ഐഡിയയാണ് നമുക്ക് വന്നത്. സീഷോർ എന്നുള്ള കമ്പനി നമ്മൾ ഖത്തറിൽ വെൽ എസ്റ്റാബ്ലിഷ് ചെയ്തു. ഖത്തറിൽ ലാസ്റ്റ് ഒരു 5 വർഷമായിട്ട് അവിടുത്തെ ഏറ്റവും ബെസ്റ്റ് CSR കമ്പനി അവാർഡ് റീസൈക്ലിങ്ങിലായാലും സസ്റ്റൈനബിലിറ്റി ആയാലും ഗിവിങ് ബാക്ക് ടു ദ എൻവയോൺമെൻറ്റ് എന്നുള്ളതും പിന്നെ CSR അവാർഡും കിട്ടുന്ന ഒരു കമ്പനിയാണ് സീഷോർ. ഞങ്ങൾ ഈവൻ ഞങ്ങൾ അവിടുത്തെ ഖത്തർ ഫൗണ്ടേഷൻ ഉണ്ട്. ഖത്തർ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഏറ്റവും എഡ്യൂക്കേഷൻ ഫോക്കസ് ചെയ്യുന്ന ഒരു ഇതാണ്. അവിടുത്തെ റൂളറിൻ്റെ മദർ തന്നെ റൺ ചെയ്യുന്നൊരു ഓർഗനൈസേഷനാണ്. ഒരുപാട് പ്രസ്റ്റീജിയസ് യൂണിവേഴ്സിറ്റീസ്, വേൾഡ് വൈഡ് ഉള്ള യൂണിവേഴ്സിറ്റീസിൻ്റെ ക്യാമ്പസ് ഉണ്ട്. അവരായിട്ട് വർക്ക് ചെയ്തിട്ട് ഞങ്ങൾ പോയിട്ട് പറഞ്ഞു, നിങ്ങൾ റീസൈക്ലിംഗ് നിങ്ങളൊരു കോൺസെപ്റ്റായിട്ട് നെക്സ്റ്റ് ജനറേഷനെ പഠിപ്പിക്കണം. അപ്പോൾ അവർ ഞങ്ങൾക്കൊരു സ്പേസ് വന്നു. നൗ കറൻ്റ്ലി നമുക്ക് അവിടെ ഒരു റീസൈക്ലിംഗ് ലാബ് ഉണ്ട്. നമ്മൾ അവിടുത്തെ കോളേജ് സ്റ്റുഡൻസിനും ഈവൻ അത് കഴിഞ്ഞിട്ട് സ്കൂളിലോട്ട് പോയി ഇപ്പം നമ്മൾ ഈവൻ ലൈക്ക് വി ഗോ ടു നഴ്സറി സ്റ്റുഡൻസ് ഈ ലാബിൽ കൊണ്ടുവരും. അവർക്ക് എന്താണ് റീസൈക്ലിംഗ് എന്നും ഫാക്ടറിയിൽ അവർക്ക് വന്നിട്ട് കാണിക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ് അവർക്ക്. അപ്പോൾ അവിടെ ഒരു ലാബ് അവർ ഖത്തർ ഫൗണ്ടേഷൻ ഞങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ തന്നു. അവിടെ വന്നിട്ട് അവർക്ക് ഞങ്ങൾ ഈ ഒരു ബേസിക് എഡ്യൂക്കേഷൻ കൊടുക്കും. റീസൈക്ലിംഗ് എന്താണ്, ഓക്കെ ഈ റീസൈക്ലിംഗ് നമ്മൾ ഈ വേസ്റ്റ് എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരു പ്രോബ്ലമാറ്റിക് ആയിട്ടാണ് തോന്നുക, അത് ഒരു ബുദ്ധിമുട്ടുള്ള സാധനമായിട്ടാണ്. പക്ഷേ നമ്മൾ അതിൻ്റെ അകത്തൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്നും അത് പ്രോബ്ലം അല്ലാതെ നമുക്കൊരു എന്താ പറയുക, നമ്മൾക്ക് അതൊരു ഗോൾഡ് മൈൻ ആണെന്നുള്ളൊരിത് നമുക്ക് ജനറേഷന് പഠിക്കും. വേസ്റ്റ് വെറും വേസ്റ്റ് അല്ല, ഇഫ് ഇറ്റ് ഇസ് റോ മെറ്റീരിയലാണ്, ഇഫ് ഇറ്റ് ഇസ് പ്രോപ്പർലി ഡിസ്കാർഡഡ്, ഇഫ് ഇറ്റ് ഇസ് പ്രോപ്പർലി സെഗ്രിഗേറ്റഡ്. അതൊരു പുതിയ ജനറേഷനെ പഠിപ്പിച്ചു തുടങ്ങി. പല ഞങ്ങളുടെ ഇപ്പോഴത്തെ എക്സിബിഷൻസും ഞങ്ങളല്ല അറ്റൻഡ് ചെയ്യുന്നത്. ഞങ്ങൾക്ക് വേണ്ടിയിട്ട് യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസും സ്കൂൾ സ്റ്റുഡൻസുമാണ് ഞങ്ങളെ ബൂത്തിൽ പോലും നിൽക്കാറ്. ദേ എക്സ്പ്ലെയിൻ. അവരെ പാരൻസിൻ്റെ അടുത്ത് പോയിട്ട് പറയും, നമുക്ക് ഇങ്ങനെ വേസ്റ്റ് ഡിസ്കാർഡ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ വേസ്റ്റ് സെഗ്രിഗേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. സോ ദേ സീ ഇറ്റ്. അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് നമ്മൾ ഖത്തറിൽ ചെയ്തിട്ട് നമ്മൾ ഇത് ചെയ്തു, എന്തുകൊണ്ട് നമുക്കിത് പുറത്തോട്ട് റെപ്ലിക്കേറ്റ് ചെയ്തുകൂടാ. അങ്ങനെയാണ് ഞങ്ങൾ ദുബായിൽ, ഞാൻ ഫാമിലിയായിട്ട് ദുബായിലോട്ട് ഷിഫ്റ്റ് ചെയ്തിരുന്നു.
അപ്പോൾ ഫോർ ഫാമിലിൻ്റെ റീസണും കൂടെ ആയിരുന്നു. പിന്നെ ഇതേപോലെ നമുക്ക് എക്സ്പാൻഡ് ചെയ്യുക എന്നുള്ളത് ഞങ്ങൾക്കൊരു വിഷനും ഉണ്ടായിരുന്നു. സീഷോറിനെ ഞങ്ങൾക്ക് പുറത്തോട്ട് കൊണ്ടുപോകണം. ഞങ്ങൾ വി ഹാവ് ഡൺ ഫുള്ളായിട്ട് ചെയ്തു ഖത്തറിൽ എന്നല്ല, പക്ഷേ അറ്റ്ലീസ്റ്റ് അൽഹംദുലില്ലാ ഖത്തറിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു എൻവയോൺമെൻറ്റിന് വേണ്ടിയിട്ടും രാജ്യത്തിന് വേണ്ടിയിട്ടും അവിടുത്തെ ഫ്യൂച്ചർ ജനറേഷന് വേണ്ടി ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അത് നമുക്കിനി പുറത്തുള്ള രാജ്യത്തോടെ GCCയിലെങ്കിലും നമുക്ക് സ്പ്രെഡ് ചെയ്യണം എന്നുള്ളൊരു ഫീലിംഗ് വന്നു. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ചോദ്യം ചോദിച്ചോട്ടെ. അതായത് ഫിഫ കഴിഞ്ഞതിന് ശേഷം ഖത്തറിൽ പൊതുവിൽ ഒരു സ്റ്റാഗ്നേഷൻ എല്ലാവരും പറയുന്നുണ്ടല്ലോ. അപ്പോൾ നിങ്ങളത് പ്രെഡിക്റ്റ് ചെയ്തിട്ട് മുന്നേ മൂവ് ചെയ്തതാണോ? അങ്ങനെ എന്തെങ്കിലും അങ്ങനത്തെ ഒരു ആംഗിൾ ഇതിനുണ്ടോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഖത്തറിലെ ഫിഫ കഴിഞ്ഞിട്ട് ഇപ്പോഴും പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഖത്തറിൽ ഫിഫ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ 2-3 ബിസിനസ് വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, അത് ഇപ്പോഴും ഇനിയും പുതിയ ബിസിനസ്സിലോട്ട് നമ്മൾ എൻ്റർ ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ഫിഫ കഴിഞ്ഞ് ഖത്തർ ഇല്ല, ഞങ്ങളുടെ പല പ്രോഡക്റ്റും ഞങ്ങൾ പറഞ്ഞില്ല ഖത്തറിൽ നിന്ന് റോ മെറ്റീരിയലാണ് നമുക്ക്, പക്ഷേ ഖത്തർ മാർക്കറ്റിൽ മാത്രമല്ല വേൾഡ് വൈഡ് സെല് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇന്റേണൽ ഡിമാൻഡ് അത്ര പ്രശ്നമല്ല. ഇല്ല, ഞങ്ങൾ ചില പ്രോഡക്റ്റ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പൈപ്പ് ചെയ്യുന്നുണ്ട്. പൈപ്പ് ഞങ്ങളുടെ പ്രൈമറി മാർക്കറ്റ് US ഉം കാനഡയാണ്. ഓക്കെ, അതുപോലെ ഓസ്ട്രേലിയ ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ആ സ്റ്റീല് നമ്മൾ ഏഷ്യ പസഫിക്കിൽ വിൽക്കുന്നുണ്ട്, ആഫ്രിക്കയിൽ വിൽക്കുന്നുണ്ട്, യൂറോപ്പിൽ വിൽക്കുന്നുണ്ട്. അപ്പം നമ്മളതാണ് പറഞ്ഞത്, ഖത്തർ എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിച്ചൊരു ചെറിയ രാജ്യം, എന്തുകൊണ്ട് അവിടെ തന്നെ ഉണ്ടാക്കിയിട്ട് കോസ്റ്റ് ഭയങ്കര ഹൈ ആയിരിക്കും, നമുക്ക് സെല്ല് ചെയ്യാൻ പറ്റില്ല എന്നുള്ള. പക്ഷേ അവർക്ക് വാട്ട് ഓപ്പർച്യൂണിറ്റി വീസ് പവർ ഇസ് ദെയർ, അൺഇൻറപ്റ്റഡ് പവർ ഇസ് ദെയർ. ആ അൺഇൻറപ്റ്റഡ് പവറിനെ ഇൻഡസ്ട്രിക്ക് വേണ്ടി ഒരു സാധനം, അതിനെ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് എന്തുകൊണ്ട് നമുക്ക് അവിടുത്തെ റോ മെറ്റീരിയൽ യൂസ് ചെയ്തുകൊണ്ട് പ്രൊഡ്യൂസ് ചെയ്തിട്ട് നമുക്ക് പുറത്തോട്ട് വിട്ടുവിടാം. ഇതാണ് ഞങ്ങൾ ചെയ്തത്. ഓക്കെ, മറ്റേത് നമ്മൾ സീഷോർ എന്നുള്ള ബ്രാൻഡിനെ പുറത്തോട്ട് കൊണ്ടുപോകണം. നമുക്ക് ആ സീഷോറിൻ്റെ ക്രെഡിബിലിറ്റി ഞങ്ങൾക്ക് അടുത്ത GCCയിലോട്ടും സ്പ്രെഡ് ചെയ്യണം. നമ്മൾ അന്ന് തന്നെ ഉള്ളൊരു വിഷനായിരുന്നു നമുക്ക് UAEയിലും സൗദിയിലും നമ്മൾ എൻ്റർ ചെയ്യണം എന്നുള്ളത്. ഓക്കെ, അങ്ങനെയാണ് ദുബായിൽ ഞാൻ ഇതേപോലെ ഫാമിലിൻ്റെ കാരണം കുട്ടികളുടെ ഒരു എഡ്യൂക്കേഷനും മറ്റു കുട്ടികളുടെ കാരണം ഖത്തറിൽ ഫാമിലി അവർക്ക് കസിൻസ് ഒന്നും ഇല്ലായിരുന്നു, ഒറ്റയ്ക്കായിരുന്നു. ഇവിടെ എൻ്റെ സിസ്റ്ററുണ്ട്, വൈഫിൻ്റെ ഫാമിലി ഉണ്ട്, എല്ലാവരും ഉള്ളതുകൊണ്ട് നമുക്ക് അവർക്ക് കസിൻസൊക്കെ ഉണ്ട്. അതൊരു വെരി ഇമ്പോർട്ടൻ്റ് ആണല്ലോ. നമുക്ക് നാട്ടിൽ നമ്മൾ വളരുമ്പോൾ ഉള്ള ഒരു ഫാമിലി ബോണ്ടിങ്, ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട്സ് ലൈഫിലുണ്ടാവുക നമ്മളെ കസിൻസ് ആയിരിക്കും. ഞാനതെ ഈ ഒരു GCCയിലേക്ക് ആൾക്കാർ മൈഗ്രേറ്റ് ചെയ്യുന്നതിൻ്റെ, പ്രത്യേകിച്ച് ദുബായിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു റീസൺ ഇപ്പം നാട് പോലെ തന്നെ നമ്മുടെ ഫാമിലി ഇവിടെ ഉണ്ട് എന്നുള്ളൊരു റിയാലിറ്റി ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ മൂവ് ചെയ്തപ്പോൾ അതാണ് ഇപ്പോൾ മക്കൾക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു ഭാഗ്യതാണ്. കാരണം അവരുടെ കസിൻസ് ഇവിടെ ഒരു 10-20 കസിൻസ് അവർക്ക് ഇവിടെ ഉണ്ട്. അപ്പം നാട്ടിലെ പോലെ തന്നെ അടുത്തും ആയതുകൊണ്ട് ഇതേം എല്ലാപ്പോഴും മീറ്റ് ചെയ്യുന്നു. അവർക്ക് ആ ഒരു ഭയങ്കര ബോണ്ടിങ് ആയി മാറി. ഖത്തറിലത് അവർക്ക് അൺഫോർച്ചുനേറ്റ്ലി അത്രയും ആളുകൾ ഇല്ലാത്തതുകൊണ്ട് അവർക്കത് കിട്ടിയില്ല. അപ്പോൾ ആ റീസൺ കൊണ്ടാണ് ഞങ്ങൾ തീരുമാനിച്ചത് എന്തായാലും ദുബായിക്ക് ഫാമിലി മൂവ് ചെയ്യാം. പക്ഷേ ഐ ക്യാൻ ഡു ബിസിനസ് എവിടെ ഇരുന്നാലും. ഇപ്പോൾ കോവിഡ് നമ്മളെ പഠിപ്പിച്ചും കൂടെ തന്നല്ലോ, അത് എവിടെ ഇരുന്നാലും നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാന്നുള്ളത്. ബട്ട് തന്നെ അത് ആ ഒരു ടൈമിൽ അത്ര ക്ലിയർ ആയിരുന്നില്ലല്ലേ? ബിഫോർ കോവിഡ് അല്ലേ നിങ്ങൾ മൂവ് ചെയ്ത്? ബിഫോർ കോവിഡ് ആയിരുന്നു. പക്ഷേ നമുക്ക് എവിടെ ഇരുന്നാലും ചെയ്യാന്നുള്ള ആദ്യം അറിയായിരുന്നു. പക്ഷേ കോവിഡ് അതിനെ ഒന്നും കൂടെ എക്യുപ്ഡ് ആക്കി. ഓക്കെ, എല്ലാവർക്കും ചെയ്യാം, എല്ലാവരും എക്യുപ്ഡ് ആക്കി. ഞാൻ അങ്ങനെ പറയാറുണ്ട്. ഈ Zoom ഒക്കെ 2011-12 തുടങ്ങിയ കമ്പനിയാണ്, പക്ഷെ മെയിൻ സ്ട്രീം ആവുന്ന കോവിഡിനെ കൊണ്ട് അങ്ങനെ ഒരു ഗുണമുണ്ടായി എന്ന് പറയാം നമുക്ക്. ഓക്കെ, എല്ലാവരെയും പറയാൻ പറ്റില്ല, വീട്ടിലിരുന്ന് പണിയെടുക്കാൻ പറ്റില്ല എന്ന് ഇനി പറയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഞങ്ങളിവിടെ വന്നപ്പോൾ നമ്മൾ പല ഓപ്പർച്യൂണിറ്റീസും പഠിച്ചു. സ്റ്റീൽ നോക്കി, അലുമിനിയം നോക്കി, അതൊക്കെ ഇവിടെ ഓൾറെഡി മെച്യൂർഡ് മാർക്കറ്റാണ്, ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്. ബാറ്ററി ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്തപ്പോൾ ഇവിടെ ആരും ചെയ്യുന്നില്ല. ഞങ്ങൾ ഇവിടുത്തെ UAEയിലെ ഫസ്റ്റ് ബാറ്ററി റീസൈക്ലിംഗ് ഫാക്ടറിയാണ് ഡുബാറ്റ്. അത് നമ്മൾ നോക്കിയപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ EV ഒരു വലിയ സെക്ടറാണ്. പക്ഷേ കറണ്ട് ബാറ്ററീസ്, ലെഡ് ആസിഡ് ബാറ്ററീസ്, ഇപ്പോഴത്തെ ഉള്ള കാർസിൻ്റെ ബാറ്ററി, അതും ഇവിടെ ആരും റീസൈക്കിൾ ചെയ്യുന്നില്ല. അത് ആക്ച്വലി ഒരു ഭയങ്കര പ്രോബ്ലമാണ് എൻവയോൺമെൻറ്റിന്. കാരണം ഇതിൻ്റെ അകത്ത് ലെഡിൻ്റെ കൂടെ ആസിഡ് ഉണ്ട്, സൾഫ്യൂരിക് ആസിഡ് ഉണ്ട്. അത് നമ്മളിവിടെ പഠിച്ചപ്പോൾ വാട്ട് ഈസ് ഹാപ്പനിങ്, ഇവിടെ നിന്ന് ബാറ്ററി എക്സ്പോർട്ട് ചെയ്ത് പോവുകയാണ്. എക്സ്പോർട്ട് ചെയ്ത് പോകുമ്പോൾ ഇൻ്റർനാഷണൽ എൻവയോൺമെൻറ്റൽ നോംസ് പ്രകാരം ആസിഡ് ഷിപ്പ് ചെയ്യാൻ പാടില്ല. ആസിഡുള്ള ബാറ്ററീസ് ഷിപ്പ് ചെയ്യാൻ പാടില്ല. കാരണം ഇത് കടലിലോട്ടും ഇതൊക്കെ സ്പില്ല് ചെയ്യുന്നുള്ളതുകൊണ്ട് അത് ചെയ്യണം. അപ്പോൾ ഇവിടെ അവരെന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ട് ഇവിടുത്തെ പല ട്രേഡേഴ്സും ചെയ്തതെന്ന് വെച്ചാൽ ഇവിടെ UAE സോയിലിലോട്ട് ഈ ആസിഡിനെ ഇത് ചെയ്തിട്ട് അവരയക്കുമെന്ന്. അതിൽ ലെഡും ഇറ്റ്സ് എ പോയ്സണസ് തിങ്, ആസിഡ് ഇസ് ഓൾസോ പോയ്സണസ് തിങ്. അപ്പോൾ അതൊരു ഭയങ്കര എൻവയോൺമെൻറ്റൽ ക്ലോസ് ക്യാൻസറസ് ആണ്. അത് ഭയങ്കരമായിട്ട് അതൊരു ഭയങ്കര പ്രോബ്ലമായിട്ട് നമുക്ക് മനസ്സിലായി. അങ്ങനെ ഞങ്ങൾ ഗവൺമെൻറ്റിനെ അപ്രോച്ച് ചെയ്തു, ഇതാണ് ഇവിടുത്തെ പ്രോബ്ലം. സോ ദിസ് ഈസ് വൺ തിങ് വേർ വി ക്യാൻ ആഡ് വാല്യൂ. അപ്പോൾ നമ്മൾ പോയിട്ട് ഗവൺമെൻറ് പറഞ്ഞ് ഞങ്ങൾക്കൊരു ബിസിനസ് സെറ്റപ്പ് ചെയ്യണമെന്നില്ല. ഇൻഫാക്ട് ആ സമയത്ത് ഒരു ബാറ്ററി റീസൈക്ലിംഗ് ഇവിടെ ശരിക്കും വയബിൾ അല്ല. കാരണം ഇവിടുന്ന് അത്രയും ഹൈ പ്രൈസിൽ ബാറ്ററി വാങ്ങിപ്പോകുന്നുണ്ട്.
പക്ഷേ നമ്മൾ പറഞ്ഞത് ഞങ്ങൾ ബിസിനസ് ചിലപ്പോൾ ഞങ്ങൾ സെറ്റപ്പ് ചെയ്ത് ഇനീഷ്യലി 1, 2, 3 കൊല്ലം ഞങ്ങൾ നഷ്ടത്തിൽ പോകേണ്ടി വരും. പക്ഷേ ഗവൺമെൻറ് സപ്പോർട്ട് ഇതുണ്ടെങ്കിൽ നമുക്ക് ഈ ബിസിനസ്സിനെ ഞങ്ങൾക്ക് ഒരു ലെവലിൽ കൊണ്ടുവരാം. ഇവിടെ എൻവയോൺമെൻ്റലി ഇത് പ്രോസസ്സ് ചെയ്യും, ഇതിനെ ഒരു ഇതുപോലും ഇല്ലാതെ സോയിലിലോട്ട് പോവില്ല. കംപ്ലീറ്റ് ആസിഡിനെ നമ്മൾ ന്യൂട്രലൈസ് ചെയ്തുകൊണ്ട് നമ്മൾ ലെഡ് ഇല്ലാത്ത രീതിയിൽ അത് ഭൂമിയിലോട്ട് ലെഡും ആസിഡും പോവില്ല. ആ രീതിയിൽ ഞങ്ങൾ പ്രോസസ്സ് ചെയ്യാം. ഞങ്ങൾ ഒരുപാട് ട്രാവൽ ചെയ്തു. അതിൽ എൻ്റെ ഒരു പാർട്ട്നേഴ്സ് നമ്മളെ AP ഗ്രൂപ്പും കൂടിയാണ്, ഷംസുഖയും അമീൻക്കും എന്നാണ്. ഞങ്ങൾ ഒരുപാട് ട്രാവൽ ചെയ്തു, ഒരുപാട് സ്ഥലത്ത് പോയി ഞങ്ങൾ കണ്ടു, പഠിച്ചു. അങ്ങനെയാണ് ആ ടെക്നോളജിയോടെ കൊണ്ടുവന്നു. ഗവൺമെൻറ്റിനോട് സംസാരിച്ചു. ഗവൺമെൻറ് ഭയങ്കര ഇൻട്രസ്റ്റഡ്-ആയി. മിനിസ്റ്റർ ഓഫ് എൻവയോൺമെൻറ്റും ട്രേഡും ഇൻഡസ്ട്രിയും അവരൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റഡ്-ആയി. എന്താണ് നമുക്ക് ഒരു ലൈസൻസിങ് തന്നതും. ഇൻഫാക്റ്റ് വെരി ക്വിക്ക് ഇതിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ഈ ഒരു പ്രപ്പോസൽ കൊടുത്തു, അവർക്ക് ഇൻട്രസ്റ്റഡ്-ആയി. നമ്മൾ ലാൻഡ് ഞങ്ങൾക്ക് കിട്ടിയിട്ട് 9 to 10 months ഞങ്ങൾ ഫാക്ടറി റണ്ണിങ് ആക്കി. ഇലോൺ മസ്ക് ചൈനയിലെ ഫാക്ടറി ഇങ്ങനെ 10 മാസം കൊണ്ട് ഓപ്പൺ ആക്കി എന്ന് പറഞ്ഞിട്ടൊരു ലൈക്ക് സിമിലർലി നിങ്ങൾ ഭയങ്കര സപ്പോർട്ടായിരുന്നു. സൈസ് എത്രയുണ്ട് ലൈക്ക് ഈ ഫാക്ടറിയുടെ കപ്പാസിറ്റി വൈസ്? കപ്പാസിറ്റി ഇപ്പോൾ അറ്റ് പ്രസൻറ്റ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ 800 ton ലെഡ് ഔട്ട്പുട്ടാണ്. ഇപ്പോൾ ഞങ്ങളത് എക്സ്പാൻഡ് ചെയ്യുന്നു പെർ ഡേ പെർ മന്ത്. ഓക്കെ ഇപ്പോൾ ഞങ്ങളത് എക്സ്പാൻഡ് ചെയ്തിട്ട് 2000 പോവുകയാണ്. 2000 ton പെർ മന്ത് ഓഫ് ലെഡ് ഔട്ട്പുട്ട്. അപ്പോൾ അത് ഇവിടെ എസ്റ്റാബ്ലിഷ് ചെയ്തു. ഞങ്ങൾ എസ്റ്റാബ്ലിഷ് ചെയ്തതിന് ശേഷം ഒരു ഫാക്ടറിയും കൂടെ ഇവിടെ വന്നു. വലിയ ഗ്രൂപ്പാണ് അവരിവിടെ ഓൾറെഡി എസ്റ്റാബ്ലിഷ് ചെയ്തു. ഇപ്പോൾ അവരും വന്നു. പക്ഷേ വി ആർ നോട്ട് കോമ്പറ്റീറ്റേഴ്സ്. ഞങ്ങൾ അവരുടെ CEOയും അവരുടെ ഓണേഴ്സും ഞങ്ങൾ ഇനോഗ്രേഷൻ ഞങ്ങൾ അവരെ വിളിച്ചിട്ടുണ്ട്. ഓക്കെ, ഞങ്ങളും അടുത്തടുത്താണ്. ആക്ച്വലി 2 സ്ട്രീറ്റ് അപ്പാർട്ടേ ഉള്ളൂ ഇൻഡസ്ട്രിയൽ ഏരിയ, സെയിം ഇൻഡസ്ട്രിയൽ ഏരിയയിലാണ്. സോ വി വർക്ക് ഹാൻഡ് ഇൻ ഹാൻഡ്. വി ടെൽ ദം ലൈക്ക് വേർ വി ക്യാൻ ഇംപ്രൂവ് ഓർ നമുക്കുള്ള മിസ്റ്റേക്സും നമ്മൾ പഠിച്ചതും ഞങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കും. അവരുടെ ഇൻസൈറ്റ് ഞങ്ങൾക്ക് പറഞ്ഞു തരാറുണ്ട്. സോ നമ്മളുടെ ഒരു കോൺസെപ്റ്റ് അതാണ്. നമുക്ക് വെൻ വി ഡു ബിസിനസ് യു ക്യാൻ കോമ്പീറ്റ് ആൻഡ് ലൈക്ക് ഡു ബിസിനസ്. അതിനേക്കാളും നല്ലത് കോംപ്ലിമെൻ്റ് ചെയ്ത് ചെയ്യാം. ഓക്കെ, ലൈക്ക് നിങ്ങളും വളരും അവരും വളരും. ഇനഫ് മാർക്കറ്റ് സൈസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും. ഓക്കെ, ഇനി ഇല്ലെങ്കിൽ പോലും ഓക്കെ, രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലുന്നതിനേക്കാളും നല്ലത് യു ക്യാൻ ഹാവ് എ ലിറ്റിൽ ബിറ്റ് ഷെയർ ഓഫ് ബോത്ത്. യെസ്, കോഎക്സിസ്റ്റ് ചെയ്യാം. അപ്പോൾ ആ ഒരു ഇതിൽ അവരായിട്ട് ചെയ്തു. ഇപ്പം ഞങ്ങൾ ഇപ്പോൾ അവരുമായിട്ട് നല്ല രീതിയിലാണ് വർക്ക് ചെയ്യുന്നത്. ക്യാപിറ്റൽ ഇൻറ്റൻസീവാണ്. എല്ലാ റീസൈക്ലിങ്ങും എല്ലാ മാനുഫാക്ചറിങ്ങും ക്യാപിറ്റൽ ഇൻറ്റൻസീവാണ്. അതുകൊണ്ട് ഒരു പുതിയ എൻട്രൻറ്റിന് ടഫായിരിക്കും അല്ലേ? ടഫായിരിക്കും അന്ന്. ഓക്കെ, ടഫാണ്. പക്ഷേ എന്നാലും നമുക്കും ടഫാണ്. കാരണം ഇനീഷ്യൽ ക്യാപിറ്റലും ഇനീഷ്യൽ വർക്കിംഗ് ക്യാപിറ്റലും വെരി ഹൈ ആണ്. ആൻഡ് വിൽ ടേക്ക് ടൈം ഫോർ ബ്രേക്ക് ഈവൻ ഓൾസോ. പക്ഷേ ആ ഒരു വിഷനും ആ ഒരു ഇതിലും സ്റ്റിക്ക് ഓൺ ചെയ്ത് പോകണം. നമ്മൾ ട്രേഡിംഗ് ഒന്നും ചെയ്യുന്ന പോലെ ഇന്നിട്ട് 2-3 മാസം കൊണ്ട് നമുക്ക് പൈസ തിരിച്ചെടുക്കാൻ പറ്റുന്ന കൈൻഡ് ഓഫ് ബിസിനസ് അല്ല. പക്ഷേ നമുക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ കൂടുതലാണ്. കാരണം നമുക്ക് എന്തെങ്കിലുമൊക്കെ നമ്മൾ പറഞ്ഞ പോലെ നമ്മളൊരു സാധനം ഉണ്ടാക്കിയിട്ട് അത് വരുമ്പോൾ നമുക്ക് നമ്മളുടെ ഒരു സ്വന്തം കുട്ടിയെ കാണുന്ന പോലെയാണ്. നമുക്ക് എന്തെങ്കിലും ഒരു സാധനം നമ്മളൊക്കെ ഫാക്ടറിയിൽ നിന്ന് ഒരു പ്രോഡക്റ്റ് പുറത്തോട്ട് വരുമ്പോൾ നമ്മൾ ഉണ്ടാക്കിയൊരു സാധനം അതിന് ഉണ്ടല്ലോ, അതൊരു സാറ്റിസ്ഫാക്ഷൻ. പിന്നെ നമ്മൾ എൻവയോൺമെൻറ്റിനോട്ടും കൺട്രിക്കും എന്തെങ്കിലും ഒരു വാല്യൂ ആഡ് ചെയ്യുന്നു എന്നുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ, നെക്സ്റ്റ് ജനറേഷന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യുന്നു എന്നുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ. അതുകൊണ്ടൊരു ഭയങ്കര സാറ്റിസ്ഫാക്ഷനാണ്. ഞാൻ അതുകൊണ്ടാണ് ആ ഫീൽഡിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്തതും എല്ലാവരെയായിട്ടും നമ്മളെല്ലാ പാർട്ട്നേഴ്സിനും ഒക്കെ ആ ഒരു ഫീൽഡിലോട്ട് നമ്മൾ കൊണ്ടുവന്നതും. ഈ ബാറ്ററി ഇപ്പോൾ നിങ്ങൾ ലെഡ് ആസിഡ് ആണല്ലോ, ഇപ്പോൾ നമ്മൾ ലെഡ് ആസിഡ് ആണ് ചെയ്യുന്നത്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ലിഥിയം ബാറ്ററികൾ ഇപ്പോൾ കൂടുതൽ കോമൺ ആവുന്നുണ്ട്. ലിഥിയം ഞങ്ങൾ പഠിച്ചു. ഞങ്ങൾ ഓൾറെഡി അതിന് വേണ്ടി എക്സ്പാൻഷന് വേണ്ടിയിട്ട് ലാൻഡ് നമ്മൾ ചെയ്തപ്പോൾ തന്നെ നമ്മൾ സൈൻ ചെയ്തിരുന്നു. ഇൻഫാക്ട് ഞങ്ങൾ ഇവിടുത്തെ ഡുബാറ്റിൻ്റെ ഫാക്ടറി നമ്മൾ ഇനോഗ്രേറ്റ് ചെയ്ത് ഞങ്ങൾക്ക് ഒന്ന് ഭയങ്കര ഭാഗ്യമുണ്ടായി. 3 മിനിസ്റ്റേഴ്സ് ഞങ്ങൾ ഇനോഗ്രേഷനിൽ പങ്കെടുത്തു. മിനിസ്റ്റർ ഓഫ് എക്കോണമി, മിനിസ്റ്റർ ഓഫ് ട്രേഡ്, മിനിസ്റ്റർ ഓഫ് ഫോറിൻ അഫയേഴ്സ്, 3 പേരും ഞങ്ങൾ അതിൻ്റെ അകത്ത് വന്ന് പങ്കെടുത്തു. അന്ന് തന്നെയാണ് ഞങ്ങൾ നെക്സ്റ്റ് എക്സ്പാൻഷന് ലിഥിയത്തിൻ്റെ ഒരു പ്ലാന്റ് ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ സൈൻ ചെയ്തു. ലിഥിയവും ബാറ്ററിയിൽ നിന്ന് വരുന്ന പ്ലാസ്റ്റിക്കും. സോ റീസൈക്കിൾ എവറിത്തിങ്, 0 ലാൻഡ് ഫിൽ. അപ്പോൾ ഇവിടെ ഷെയ്ഖ് ഹംദാൻ്റെ ഒരു കോൺസെപ്റ്റ് ഉണ്ട്, ലൈക്ക് 0 ലാൻഡ് ഫിൽ ആയിരിക്കണം എന്നുള്ള. അപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കോൺസെപ്റ്റും കൂടെ ആയിട്ട് നമ്മൾ ഏർലിയർ ശരിക്കും ഇതിന് മുൻപത്തെ ഒരു പീരീഡിൽ ഇവിടെ വേസ്റ്റ് ഡംപിങ്ങിൽ എനിക്ക് തോന്നുന്നു ലാൻഡിന് ഇത് ഉണ്ടാക്കുന്ന ഡാമേജിനെ പറ്റി മുൻപ് അത്ര ഒരു കെയർ ഉണ്ടായിരുന്നില്ല അല്ലേ? എല്ലായിടത്തും ആ ഒരു കോൺസെപ്റ്റ് കുറവായിരുന്നു. ഇവിടെ അതുപോലെ തന്നെ ആയിരുന്നു. ഒരുപാട് സാധനം ലാൻഡ് ഫില്ലിലേക്ക് പോകുന്നുണ്ടായിരുന്നു. ഓക്കെ, കൾട്ടിവേഷൻ ഇല്ലാത്തതുകൊണ്ട് ഇവിടെ ഇവർക്ക് നമ്മളിപ്പോൾ ഇന്ത്യയിലോ
മറ്റേ വേറെ രാജ്യങ്ങളായിട്ട് യൂറോപ്പൊക്കെ ആയിട്ട് നോക്കുമ്പോൾ ഇവർക്കൊരു പ്രോബ്ലം കുറവായിട്ട് തോന്നിയത് ഇവിടെ മഴ ഇല്ലാത്തതുകൊണ്ട് ഇതിൽ നിന്ന് ലീച്ചായിട്ട് ഫോമേഷൻ, ലീച്ചായിട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ മഴ വന്നിട്ട് അതിന് സ്ലറി പോലെ ഫോം ചെയ്യുമല്ലോ, അത് ഡ്രിങ്കിങ് വാട്ടർക്കും ഇതൊക്കെ പോകുന്നൊക്കെ പ്രോബ്ലം ഇവർക്ക് ഇല്ലായിരുന്നു. കാരണം ഇത് ഡ്രൈ ആയി കിടക്കുന്നതുകൊണ്ട് വലിയ കുഴപ്പമില്ല. നമുക്ക് യൂറോപ്പിലായാലും ഇന്ത്യയിലായാലൊക്കെ ഉള്ള ഫോം ഇത് വെള്ളം വന്ന് ഈ എന്താണ് വേസ്റ്റും ഇതും കൂടെ മിക്സായി അത് പല നമ്മളെ ഡ്രിങ്കിങ് വാട്ടർ സോഴ്സിലോട്ടൊക്കെ പോകുമ്പോൾ കുടിവെള്ളത്തിലൊക്കെ പോകുമ്പോഴുള്ള ബുദ്ധിമുട്ടുണ്ട്. ഇവിടെ അതില്ലായിരുന്നു. പക്ഷേ ഇവരൊക്കെ അത് മനസ്സിലായി തുടങ്ങിയത് ഇത് ഫ്യൂച്ചറിൽ വരുമ്പോൾ ലാൻഡിലോട്ട് ഇത് പ്രോബ്ലം തന്നെയാണ്, എത്ര വർഷം എടുത്താലും ചിലപ്പം ചാവുന്നില്ല, പിന്നെ ഈ ആസിഡ് പോകുന്നതൊക്കെ പ്രോബ്ലം ആണെന്ന്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇവർ വളരെ കെയർഫുള്ളാണ്. ഒരുപാട് ഇനിഷ്യേറ്റീവ് എടുക്കുന്നുണ്ട്. സീറോ ലാൻഡ് ഫില്ലിലോട്ട് പോകാനും വേസ്റ്റ് ടു എനർജി പ്രോസസ്സ് ചെയ്യാനും റീസൈക്ലിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടും എല്ലാ എമിറേറ്റിലും എല്ലാ GCCയിലും അതിന് സ്പെഷ്യൽ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്. ഇപ്പോൾ ഇവിടെ ദുബായിൽ നോക്കുകയാണെങ്കിൽ ഒരു പുതിയൊരു തന്നെ ഒരു മിനിസ്ട്രി അവർ ഫോം ചെയ്തിട്ടുണ്ട് ക്ലൈമറ്റ് ചേഞ്ചിനും എൻവയോൺമെൻറ്റിനും വേണ്ടിയിട്ട്. അപ്പോൾ അവർ നമ്മളൊക്കെ ബാക്കിയുള്ള ഡെവലപ്ഡ് കൺട്രീസിനേക്കാളും കൂടുതൽ ഇനിഷ്യേറ്റീവ്സ് അവരിതിന് കാണിക്കുന്നുണ്ട് ഇപ്പോൾ. അല്ല, ഞാൻ ഇവിടുത്തെ ഒരു മാറ്റർ ഞാൻ UAE സ്പെസിഫിക് ആയിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്. UAE ആഫ്രിക്കയിൽ ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ് മേക്ക് ചെയ്യുന്നുണ്ട്. മെയിൻലി കൃഷിയിടങ്ങൾ വാങ്ങിയിട്ട് അവിടെ കൃഷി ചെയ്തിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരുന്നുണ്ട്. ബട്ട് ദെൻ റീസെൻ്റ്ലി ഞാനിവിടെ എനിക്കൊന്ന് ബിസിനസ് ബേൻ്റെ അവിടെ നിന്ന് അങ്ങോട്ട് പോയിട്ടാണ് തോന്നുന്നുണ്ട്, ഒരു വലിയ ഫാം വെജിടെക് എന്ന് പറഞ്ഞിട്ടൊരു കമ്പനി. അവർ ഈ ലേഡായിട്ട് അർബൻ വെർട്ടിക്കൽ ഫാമിങ് ചെയ്യുന്നത്. അതിപ്പോൾ ഇവിടെ നന്നായിട്ട് കൂടി വരുന്നുണ്ട്. അപ്പോൾ എനിക്കത് കൃഷി ഇവിടെ അർബൻ സെറ്റപ്പിൽ തന്നെ ചെയ്യാമെന്നുള്ള ഒരു ചിന്തയൊക്കെ വന്നപ്പോഴാണോ ഇനി അവർ ലാൻഡിനെ കൂടുതൽ കെയർ ചെയ്യണം എന്നൊക്കെ തീരുമാനിച്ചിട്ടുണ്ടാവുക? ആയിരിക്കാം. കാരണം അവർ ഇവിടെ ഗ്രീനറി പ്രൊമോട്ട് ചെയ്യണം. കൃഷി വെർട്ടിക്കലായിരിക്കാം, അതല്ലാതെ തന്നെ മരുഭൂമി ഇഷ്ടം പോലെ ലാൻഡ് ഉണ്ട്. പക്ഷെ ലാൻഡ് ഉള്ളതുകൊണ്ട് മാത്രമല്ല, ലാൻഡ് ഇപ്പോൾ പല സ്ഥലത്തും ഉണ്ട്. നമ്മൾ കാണുന്നത് പല സ്ഥലത്തും ഉള്ള ഗ്രീനറിനെ വെട്ടി നശിപ്പിച്ചിട്ട് പലതും ചെയ്യുന്നു. ഇവർ ഇല്ലാത്തടത്ത് ഉണ്ടാക്കുന്നു. പക്ഷെ അതിനകത്ത് ഒരുപാട് ചേഞ്ച് ഇവിടെ കാണാം. നിങ്ങളിപ്പോൾ നോക്കുകയാണെങ്കിൽ ഇവിടുത്തെ സമ്മറിലെ ചൂട് നിങ്ങൾക്ക് നോക്കിയാൽ ആക്ച്വലി 1-2 ഡിഗ്രി കുറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സമ്മറിൻ്റെ ഡ്യൂറേഷനും കുറഞ്ഞിട്ടുണ്ട്. കാരണം അതിൽ ഗ്രീനറി ആയിരിക്കാം ഒരു ഫാക്ടർ. ഒരുപാട് വാട്ടർ ബോഡീസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരുപാട് എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഗ്രീനറി നേച്ചറിൻ്റെ ഒരു അനുഗ്രഹമാണല്ലോ. ഓക്കെ, അപ്പോൾ അതൊരു നല്ലത് തന്നെയാണ്. ഇവർ ഒരുപാട് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഏത് പ്രോജക്റ്റ് ചെയ്യുകയാണെങ്കിലും എത്ര % ഗ്രീനറി വേണമെന്നും. പിന്നെ ഫുഡ് സെക്യൂരിറ്റി ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് തിങ്. അപ്പോൾ ഇവർ പുറത്തുള്ള രാജ്യത്ത് എപ്പോഴും ഇമ്പോർട്ട് ചെയ്യുന്നതിനേക്കാളും ഇവിടെ തന്നെ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ. പിന്നെ വെർട്ടിക്കൽ ഫാമിംഗ് സംതിങ് എ ന്യൂ കോൺസെപ്റ്റ്. അക്വാപോണിക്സും ഹൈഡ്രോപോണിക്സും ന്യൂ കോൺസെപ്റ്റ്. പലതും ഇവിടെ തന്നെ ചെയ്യാം. യു ഡോണ്ട് നീഡ് സോയിൽ നൗ. ഓക്കെ, പുതിയ കൾട്ടിവേഷൻ അനുസരിച്ച് എനിക്ക് ഏക്കർ കണക്കിന് സ്ഥലത്തുണ്ട്. ബട്ട് ദെൻ ഒന്നും മണ്ണില്ല. ഓക്കെ അല്ലേ? അതെ. അപ്പോൾ ഇപ്പോൾ പുതിയ അതിൽ ഇപ്പോൾ നമ്മൾ ഹൈഡ്രോപോണിക്സ് ചെയ്യുകയാണെങ്കിൽ യു ഡോണ്ട് നീഡ് നമുക്ക് മണ്ണിൻ്റെ ആവശ്യമില്ലല്ലോ. ഓക്കെ, അവർ സാഫ്രൺ ചെയ്യുന്നുണ്ട്. ഞാൻ നമ്മളെ പണ്ടത്തെ കണ്ടൽക്കാടുകൾ ഉണ്ടല്ലോ നാട്ടിൽ, അതാണ് ഹൈഡ്രോപോണിക്സിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ. അതായത് ഏറ്റവും കൂടുതൽ നന്നായിട്ട് കണ്ടൽക്കാട് ഉണ്ടായിരുന്നത് വെള്ളത്തിൻ്റെ അടുത്താണ്. കാരണം അതാ ഒരു സർക്കുലർ എക്കോണമി. ദർ ഇസ് നോ വേസ്റ്റേജ്. കാരണം പ്ലാന്റിൻ്റെ വേസ്റ്റേജും അതിൻ്റെ കാർബൺ ഡൈ ഓക്സൈഡും അതിൽ നിന്ന് വരുന്ന നൈട്രജനും വെള്ളത്തിലോട്ട് പോകുന്നത് ഫിഷിന് ഏറ്റവും വലിയ ഒരു ഇതാണ്. അതിൽ നിന്ന് വരുന്ന ഫിഷിൻ്റെ വേസ്റ്റും അതിൻ്റെ എക്സ്ക്രീഷൻസും അതിൻ്റെ ഓക്സിജൻസും തിരിച്ച് കാർബൺ ഡൈ ഓക്സൈഡും അതൊരു സർക്കുലർ എക്കോണമി. സോ ദ സെയിം തിങ് അതാണ് ഇവരും ചെയ്യുന്നത്. അത് ഗിവിങ് ദം ഗുഡ് റിസൾട്ട്. ലൈക്ക് ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ പല സാധനങ്ങളും ഇവിടെ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പല വെജിറ്റബിൾസും ആയാലും പല സാധനങ്ങളായാലും ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഈവൻ ഡിമാൻഡ് കംപ്ലീറ്റ്ലി ഫുൾ ആവുന്നുണ്ടല്ലോ. ഇപ്പോഴും ഒരുപാട് ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഇസ് കറന്റ് ഡിമാൻഡ് ഇസ് ഓൾസോ വിത്ത് പോപ്പുലേഷനും കൂടുന്നുണ്ടല്ലോ. നമ്മളെ മഞ്ചേരി മാർക്കറ്റിൽ നിന്നൊക്കെ ഫ്രൂട്ട്സ് വരുന്നുണ്ട്. തീർച്ചയായിട്ടും. അല്ല, നമ്മൾ നോക്കേണ്ട ഇവിടുത്തെ പോപ്പുലേഷനും കൂടുന്നുണ്ട്, ഇവരുടെ ഡെവലപ്മെൻറ്റും കൂടുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ഇവരുടെ ഡിമാൻഡും കൂടും. പക്ഷേ അറ്റ്ലീസ്റ്റ് അവരിവിടെ എന്ത് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ റീസെൻ്റ്ലി ഗോതമ്പിൻ്റെ ഒരു വലിയൊരു കൾട്ടിവേഷൻ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു പ്ലാൻ ഉണ്ട്. ഐ തിങ്ക് ഇറ്റ്സ് ഓൾറെഡി സ്റ്റാർട്ടഡ്. ഷാർജയിൽ എവിടെയായിട്ട് ഒരു ഗോതമ്പ് പാടം ചെയ്യാനുള്ളൊരിതുണ്ട്. റൈസ് ചെയ്യാനുള്ളതുണ്ട്. സൗദിയിൽ ദേ ഓൾറെഡി സ്റ്റാർട്ടഡ് പ്രോസസ്സിങ് റൈസ്. എൻ്റെ ഒരു ഫ്രണ്ടാണ് ചെയ്യുന്നത്. ഓക്കെ, അവർ റൈസ് നാട്ടിൽ നിന്നും പല സ്ഥലത്തും ഇമ്പോർട്ട് ചെയ്യണം, പക്ഷേ പ്രോസസ്സിങ് ചെയ്യുന്നുണ്ട്. സ്ലോലി ദേ വോണ്ട് ടു ഗോ ഇൻ ടു കൾട്ടിവേഷൻ ഓൾസോ. അപ്പോൾ അവർ എല്ലാം അവർക്ക് വേണ്ടി ഫ്ലൈറ്റിൽ വരുന്ന സമയത്ത് വലിയ പച്ചപ്പുള്ള റൗണ്ടോ അല്ലെങ്കിൽ അങ്ങനെ പല ഷേപ്സിലൊക്കെ ഇങ്ങനെ പോകുമ്പോൾ ഇങ്ങനെ കൾട്ടിവേഷനാണ്. അപ്പോൾ ഈ ശരിക്ക് ഈ GCCയുടെ ഇപ്പോൾ ഈ കറണ്ട് ട്രാൻസിഷൻ നിങ്ങൾ കാണുന്നുണ്ടല്ലോ.
അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇതിൻ്റെ ഒരു കണ്ടിന്യൂസ് ചോദ്യമുണ്ട്. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ കോൺസുലിൽ നമുക്കൊരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് കോൺസുൽ ജനറലിനെ മീറ്റ് ചെയ്ത സമയത്ത് പുള്ളി അതിൽ പറയുന്നുണ്ട് 4.3 മില്യൺ ഇന്ത്യൻസ് ഇന്നിവിടെ ഉണ്ട്, UAE ടോട്ടലി UAE അപ്പോൾ ഇപ്പോൾ ഇവൻ ജനറലി ഇപ്പോൾ ഖത്തർ നോക്കിയാലും സൗദി നോക്കിയാലും ഒക്കെ വലിയ എക്സ്പാറ്റ് പോപ്പുലേഷൻ ഇന്ത്യൻ ആയിരിക്കും, ഒരു മെജോറിറ്റി. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ ഒരു ഫ്യൂച്ചർ എങ്ങനെയാണ് കാണുന്നത്? അതായത് ഇതിനിയും കൂടോ, അല്ല ഇതൊരു പോസ്റ്റ് ഓയിൽ വേൾഡ് തുടങ്ങിയല്ലോ, അല്ലെങ്കിൽ ഓയിലിന് ശേഷമുള്ള ഒരു ലോകത്തിലേക്ക് തയ്യാറെടുപ്പ് ഇത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കൈൻഡ് ഓഫ് മൈഗ്രേഷൻ ഇനി ഫ്യൂച്ചറിൽ ഉണ്ടാവൽ എങ്ങനെയായിരിക്കും? അതുപോലെ ഈ രാജ്യങ്ങൾ ഇപ്പോൾ ഓയിൽ എടുത്ത് വെച്ചാൽ പൊതുവിൽ ഒരു നമ്മുടെ നാട്ടിലുള്ള ഒരു പെർസെപ്ഷനാണ്, എനിക്ക് തോന്നുന്നു അധികവും സാധാരണക്കാർക്കിടയിലുള്ള ഒരു പെർസെപ്ഷനാണ്, അറബികൾക്ക് കാര്യമായിട്ട് ബുദ്ധിയൊന്നുമില്ല, അപ്പോൾ അറബികളെ പറ്റിക്കാൻ എളുപ്പമാണ്, അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. അതുപോലെ കൈൻഡ് ഓഫ് അവർക്ക് ഇനി സസ്റ്റെയിൻ ചെയ്യാനും കഴിയില്ല. ഓയിൽ കഴിഞ്ഞാൽ ബംഗാളികൾ നാട്ടിൽ പണിക്ക് വരുന്ന പോലെ കേരളത്തിൽ പണിക്ക് അറബികൾ വരുന്ന കാലം സ്വപ്നം കാണുന്ന ആൾക്കാരുണ്ട്, തമാശ രൂപത്തിലാണെങ്കിലും തീർച്ചയായിട്ടും ആ രീതിയിൽ കാണുന്നവരുണ്ട്. ബട്ട് ദെൻ ബീയിങ് ആൻ ഇൻഡസ്ട്രിയലിസ്റ്റ് ഹിയർ, പുതിയ ഇൻഡസ്ട്രികൾ നിങ്ങൾ സെറ്റ് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾ സംതിങ് അതിനേക്കാളും അപ്പുറത്തേക്ക് കാണുന്നുണ്ടല്ലോ. ഇപ്പോൾ ഒരു ഇൻഡസ്ട്രി സെറ്റ് ചെയ്യാൻ പറയുന്നത് നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ട്രേഡിംഗ് പോലെയല്ല. ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ ഫ്യൂ മന്ത്സിൽ ക്യാപിറ്റൽ റിട്ടേൺ ആവും. ഇത് മൈറ്റ് ടേക്ക് സം ഇയേഴ്സ്. ചില ഇൻഡസ്ട്രികൾ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ബാറ്ററിയൊക്കെ ചിലപ്പോൾ കുറച്ചും കൂടെ ടൈം എടുത്തേക്കാം. സ്റ്റീലിന് എനിക്കൊന്ന് ടേൺ അറൗണ്ട് കുറച്ചും കൂടെ പെട്ടെന്നായിട്ടുണ്ട് അല്ലേ, ബിക്കോസ് ഓഫ് 4 years. അതെ, അത് ഒരുപാട് എന്താണ് ഗവൺമെന്റിന്റെ ഹെൽപ്പും കൺട്രിയുടെ സപ്പോർട്ടും ഒക്കെ ഉള്ളതുകൊണ്ടാണ്. ഓക്കെ ജനറലി ഒരു ഇൻഡസ്ട്രി പറഞ്ഞാൽ 7 to 10 years ഒക്കെ ആയിരിക്കും ടേൺ അറൗണ്ട് പറയാം. അപ്പോൾ ഒരു അനദർ 10+ yearsലേക്ക് നിങ്ങൾ ഇവിടെ ഇൻവെസ്റ്റഡ് ആണ്. അതെ. സോ വാട്ട് യു സീ സ്പെഷ്യൽ ഈ ഒരു അതെ, നമ്മൾ ഇപ്പോൾ അതിൽ നമ്മൾ പറയുന്നു ഇപ്പോൾ ഓയിലാണ് എന്നാണ് ഇവരുടെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആക്ച്വലി കറക്റ്റ് അല്ല. കാരണം ദുബായിക്ക് ഓയിലില്ല. ഓക്കെ, ഇന്ന് ഏറ്റവും കൂടുതൽ ഡെവലപ്പ് ആയിട്ടുള്ള GCCയിലെ ഒരു പ്ലേസ് ദുബായ് ആണ്. ഹൗ ഡിഡ് ദേ ഡു? ഓക്കെ, ഇറ്റ്സ് എ വിഷൻ. ഓക്കെ, അവർക്ക് നമ്മൾ ബുദ്ധിയില്ല എന്ന് പറയുന്നത് കറക്റ്റ് അല്ല. കാരണം അവരുടെ ഇംപ്ലിമെൻറ്റേഷനും അവരുടെ ലൈക്ക് ട്രാൻസ്പെറൻസിയും ദ കംഫർട്ട് അവർ തരുന്നത്. നമുക്കിപ്പോൾ നോക്കുകയാണെങ്കിൽ നമ്മൾ പല ആൾക്കാരും വേറൊരു കാര്യം പറയാണ്ട് നമ്മളിവിടെ എത്ര ജീവിച്ചാലും നമുക്ക് സിറ്റിസൺഷിപ്പ് കിട്ടില്ല. പല രാജ്യത്തും പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടും, അതുണ്ട്. പക്ഷേ ഇവിടെ നമുക്ക് ഇതില്ലെങ്കിൽ പോലും നമുക്ക് എല്ലാ റൈറ്റ്സും അവർ ലൈക്ക് നമുക്ക് സിറ്റിസൺ അല്ല എന്നുള്ളൊരു ഫീലിംഗ് നമുക്ക് തരില്ല. GCC രാജ്യങ്ങൾ നമ്മൾ ദേ ആർ ട്രീറ്റഡ് ആസ് ലൈക്ക് അവരെ പോലെ തന്നെ എല്ലാ രീതിയിലും. ഓക്കെ, ഒരു റേസിസമോ ഒരു ഇതുമില്ലാതെ, ഒരു സെക്യൂരിറ്റി പ്രോബ്ലംസോ ഒന്നുമില്ലാതെ അവർക്ക് കൊടുക്കുന്ന എല്ലാം തന്നുകൊണ്ട് നമുക്ക് ചെയ്യുന്ന ഒരു രാജ്യങ്ങളാണ് എല്ലാ GCCയും. ഇവർ ഓയിലിന് അവരുടെ ഒരു പ്രൈമറി സെക്ടറായിരുന്നു അവരുടെ റവന്യൂ ജനറേറ്റിംഗ്. അതെ, പക്ഷേ എല്ലാ രാജ്യങ്ങളും ദേ ആർ ആക്ച്വലി ഗോയിങ് ഇൻ ടു നോൺ ഓയിൽ റവന്യൂസ്. ദുബായ് എൻ്റെ ഏറ്റവും വലിയൊരു എക്സാമ്പിളാണ്. ഇന്ന് പല സെക്ടേഴ്സും നമ്മൾ നോക്കുകയാണെങ്കിൽ ദുബായ് അതിൻ്റെ ട്രേഡിംഗ് ഹബ്ബാണ് ഗോൾഡിൻ്റെ. ഓക്കെ, ഇവിടെ ഗോൾഡ് മൈനിങ്ങോ ഗോൾഡ് ഇതോ ഇല്ല. പക്ഷേ ഇന്ന് ഗോൾഡിൻ്റെ ഇൻക്ലൂഡിങ് ദ മെയിൻ ട്രേഡിംഗ് ഡിസിഷൻസ് ആർ ടേക്കൺ ഫ്രം ഹിയർ. കോഫി, ഓക്കെ, കോഫിയുടെ വേൾഡ് ക്യാപിറ്റൽ ഇസ് ദുബായ് നൗ. ഒരു ജംഗ്ഷൻ ആണല്ലേ ശരിക്കും, ഒരു ജോഗ്രഫിക്കൽ അഡ്വാൻറ്റേജ്. ജോഗ്രഫിക്കൽ ഇത് മാത്രം കൊണ്ടല്ല, ഇറ്റ്സ് ദർ വിഷൻ. ദേ ആർ ലൈക്ക് ബ്രിങ്ങിങ് ലോട്ട് ഓഫ് തിങ്സ്. എനിക്ക് ലോകത്തിലെ വൺ ഓഫ് ദ ബിസിയസ്റ്റ് പോർട്ട്സ് ആണ് ജബൽ അലി പോർട്ട്. The busiest port, one of the busiest airports, still going bigger. They are again trying Maktoum Airport. അപ്പോൾ കോഫി, ഇതേപോലെ മാതിരി കോഫി പല സെക്ടേഴ്സും അവർ ദേ വോണ്ട് ടു ബ്രിങ് ചെയ്യുക. അബുദാബി നമ്മൾ വളരെയധികം ഒരു ഇതിലോട്ട് കാണേണ്ട ഒരു ഇതാണ്. നമ്മളെല്ലാവരും വിചാരിച്ചു അബുദാബി അവർ ഒരുപാട് പൈസ ഉണ്ട്, ഓക്കെ, ഓയിലിൽ ഒരുപാട് ഇതുണ്ട്, അവർക്കൊന്നും ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ അവരൊക്കെ സ്റ്റാർട്ടഡ് തിങ്കിങ് ലോട്ട് മോർ. ഇപ്പോൾ AI നമ്മളിപ്പോൾ എല്ലാവരും പറയുന്നൊരു ഫീൽഡാണ് AI-യുടെ ലൈക്ക് സെക്യൂരിറ്റി ക്യാപിറ്റൽ വിൽ ബി അബുദാബി. Okay, like they are already working on it. So like the world capital will be Abu Dhabi. Health sector-ൽ അവർ നമ്മൾ നോക്കുകയാണെങ്കിൽ ഹെൽത്ത് സെക്ടറിലോട്ട് they want to become the world capital of health sector Abu Dhabi. ഓൾറെഡി ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ട്. ഇപ്പോൾ ക്ലീവ്ലൻഡ് ലൈക്ക് US-ലെ നമ്മളെ ഹെൽത്തിൻ്റെ ഇത് പറയുമ്പോൾ 2 പ്രൈമറി ഇതാണ് നമ്മളെപ്പോഴും റെഫർ ചെയ്യുന്നത്, മയോ ക്ലിനിക്കും ക്ലീവ്ലൻഡും. ഓൾറെഡി ക്ലീവ്ലൻഡിന് ദേ ഹാവ് എ വെരി ഗുഡ് ബേസ് ഇൻ Abu Dhabi.
ആൻഡ് ദ ഫെസിലിറ്റി അമേസിങ് ഫെസിലിറ്റിയാണ്. ഞാൻ എന്താണ് ഒരു സ്വയം എന്താണ് അതിനെ എക്സ്പീരിയൻസ്ഡ് പേഴ്സണാലിറ്റിയാണ്. കാരണം എനിക്ക് ഞാൻ എന്താണ് 2 കൊല്ലം മുമ്പ് ഒരു കിഡ്നി എന്താണ് ഫെയിലിയർ വന്നു, ട്രാൻസ്പ്ലാന്റ് ആവശ്യം വന്നിരുന്നു. അപ്പോൾ ഞാൻ എന്താണ് നാട്ടിൽ നമുക്കറിയാമല്ലോ ഇന്ത്യയിലൊക്കെ പല ഓപ്പർച്യൂണിറ്റീസും ഉള്ളതാണ്. നമുക്ക് ഡോക്ടേഴ്സ് ആയാലും എന്താണ് ഫെസിലിറ്റീസ് ആയാലും ഒക്കെ ഒരുപാട് ഇത് വെരി റെഗുലർലി ചെയ്യുന്നൊരു സാധനമാണ്. നാട്ടിലൊക്കെ നമ്മൾ എക്സ്പ്ലോർ ചെയ്തിരുന്നു എന്താണ്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ അബുദാബിയിലെ ക്ലീവ്ലാൻഡും ഇതേപോലെ നമ്മൾ ഒരുപാട് ആൾക്കാർ പറഞ്ഞു US പോവാം, സിംഗപ്പൂർ പോവാം, നല്ല ഫെസിലിറ്റിയാണ്. നമ്മൾ അബുദാബിയും കൂടെ എക്സ്പ്ലോർ ചെയ്തിരുന്നു. എനിക്ക് കിട്ടിയ ഒരു കോൺഫിഡൻസും എനിക്ക് കിട്ടിയ ഒരു ആ ട്രീറ്റ്മെൻറ്റും അതൊരു പോഷോ അല്ലെങ്കിൽ ഇത് ഒന്നുമല്ല. പക്ഷേ ആ ഒരു പേഴ്സണൽ കെയറും ആ ഒരു ഡോക്ടറായിട്ടുള്ള നമുക്കുള്ള ഒരു കോൺഫിഡൻസും എന്താണ് വളരെ ഡിഫറൻസ് ആയിരുന്നു, വളരെ ഡിഫറെൻ്റ് ആയിരുന്നു. ഫെസിലിറ്റി എല്ലാ ഫെസിലിറ്റിയും ഉണ്ട്. പക്ഷേ എനിക്ക് സർജറിക്ക് ആ കിട്ടുന്നൊരു നമ്മളൊരു പേഷ്യൻ്റ് ആണെന്നുള്ളൊരു ഫീലിംഗ് തരാതെ, ഞാൻ എൻ്റെ ഓപ്പറേഷന് ഞാൻ രാവിലെ നമ്മൾ സാധാരണ ഇപ്പോൾ നാട്ടിലായാലൊക്കെ നമ്മളൊരു എന്തൊരു സർജറി ആയാലും ഒരു ട്രാൻസ്പ്ലാന്റ് ഒരു ചെറിയ സർജറി അല്ലല്ലോ. 1-2 ദിവസം മുമ്പ് നമ്മൾ അഡ്മിറ്റ് ചെയ്ത് നമ്മളൊരു സ്ട്രെച്ചറിലോ അല്ലെങ്കിൽ ഒരു വീൽ ചെയറിലൊക്കെ കൊണ്ടുപോയി ഒരു എസ്റ്റാബ്ലിഷ്ഡ് രോഗിയായിരുന്നു. നമ്മളെ കൂടെ തന്നെ 2 ആൾ നടന്നു വന്ന് ഒരു രോഗിയായിട്ടാണ് നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കാനുണ്ടാവും. അതെ. അപ്പോൾ ഞാൻ എൻ്റെ ഡോക്ടറെ അടുത്ത് ചോദിച്ചു ഞാൻ എന്നാണ് അഡ്മിറ്റ് ചെയ്യേണ്ടി ചോദിച്ചു. പുള്ളി എൻ്റെ ഫയൽ നോക്കിയിട്ട് പറഞ്ഞു നിങ്ങൾക്ക് വേറെ എല്ലാ ഇതും ക്ലിയർ ചെയ്തു, എല്ലാ എന്താണ് സർജറിക്കുള്ള എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും കാർഡിയോളജി ആയാലും ബാക്കിയുള്ള എല്ലാം ക്ലിയറൻസ് ഉണ്ട്. യു ഡോണ്ട് നീഡ് ടു അഡ്മിറ്റ്. 9:30-9:30 നിങ്ങൾ എന്താണ് സർജറി പ്ലാൻ ചെയ്തിരിക്കുന്നത്. 10 മണിക്ക് യു കം. ആൻഡ് അവർ പുള്ളി ഉപയോഗിച്ച വാക്ക് ഇതാണ്, യു കം ആൻഡ് ചെക്ക് ഇൻ ടു ദ ഹോസ്പിറ്റൽ. അഡ്മിറ്റ് ചെയ്യാവുന്ന പോലുമല്ല, യു കം ആൻഡ് ചെക്ക് ഇൻ. ഒരു ഹോട്ടലിൽ ചെക്ക് ചെയ്യുന്ന പോലെ യു കം ആൻഡ് ചെക്ക് ഇൻ ടു ദ ഹോസ്പിറ്റൽ. ഞാനും വൈഫും ഞാൻ ഡ്രൈവ് ചെയ്തിട്ടാണ് പോയത് സ്വന്തമായിട്ട് സർജറിക്ക് വേണ്ടിയിട്ട്. ഞങ്ങൾ 2 പേരും കൂടെ വന്നു. ഞങ്ങൾ നേരെ ഇതേപോലെ ഹോട്ടലിൽ ചെക്ക് ചെയ്യുന്ന പോലെ റിസപ്ഷനിൽ പോയി. അവിടെ ഒരു റിസപ്ഷനിസ്റ്റ് ഉണ്ടായിരുന്നു എന്നല്ലാതെ ഒരു നേഴ്സോ ഒരു ഇതൊന്നും ഇല്ലായിരുന്നു. ഞങ്ങൾ ചെക്ക് ഇൻ ചെയ്തു. അവർ ഞങ്ങൾക്ക് മറ്റേ നേരെ ഒരു വെയിറ്റിംഗ് ലോഞ്ചിൽ കൊണ്ടുപോയി അവിടെ ഇരുത്തി. അവിടുന്ന് നേരെ തിയേറ്ററിലോട്ട് നടന്നാണ് ഞാൻ പോണത്. തിയേറ്ററിൽ വന്നപ്പോൾ ഡോക്ടേഴ്സും അനസ്തീഷ്യസ്റ്റും എല്ലാവരും ഉണ്ട്. അവരെല്ലാവരും വന്ന് ഒരു നെക്സ്റ്റ് ഒരു 5 minutes ഞങ്ങളെല്ലാവരും അവിടെ ഇരുന്ന് കുറച്ച് നേരം സംസാരിച്ചു. ഓക്കെ, അവർ പറഞ്ഞു ഞങ്ങളൊക്കെയാണ് ഞങ്ങൾ പ്രൊസീജിയർ ചെയ്യുന്നത്. എല്ലാവരെയും പരിചയപ്പെടുത്തി. ഒരു 15 minute ഒരു 10 minute അവരെല്ലാവരും ഇരുന്ന് സംസാരിച്ചതിൻ്റെ ശേഷം അവർ പറഞ്ഞു ഈ വിൽ ഗോ ഫോർ ദ പ്രൊസീജിയർ. നിങ്ങൾക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു. അപ്പോൾ അവർ ചേഞ്ചിങ് റൂം ഉണ്ട്, എന്നോട് പറഞ്ഞു അവിടെ പോയിട്ട് യു ക്യാൻ ചേഞ്ച് യുവർ ഡ്രസ്. ചേഞ്ച് ചെയ്തു നേരെ വന്ന് ബെഡിൽ കിടന്നു. അവർ പറഞ്ഞു നൗ നമ്മൾ അനസ്തീഷ്യ തരും, യു വിൽ സ്ലീപ്പ്. അത് കഴിഞ്ഞ് യു വോണ്ട് നോ എനിത്തിങ്. ഓക്കെ, ആ ഒരു രീതിയിലായിരുന്നു എനിക്കൊരു ഓപ്പറേഷന് പോകുന്നതെന്നുള്ളൊരു ഫീലിംഗ് പോലും ഇല്ലായിരുന്നു. അണ്ടിൽ ആ ബെഡിൽ വന്ന് ഞാൻ കിടക്കുമ്പോൾ സമയത്താണ് ഞാനൊരു തിയേറ്ററിലാണല്ലോ എന്നുള്ളൊരു ഫീലിംഗ് പോലും വരുന്നത്. റിക്കവറിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഒരുപാട്. എന്താണ് സെക്കൻഡ് ഡേ തന്നെ ഞാൻ റൂമിലെത്തി. എനിക്കൊരു പേടി പോലും ഇല്ലായിരുന്നു. എന്തായിരുന്നു എന്നുള്ളൊരു ഇതില്ലായിരുന്നു. അത് ആ ഒരു സിസ്റ്റം ഭയങ്കര നന്നായി. ക്ലീവ്ലാൻഡിൽ തന്നെയല്ലേ എനിക്കൊന്ന് മെസ്സിയോ അങ്ങനെ ആരൊക്കെയോ ഒരുപാട് പേര് ട്രീറ്റ് ചെയ്യുന്നുണ്ട്. ഇറ്റ്സ് എ വെരി ഗുഡ് സിസ്റ്റം. അപ്പോൾ ദേ ആർ അബുദാബി. അപ്പോൾ അതിലോട്ട് ഒരുപാട് ഹെൽത്ത് കെയറിൽ ഒരുപാട് പോകുന്നുണ്ട്. എൻ്റർടൈൻമെൻറ്റ് ദേ ആർ ബ്രിങ്ങിങ് ഡിസ്നിലാൻഡ്. ഓൾറെഡി കുറേ എൻ്റർടൈൻമെൻറ്റ് ഇതുണ്ട്. ഇപ്പോൾ ഫെറാറി വേൾഡ് ആയാലും ഇപ്പോൾ F1-ൻ്റെതായാലും അതുപോലെ ഒരുപാടുണ്ട്. F1 മൂവി ഇറങ്ങിയതിന് ശേഷം ഞാൻ കുറേ കാലമായിട്ട് ഇങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട് ആ സർക്യൂട്ടിൽ പോയിട്ട് ഡ്രൈവ് ചെയ്യണം. ഭയങ്കര നല്ലൊരു ഇത് നമുക്ക് ചെയ്യാമല്ലോ അല്ലേ? അതെ. അതേപോലെ ഡിസ്നിലാൻഡ് കൊണ്ടുവന്നു. ഡിസ്നിലാൻഡൊക്കെ പല രാജ്യത്തിൻ്റെയും ബ്രെഡ് ആൻഡ് ബട്ടറാണ്. നമുക്ക് ഹോങ്കോങ്ങിൻ്റെ ആയാലും പാരീസിൻ്റെ ആയാലും ഒക്കെ പല രാജ്യത്തിൻ്റെയും ബ്രെഡ് ആൻഡ് ബട്ടർ ഒരു ഭയങ്കര റവന്യൂ ജനറേറ്റിംഗ് സാധനമാണ്. അത് അവർ മിഡിൽ ഈസ്റ്റ് മാഗ്നറ്റ് ആണ്, ആൾക്കാരെ പുള്ള് ചെയ്യുന്ന ഒരു മാഗ്നറ്റ്. അത് അവർ അബുദാബിയിലോട്ട് കൊണ്ടുവരുന്നു. സോ അവരുടെ വിഷൻ ഒരു സിമിലർ പ്രോജക്റ്റ് ഇവിടെ അല്ലേ, ദുബായ് ലാൻഡ് എന്നോ സംതിങ് അങ്ങനെ ഉണ്ട്. ഇവിടെ കംപ്ലീറ്റ് ആവാത്ത അല്ല, ഉണ്ട്, കംപ്ലീറ്റ് ആവാത്തല്ല, കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പക്ഷേ അതിന് കുറച്ച് ഡിസഡ്വാൻറ്റേജസ് ഉണ്ടായിരുന്നു. കാരണം അത് ഓപ്പൺ ഇതായതുകൊണ്ട് ദേ വർ ഏബിൾ ടു ഓപ്പറേറ്റ് ഇറ്റ് ഓൺലി ലൈക്ക് 6 months അവർ ഇതായിട്ട്. പക്ഷേ അബുദാബിയിൽ ഇപ്പോൾ ഡിസ്നിലാൻഡ് അവർ കൊണ്ടുവരുന്ന വേറെ കുറേ കോൺസെപ്റ്റ് ആയിട്ടാണ്. ഓക്കെ, അപ്പോൾ അവർ ദേവ് ലേൺഡ്. കാരണം അവരും പഠിക്കുന്നുണ്ട്. കാരണം എല്ലാം ചെയ്ത് സക്സസ് ആവണമെന്നില്ലല്ലോ. ദേ ആർ ലേണിങ്. പക്ഷേ അവർ ചെയ്തിട്ട് നിർത്തുന്നില്ല. അവർ പുതിയ സാധനങ്ങൾ ഒരു ഓണ്ടർപ്രണറുടെ പ്രൈമറി സ്പിരിറ്റ് പറയുന്നത് എല്ലാം വിജയിക്കും എന്നുള്ളതല്ല, ബട്ട് ദെൻ ജനറലി ഒപ്റ്റിമിസ്റ്റ് ആണ്. അതായത് പൊട്ടിയാൽ പോലും ഇനിയും ചെയ്യും. അല്ല, നമ്മൾ ഏറ്റവും നന്നായിട്ട് നമ്മൾ പഠിക്കുക ഫെയിലിയർന്നാ.
ഓക്കെ, അത് നമുക്ക് ബുക്കിൽ നിന്ന് പഠിക്കാം, വേറൊരാളെ എക്സ്പീരിയൻസ് കണ്ട് പഠിക്കാം, ഇതൊക്കെ പഠിക്കാം, അതിനൊക്കെ നമ്മൾ വിൽ ഗെയിൻ. പക്ഷേ ഏറ്റവും കൂടുതൽ നമ്മൾ നോളജ് ഗെയിൻ ചെയ്യുക നമ്മളെ ഓൺ ഫെയിലിയർ എന്നായിരിക്കും. ഓക്കെ, അതിന് നമുക്ക് കിട്ടുന്ന എഡ്യൂക്കേഷൻ ഭയങ്കര ഹൈ ആണ്. ഓക്കെ, അത് നമ്മളെ ഭയങ്കര സക്സസ്സിലോട്ട് കൊണ്ടുപോകും. ഈവൻ അപ്പോൾ അത് തന്നെയാണ് ഇവരും ചെയ്യുന്നത്. കാരണം ദേ ഇംപ്ലിമെൻറ്റ്, ദേ ഡു R&D, ഓക്കെ, ദേ ട്രൈ, സക്സസ് ആവും, ഫെയിലിയർ ആവും. പക്ഷേ ഫെയിലിയർ ആയാൽ അതിൽ അവർ ഇടുന്നില്ല. ഇപ്പം നാസ എന്താണ് റോക്കറ്റ് മൂണിലോട്ട് അയച്ചിട്ട് 1-2 അയച്ച് ഇത് രക്ഷയില്ല എന്ന് പറഞ്ഞാൽ വിട്ട് കഴിഞ്ഞാൽ ആരും ഇന്ന് സ്പേസിൽ തോൽവി ഭയന്നാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. തീർച്ചയായിട്ടും. അല്ല, ഇതിലെന്താണെന്നറിയോ, ഇപ്പോൾ ഈ ഒരു GCC നേഷൻസിൻ്റെ ഫ്യൂച്ചർ മാപ്പ് ചെയ്യാന്നുള്ളതിൽ ഇപ്പം ഞാൻ ട്രംപ് ശരിക്കും ഇപ്പോൾ ഒരു GCC വിസിറ്റ് നടത്തിയല്ലോ. അന്ന് നിങ്ങൾ നേരത്തെ പറഞ്ഞ അബുദാബിയിൽ US-ൻ്റെ പുറത്ത് അവരുടെ ഫസ്റ്റ് ഡാറ്റാ സെൻറ്റർ, ആ പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ടുള്ള സ്റ്റാർ ഗേറ്റ് എന്നുള്ള ഒരു പ്രൊജക്റ്റ് വരുന്ന കണ്ടു. അപ്പോൾ അവിടെ ഞാൻ ഇപ്പോൾ നിങ്ങൾ പറഞ്ഞതിലേക്ക് ആഡ് ഓൺ ചെയ്യാണ്. അതായത് ഇവരുടെ ക്യാപിറ്റലിനെ ഡിപ്ലോയ് ചെയ്തിട്ട് സ്ട്രാറ്റജിക് ആയിട്ടുള്ള ടെക്നോളജിക്കൽ റിസോഴ്സസും അവർ സെക്യൂർ ചെയ്യുന്നുണ്ട്. അതെ, തീർച്ചയായിട്ടും. അപ്പോൾ അത് ഇവരുടെ ഒരു ഫ്യൂച്ചറിനെ എയ്ഡ് ചെയ്യുന്നതായിരിക്കുമല്ലോ. അപ്പോൾ നമ്മളെ ചോദ്യത്തിൽ ഒരു ഭാഗം കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ വാട്ട് കൈൻഡ് ഓഫ് മൈഗ്രേഷൻ ഡു യു എക്സ്പെക്ട് ഇൻ യുവർ ഫ്യൂച്ചർ? അപ്പോൾ നമ്മളിപ്പോൾ ഇന്ത്യയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടുത്തെ മേജർ പോപ്പുലേഷൻ അൺഫോർച്ചുനേറ്റ്ലി ബ്ലൂ കോളർ ജോബും ഇതുമായിട്ടുള്ള ആളുകളായിരുന്നു. പക്ഷേ നമ്മളത് ഇനി മാറണം. കാരണം ഈ പറഞ്ഞ പോലെ അന്നിവിടെ ഇൻഫ്രാസ്ട്രക്ചറും ഡെവലപ്മെൻറ്റും അതുപോലെ പെട്രോളിയം ബേസ്ഡ് കമ്പനീസും, സോ അത് ബിഗർ കോൺസെപ്റ്റും ജോബ് ആയാലും ഒക്കെ കൺസൾട്ടൻസി ആയാലും ഇതൊക്കെ പറഞ്ഞ പോലെ യൂറോപ്യൻസും US-കാരും അവരൊക്കെ ആയിരുന്നു ഇത് ചെയ്തിരുന്നത്. ഹയർ പേ അവർക്കൊന്നും. പക്ഷേ നമ്മളുടെ സ്ട്രെങ്ത്ത്, നമ്മളിപ്പോൾ ഇന്ത്യക്കാരെ എടുക്കുകയാണെങ്കിൽ നമ്മളെ സ്ട്രെങ്ത്ത് ഹെൽത്ത് കെയർ ഇസ് നമ്മളെ സ്ട്രെങ്ത്താണ്, എഡ്യൂക്കേഷൻ സിസ്റ്റം ഇസ് അവരുടെ സ്ട്രെങ്ത്താണ്, അപ്പോൾ കമ്പ്യൂട്ടർ ലിറ്ററസി നമ്മളെ സ്ട്രെങ്ത്താണ്. അപ്പോൾ ഇത് നമ്മൾ യൂട്ടിലൈസ് ചെയ്യണം. ഇതൊക്കെയാണ് ഇവിടെ ഇനി വരാവുന്ന ഫീൽഡുകളും. ഇപ്പോൾ ഹെൽത്ത് കെയർ ഇപ്പോൾ ഒരു ഇതാണ്, AI ദേ ആർ ഇംപ്ലിമെൻറ്റിങ് സോ മച്ച് ഇൻ AI. ആ മൈഗ്രേഷൻ നമ്മൾ അത് വി ഷുഡ് പൊട്ടൻഷ്യലി യൂസ്. നമ്മളെ പുതിയ ജനറേഷൻ ഹാവ് ടു പൊട്ടൻഷ്യലി യൂസ് ദാറ്റ്. ഈ രാജ്യത്തിന് നമ്മൾ ആ ഒരു സ്ട്രെങ്ത്ത് നമ്മൾ കൊടുക്കണം. ഓക്കെ, ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വിൽ ബി ദെയർ. ഓക്കെ, ആ മൈഗ്രേഷൻ ഒരുപാട് കൂടും. എൻ്റെ ഒരു ഇതിൻ്റെ അകത്ത് ഒരുപാട് കൂടും. അത് ഇന്ത്യയിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉണ്ടാവും. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ ഉണ്ടാവും. ഓക്കെ, നമുക്ക് വി ഹാവ് എ ബിഗ് പോപ്പുലേഷൻ, വി ഹാവ് എ യൂത്ത് പോപ്പുലേഷൻ ദാറ്റ്സ് ദ ഹയസ്റ്റ് ഇൻ ദ വേൾഡ് ഇപ്പോൾ. ഓക്കെ, ആ യൂത്ത് പോപ്പുലേഷൻ നമുക്ക് ഇവിടെയും ഡിപ്ലോയ് ചെയ്യണം. ആ ഒരു പുതിയ ഫീൽഡിലോട്ട് ആളുകൾ, പുതിയ യൂത്ത് ഉണ്ടല്ലോ, അതായത് ജോലി തേടുന്ന ആൾക്കാർ. നമ്മൾ തമ്മിൽ ഫസ്റ്റ് മീറ്റ് ചെയ്യുന്ന ഐ തിങ്ക് ഒരു 8-9 വർഷം മുന്നേ. അന്ന് നിങ്ങൾ ഒരു നല്ല തമാശ രൂപേണ പറഞ്ഞൊരു സംഭവമുണ്ട്. അതായത് ഇൻ്റർവ്യൂവിൽ ഒരാൾ കോപ്പി അടിക്കുന്നതിനെ മറ്റോ പറഞ്ഞ സമയത്ത് കോപ്പി അടിക്കുന്നവർ അടിച്ചോട്ടെ, അതിനു പോലും അറിയാത്തവൻ വരണ്ട എന്നുള്ളൊരു കൺസെപ്റ്റ് പറഞ്ഞിരുന്നു. അതായത് ജോലി തേടി വരുന്നവർ എനിക്കൊന്നു ആ എൻട്രൻസ് ടെസ്റ്റിനെ ഓൺലൈൻ ആക്കുന്ന സമയത്ത് കോപ്പി അടിക്കൂലേ. പക്ഷേ അപ്പോൾ അതിനുള്ള കൗണ്ടർ എന്താ വെച്ചാൽ അതിനുള്ള വിവരം കൂടി ഇല്ലാത്തവൻ വരണ്ട എന്നുള്ള ഒരു സംഭവം പറഞ്ഞിരുന്നു. അതെ, നമ്മളിപ്പോൾ ജോബിന് നമ്മൾ പോകുമ്പോൾ ഞങ്ങളിപ്പോൾ ബേസിക്കലി നമ്മളൊരു ഇൻ്റർവ്യൂ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു ഇത് പറയും. ഒരാളിപ്പോൾ നമ്മളുടെ ജോലിക്ക് വരുമ്പോൾ അയാൾ പറയുമല്ലോ, നമ്മളൊരു CV-ൻ്റെ അകത്തൊരു ബേസിക്കലി CV തന്നെ നമ്മൾ എന്ത് ജോലിയായാലും ഞാൻ ചെയ്തോളാം എന്ന് പറയുമല്ലോ. അക്കംപ്ലിഷ്ഡ് പ്രൊഫഷണൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇപ്പോൾ MBA കഴിഞ്ഞു, ഞാൻ എന്ത് ജോബിലും ഞാൻ റെഡിയാണെന്ന് പറയും. അങ്ങനത്തെ ഒരാളെ നമ്മൾ എടുക്കാൻ താല്പര്യപ്പെടില്ല. കാരണം അയാളുടെ സ്ട്രെങ്ത് അറിയില്ല. പക്ഷെ ഒരാൾ വന്നിട്ട് പറയണം എൻ്റെ സ്ട്രെങ്ത് ഇതാണ്, അല്ലെങ്കിൽ എൻ്റെ ലിമിറ്റേഷൻ ഇതാണ്, എനിക്കിത് ചെയ്യാൻ അറിയാം, ഓക്കെ, അല്ലെങ്കിൽ ഞാനിത് പഠിക്കാൻ റെഡിയാണ്, ഓക്കെ, ആ ആളുകളെ നമുക്ക് എടുക്കാൻ റെഡിയാണ്. കാരണം നമ്മൾ ഓൾറെഡി ഒരു സാധനം ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. നമുക്ക് പുതിയൊരാളെ വേണ്ടി നമ്മൾ ചെയ്യുന്നത് വന്നിട്ട് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാനില്ല, നമ്മൾ ചെയ്യുന്നതിനെ എൻഹാൻസ് ചെയ്ത് തരാൻ പറ്റുന്ന അയാളുടെ നോളജ്. അപ്പോൾ അയാൾ ഇപ്പോൾ നിങ്ങൾ പുതിയ ജനറേഷനോട് നമ്മൾ പറയേണ്ടത്, നമ്മൾ ഏത് ജോബിന് അപ്രോച്ച് ചെയ്യുമ്പോഴും നമ്മളൊരു കമ്പനിയെ നമ്മൾ അപ്രോച്ച് ചെയ്യുമ്പോൾ ആ കമ്പനി എന്താണ് ചെയ്യുന്നത് നമ്മൾ ആദ്യം പഠിക്കണം. അല്ലെങ്കിൽ ഒരു ബിസിനസ് എന്താണ് അവരാദ്യം ചെയ്യുന്നത്, അവർക്ക് നമ്മളെ കൊണ്ട് എങ്ങനെ വാല്യൂ അഡീഷൻ നമുക്ക് ചെയ്യാൻ പറ്റും, ഓക്കെ, എന്ത് നമുക്ക് അവർക്ക് നമ്മളെ സ്ട്രെങ്ത് കൊണ്ട് കൊടുക്കാൻ പറ്റും. ഞാൻ പഠിച്ചത്, ഓക്കെ, ഇപ്പോൾ ഒരാൾ MBA കഴിഞ്ഞു, അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞു, അല്ലെങ്കിൽ ഒരു ITI കഴിഞ്ഞു, അയാൾ പറയുന്നു എനിക്ക് ഈ സ്ട്രെങ്ത് ഞാൻ പുതിയ പഠിച്ചിട്ടുണ്ട്, ഇത് ഞാൻ ഇംപ്ലിമെൻറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇത്രയും വാല്യൂ അഡീഷൻ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത്രയും സമയം കുറച്ച് തരാം. നിങ്ങൾ 10 മണിക്കൂർ കൊണ്ട് ചെയ്യുന്ന സാധനം ഞാൻ 8 മണിക്കൂർ ഉണ്ടാക്കിയിട്ട് ചെയ്യാം. ഈ ഒരു രീതിയിൽ നമ്മൾ ഇൻ്റർവ്യൂവിനെ പുതിയൊരു ജനറേഷൻ അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി കമ്പനീസ് വിൽ ബി ഇൻട്രസ്റ്റഡ് അങ്ങനത്തെ ആളുകളെ എടുക്കാൻ. അപ്പോൾ ഞങ്ങളിപ്പോൾ നമ്മളെ തിരൂർ പോളിയിൽ നിന്നായാലും അവിടെ നിന്നൊക്കെ നമ്മൾ ഒരുപാട് പുതിയ യൂത്തിനെ എടുക്കാറുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ ഇൻ്റർവ്യൂവിനൊക്കെ പോകുമ്പോൾ നമ്മൾ നോക്കുന്നതാണ് അവരുടെ എന്താണ് അവരുടെ സ്പെഷ്യാലിറ്റി ഇല്ല, അവരുടെ ഒരു മോട്ടിവേഷനും അവരുടെ ഒരു ഇൻട്രസ്റ്റും
ഓക്കെ, ഒരു വർക്കിലോട്ട് കൊണ്ടുവരുമ്പോൾ നമ്മളെ ഫീൽഡ് പറയും അതിലെങ്ങനെ എന്താണ് അവർ നോക്കുന്നത്. അപ്പോൾ ഇൻ്റർവ്യൂ ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഓൾറെഡി കൊടുത്തിട്ടുണ്ടാവില്ല, ഞങ്ങൾ ഇന്ന ദിവസം വരും, നമ്മൾ ഇന്ന കമ്പനിയിലോട്ടാണ് നോക്കുന്നതെന്നൊക്കെ പറയുമ്പോൾ അവരെത്ര നമ്മളെ ബിസിനസ്സിന് ഇൻട്രസ്റ്റ് കാണിക്കുന്നു, അല്ലെങ്കിൽ അവരെത്രത്തോളം നമ്മളെ ബിസിനസ് മനസ്സിലാക്കിയിട്ടുണ്ട്, എങ്ങനെ അങ്ങനത്തെ ആളുകൾ നമുക്ക് എടുക്കാൻ നല്ലതാണ്. അങ്ങനത്തെ ആളുകൾ നമുക്ക് പഠിപ്പിക്കാൻ റെഡിയാണ്. അല്ല, അവരെ ടൈമിനെയും വാല്യൂ കാണുന്നുണ്ട്. തീർച്ചയായിട്ടും സീഷോറിലോ അല്ലെങ്കിൽ ദുബാട്ടിലോ വർക്ക് ചെയ്യണം എന്ന് തീരുമാനിക്കുമ്പോൾ എൻ്റെ ലൈഫിൻ്റെ ഒരു പോർഷനാണല്ലോ അവിടെ കൊടുക്കുക. ആ സീരിയസ്നെസ് അവർക്കും വേണം. തീർച്ചയായിട്ടും. കാരണം നമുക്കിപ്പോൾ ഒരാളെ ഒരു എന്താണ് മെഷീൻ പോലെ വർക്ക് ചെയ്യുന്ന ഒരാളെ നമുക്ക് ആവശ്യമില്ല. നമ്മളെ പാർട്ടായിട്ട്, ഓക്കെ, എല്ലാ ആൾക്കാർക്കും നമ്മളെ പാർട്ടായിട്ട് നമുക്ക് കൂടെ ഒരു ഫാമിലിയായിട്ട് വർക്ക് ചെയ്യുന്ന ആളുകളെ, നമ്മളിപ്പോൾ ഒരു ഫാമിലിയിൽ ഒരാൾ വന്നിട്ട് ഇങ്ങനെ ഒരു മെഷീൻ പോലെ പോയാൽ നമുക്കിത് ഉണ്ടാവില്ലല്ലോ. ഓക്കെ, ഒരു ഫാമിലിൻ്റെ ഒരു പാർട്ടായിട്ട് നിൽക്കുമ്പോഴല്ലേ സിംബയോട്ടിക് ആവണം, ഭാഗമായി മാറണം. അല്ല, അപ്പം നിങ്ങൾ സീഷോറിലും ദുബാട്ടിലൊക്കെ ഇനി ഹയറിംഗ് ഉണ്ടാകുമ്പോൾ ഫസ്റ്റ് ഇത് നോക്കിയാൽ മതിയല്ലേ. കമ്പനി പഠിക്കണം, കമ്പനിയുടെ വാല്യൂസ് പഠിക്കണം, തീർച്ചയായിട്ടും, പിന്നെ എങ്ങനെ വാല്യൂ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും എന്നുള്ള അവരപ്പോൾ നിങ്ങൾ കാണുന്ന ഒരു കൈൻഡ് ഓഫ് മൈഗ്രേഷൻ വിൽ ബി ഹൈടെക്, ഹെൽത്ത് കെയർ, ഇങ്ങനത്തെ ഒരു മൈഗ്രേഷൻ GCCയിലേക്ക് നിങ്ങൾ ഇനിയും എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് നമ്മൾ പറഞ്ഞു തന്നത് അപ്പോൾ GCCയുടെ ഒരു നിയർ ഫ്യൂച്ചറിനെ നിങ്ങൾ ആ രീതിയിൽ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അതായത് ഈ മേഖലയിലൊക്കെ വലിയ ഡിസ്നിലാൻഡ് പോലെ എനിക്ക് തോന്നുന്നു ഒരു ഹ്യൂജ് ടൂറിസ്റ്റ് പോപ്പുലേഷനെ അട്രാക്റ്റ് ചെയ്യാനും ഇൻക്ലൂഡിങ് ലോജിസ്റ്റിക്സും മറ്റൊക്കെ ഉൾപ്പെടെ ഒരു ലോകത്തിൻ്റെ ബിസിനസ് ഹബ്. അതെ, എല്ലാം റിലേറ്റഡ് ആണ്. കാരണം ഇത് GCCൻ്റെ സ്ട്രാറ്റജിക് പൊസിഷൻ വേൾഡിൻ്റെ സെൻറ്ററാണ്. ഓക്കെ, അത് അവർക്കൊരു പടച്ചോൻ കൊടുത്ത വലിയൊരു അനുഗ്രഹമാണ്. ഓക്കെ, ഒരു വേൾഡ് സെൻറ്റർ, ഹൈഡ്രോ കാർബൺസ് മാത്രമല്ല, അല്ല, ഒരു വേൾഡ് സെൻറ്ററാണ്. സോ ഇപ്പോൾ എന്താണ് വേൾഡിൽ പണ്ടൊക്കെ ഓരോ കൺട്രി അവരെ വിത്തിൻ ദ കൺട്രി ബിസിനസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ അതല്ലല്ലോ, ബിസിനസ് ഹാസ് ഗോൺ ഗ്ലോബൽ. സോ ട്രാവലിംഗ് ഇസ് എ പാർട്ട്, ഓക്കെ, ട്രാൻസ്പോർട്ട് ഇസ് എ പാർട്ട്. അതിനൊക്കെ ഇവർക്ക് ഒരുപാട് സ്ട്രെങ്ത് ഉണ്ട്. പിന്നെ ഇപ്പോൾ ബിസിനസ് ലൈക്ക് പറഞ്ഞ പോലെ കോവിഡിന് ശേഷമൊക്കെ എവിടെ ഇരുന്നാലും ബിസിനസ് ചെയ്യാം ഗ്ലോബലി. മറ്റേ യു നീഡ് ഓൺലി വൺ ഓഫീസ് എവിടെയെങ്കിലും ആയാൽ, ഇൻക്ലൂഡിങ് എഡ്യൂക്കേഷനൊക്കെ ആ ലെവലിലോട്ട് പോയല്ലോ. അപ്പോൾ അതിലിപ്പോൾ ഒരുപാട് ആൾക്കാർ ദേ ആർ മൈഗ്രേറ്റിംഗ് ടു ദുബായ്. കാരണം ഇവിടെ ക്വാളിറ്റി ഓഫ് ലിവിങ് ഈസ് ഗുഡ്, സേഫ്റ്റി ഈസ് ഗുഡ്. അപ്പോൾ പിന്നെ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് മൈഗ്രേഷണൽ സ്റ്റിൽ ഗോ. ഇവിടുത്തെ കമ്പനി ഗവൺമെൻറ്റിൻ്റെ വിഷനും അതാണ്. ദേ വോണ്ട് ടു ഇൻക്രീസ് ദ പോപ്പുലേഷൻ. വി ഹവ് കണ്ടിട്ടുണ്ട് ഒരുപാട് കൂടിയെന്നുള്ളത്. ഇനിയും എനിക്കൊന്ന് ഇത് റിലേറ്റ് എക്സാക്ട്ലി ഞാൻ അതാണ് ഇടപെടുന്നത്. എക്സാക്ട്ലി ഇതാണ് എനിക്ക് സംസാരിക്കാനുള്ള ടോപ്പിക്. എന്താ വെച്ചാൽ ഞാൻ ഒരു മൈഗ്രേഷൻ ഡാറ്റ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഹൈ നെറ്റ് വർത്ത് ഇൻഡിവിജ്വൽസ് ലോകത്ത് ഏറ്റവും കൂടുതൽ മൈഗ്രേറ്റ് ചെയ്യുന്ന സിംഗിൾ മോസ്റ്റ് ബിഗ്ഗസ്റ്റ് റീജിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് GCC ആണ്. അതിൽ തന്നെ UAE ആണ്. അപ്പോൾ അതിന് ഒരു റീസൺ ഇപ്പോൾ ടാക്സ് റെസിഡൻസി ആണെങ്കിലും നിയർ സീറോ പേഴ്സണൽ ഇൻകം, കോർപ്പറേറ്റ് ടാക്സ് ആണെങ്കിലും വൺ ഓഫ് ദ ലോവസ്റ്റ് ഇൻ ദ വേൾഡ്, ദെൻ വേൾഡ് ക്ലാസ് ഇൻഫ്രാസ്ട്രക്ചർ, ഇങ്ങനെ ഒരുപാട് അഡ്വാൻറ്റേജുകൾ ഇവർക്ക് പറയാനുണ്ട്. പക്ഷേ ഈ മൈഗ്രേറ്റ് ചെയ്യുന്നതിൽ വലിയ ശതമാനം ഇന്ത്യക്കാരാണ്. അപ്പോൾ നിങ്ങളും ഇന്ത്യനാണ്, ഞാൻ ഇന്ത്യനാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ രാജ്യത്ത് നിന്ന് ഇവിടെ വന്നിട്ട് ഒരു ബിസിനസ്സോ കാര്യങ്ങളോ സെറ്റപ്പ് ചെയ്യുമ്പോൾ അത് ഒരു നമ്മുടെ ഹോംലാൻഡ് മിസ് ചെയ്യുന്നില്ല. കാരണം ഹോംലാൻഡിലോട് നമ്മളെപ്പോഴും കണക്റ്റഡ് ആണ്. ബട്ട് ദെൻ നിങ്ങൾ അതിൻ്റെ ഒരു സർക്കുലർ ഇക്കോണമി ശ്രദ്ധിച്ചിട്ടുണ്ടോ? അപ്പോൾ ഞാൻ റീസെൻ്റ്ലി നോക്കുന്ന സമയത്ത് മുബദ്ദല ആയാലും അതുപോലെ ADI ആയാലും അബുദാബി ഇൻവെസ്റ്റ്മെൻറ്റ് അതോറിറ്റി ആയാലും ഖത്തർ ഫൗണ്ടേഷൻ ആയാലും ഖത്തർ ഇൻവെസ്റ്റ്മെൻറ്റ് അതോറിറ്റി അതുപോലെ സൗദിയുടെ PIF ഇവരൊക്കെ ഇന്ത്യയിൽ മേജർ ഇൻവെസ്റ്റ്മെൻറ്റ്സ് മേക്ക് ചെയ്യുന്നുണ്ട്. ഈ ADIയെ ഗിഫ്റ്റ് സിറ്റിയിൽ, ഗുജറാത്തിലെ ഗിഫ്റ്റ് സിറ്റിയിൽ ഫ്രീ സോൺ ആണെന്ന് തോന്നുന്നില്ലേ, അവിടെ അവർ ഓഫീസ് തുറന്നിട്ടുണ്ട് ഇന്ത്യയിൽ ഇനിയും ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെ HNIs ഇന്ത്യയിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നുണ്ട്, ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ലൈക്ക് ഹൗ യു സീ ലൈക്ക് ഈ ഇന്ത്യയും GCCയും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ഒരു ഫ്യൂച്ചർ? ഇന്ത്യയും UAEയും അല്ലെങ്കിൽ ഇന്ത്യയും GCCയും ഒരു കുറച്ചു കാലം ആയിട്ടുള്ള റിലേഷനൊന്നുമല്ല, ജനറേഷൻസ് മുമ്പുള്ള ഒരു റിലേഷൻ തന്നെയാണ് അത് ഡെഫിനറ്റ്ലി. കാരണം ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ഹ്യൂജ് മാർക്കറ്റ്. ഓക്കെ, കാരണം നമ്മുടെ പോപ്പുലേഷൻ ഇസ് ദാറ്റ് ഹൈ. അറ്റ്സ് എ ഹ്യൂജ് മാർക്കറ്റ്. അത് ഇവരും കാണുന്നുണ്ട്. സോ അത് എല്ലാ രാജ്യങ്ങളും ചെയ്യുന്ന പോലെ തന്നെ ഇവരും കാണുന്നുണ്ട്. അപ്പോൾ ഇവർ സ്റ്റാർട്ട് ചെയ്യുന്ന പല ഇതും അവിടെയും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആ മാർക്കറ്റ് പൊട്ടൻഷ്യൽ അവർ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. പണ്ട് ഓയിലും ഇതും മാത്രമായിരുന്നു, അപ്പോൾ ഇവിടെ നിന്ന് ഇപ്പോൾ ഉള്ള പ്രോഡക്റ്റ് ഇന്ത്യയിലോട്ട് പോകുന്നുണ്ട്. ഓയിൽ ഇതും മാത്രമാണ് ഞങ്ങൾ ഉണ്ടാക്കുന്ന പല പ്രോഡക്റ്റിൻ്റെയും ഞങ്ങളെ മാർക്കറ്റ് ഇന്ത്യയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ കോമ്പറ്റേറ്റീവായിട്ട് ചെയ്യുന്നുണ്ട് നമ്മൾ. ഓക്കെ, അപ്പോൾ ആൾക്കാർ വളരെ ചോദിക്കുന്നത് നിങ്ങൾ എങ്ങനെ ഇന്ത്യക്ക് വെക്കുക, കാരണം ഇന്ത്യ വലിയൊരു പ്രൊഡ്യൂസർ അല്ലേ. ഓക്കെ, അപ്പോൾ എങ്ങനെ? പക്ഷേ അല്ല, നമുക്ക് കാരണം ഇന്ത്യയിലെ ചില സമയത്ത് ഡിമാൻഡ് ഇസ് മോർ.
Okay. എന്താണ് സപ്ലൈനേക്കാളും കൂടുതൽ ഡിമാൻഡ് വരുന്നുണ്ട്. കാരണം ഇന്ത്യൻ മാർക്കറ്റ് ഇസ് ഗെറ്റിംഗ് ബിഗർ ആൻഡ് ബിഗർ. ഓക്കെ, ദർ ഈസ് പ്രൊഡക്ഷൻ, ദർ ഈസ് ലൈക്ക് ഒരുപാട് കോമ്പറ്റീറ്റേഴ്സ് ഉണ്ട്, ഒരുപാട് ഉണ്ട്. എന്നാൽ പോലും ഇന്ത്യൻ മാർക്കറ്റ് ഇനഫ് സ്പേസ് ഉണ്ട്. അത് ഇവരും കാണുന്നുണ്ട്. ഇവിടെ എന്താണ് ഈ പറഞ്ഞ പോലെ ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ, ഇപ്പം ടാക്സിൻ്റെ ഒരു ബെനിഫിറ്റ് ആയിട്ടായിരിക്കാം ഒരുപാട് മൈഗ്രേഷൻ കാണുന്നതിന്. ഒരുപാട് വേറെ രാജ്യമുണ്ടല്ലോ ടാക്സ് ബെനിഫിറ്റ് കൊടുക്കുന്നത്. പക്ഷേ ഈ നിയർനെസ് ഉണ്ടാവില്ല. നിയർനെസ് അല്ല ഇവിടെ ഒരുപാട് നിയർനെസ്. ഇപ്പോൾ യൂറോപ്പിൽ നിന്ന് ആളുകൾ ഇപ്പോൾ യു ക്യാൻ സി, ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല യൂറോപ്പിൽ നിന്ന് ഇപ്പോൾ സെക്കൻഡ് ഇവിടുത്തെ എന്താണ് പോപ്പുലേഷൻ നോക്കുകയാണെങ്കിൽ ബ്രിട്ടീഷേഴ്സ് ആർ ഹ്യൂജ് ദിസ് തിങ്. ഓക്കെ, യൂറോപ്പിലെ എന്താണ് യൂറോപ്പിലെ ആളുകൾ ഇങ്ങോട്ട് ഒരുപാട് രാജ്യത്ത് നിന്ന് ചൂടുള്ള രാജ്യത്തേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നുണ്ട്. ഇന്ത്യക്കാർക്ക് സെയിം ടെമ്പറേച്ചർ മാറ്റില്ലല്ലോ. പക്ഷേ എന്തുകൊണ്ടാണ് എന്താണ് വേറെ കുറേ റീസൺസും ഉണ്ട്. കാരണം ദ ക്വാളിറ്റി ഓഫ് ലൈഫ്, ലൈക്ക് ദ സേഫ്റ്റി, okay, like then more than all this, like the feel of your own country. Okay, like നമുക്ക് ആ ഒരു നമ്മളെ സ്വന്തം രാജ്യത്ത് ലിവ് ചെയ്യുന്നു എന്നുള്ള ഒരു ഫീലിംഗ്, അത് ഇവിടുത്തെ എന്താണ് ലീഡേഴ്സും ഇവിടുത്തെ ലോക്കൽസും തരുന്നൊരു കോൺഫിഡൻസ് ആണ്. ഓക്കെ, നിങ്ങളെ രാജ്യത്ത് തന്നെയാണ് ജീവിക്കുന്നത് എന്നുള്ള പോലെ. അതിപ്പോൾ ഇവിടുത്തെ വിസ സിസ്റ്റം ആയാലും ഓക്കെ, ഇവിടുത്തെ എന്താണ് ബാക്കിയുള്ള ഹെൽത്ത് കെയർ ആയാലും എല്ലാം അവർ തരുന്ന ഒരു ഇതുണ്ടല്ലോ. നിങ്ങളെ ബേസിക് നെസസിറ്റീസിന് ഒരു പ്രോബ്ലം ഇല്ലാതെയും നിങ്ങൾക്ക് നിങ്ങളെ ഇതിന് ചെയ്യാന്നുള്ളൊരു പോലത്തെ ഒരു ഫീലിംഗ് അവർ തരുമ്പോൾ എന്താണ്, അതാണ് ഒരു മനുഷ്യൻ്റെ. കാരണം നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ആണല്ലോ എൻഡ് ഓഫ് ദ വേണ്ടിയ. യു വിൽ ഗെറ്റ് സാറ്റിസ്ഫൈഡ് ഓക്കെ ഇവിടെ ലിവ് ചെയ്യുമ്പോൾ. അപ്പോൾ അതാണ് ഇവിടേക്കുള്ള മൈഗ്രേഷൻ്റെ. ടാക്സും ബാക്കിയുള്ള ഇതൊക്കെ ആഡഡ് ബെനിഫിറ്റ്സ് ആണ്. ഓക്കെ, അത് ഒരുപാട് സ്ഥലത്ത് വേറെ ഉണ്ടാവാം. പക്ഷേ പലർക്കും ഇതിനേക്കാളും നിയർ ബൈ പ്ലേസസ് ഉണ്ട് ഇത് കൊടുക്കുന്നത്. പക്ഷേ എന്നാൽ പോലും നമ്മൾ കാണുമ്പോൾ നമ്മൾ ഇതിൽ പറയുമല്ലോ, അതായത് ഏത് വേൾഡിൽ എവിടെ പ്രോബ്ലം ഉണ്ടായി കഴിഞ്ഞാലും ദുബായിൽ UAE GCCയിലും അതിൻ്റെ ഒരു ബൂം കാണാം. കാരണം ആളുകൾ അങ്ങോട്ടാണ് മൂവ് ചെയ്യാം. പക്ഷേ റഷ്യ ഉക്രൈൻ യുദ്ധം ഉണ്ടായപ്പോൾ ഇവിടെ ബൂം ഉണ്ടായി. എനിക്ക് അടുത്ത ചോദിക്കാനുള്ളത് ആക്ച്വലി കണക്റ്റഡ് ആയിരുന്നു. ഒന്ന്, ഇവിടെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന റിയൽ എസ്റ്റേറ്റ് ബൂം, അത് ഒരു ബോംബാണോ അല്ലെങ്കിൽ ആക്ച്വൽ ബൂമാണോ, അത് നിലനിൽക്കുമോ എന്നുള്ള ഒരു ആംഗിൾ. കാരണം ഞാൻ നോക്കിയപ്പോൾ 2.5 ലക്ഷം ഹോംസ് എങ്കിലും, ഫ്ലാറ്റ്സ് അല്ലെങ്കിൽ അങ്ങനത്തെ അപ്പാർട്ട്മെൻറ്റ്സ് എങ്കിലും അടുത്തൊരു 2 to 3 ഇയറിനകത്ത് ഇവിടെ റിലീസാവുന്നത്. അപ്പോൾ അതൊരു റിയൽ എസ്റ്റേറ്റ് ബൂമാണല്ലോ ശരിക്കും. ഒരുപാട് യൂറോപ്യൻസ് ഇങ്ങോട്ട് വരുന്നതിനെ കുറിച്ച് കാണുന്നുണ്ട്. ഇതിന് കൂടെ നമ്മൾ ചേർത്ത് വായിക്കേണ്ട കാര്യം, ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ശരിക്കും റേസിസം ഭയങ്കരമായിട്ട് വരുന്നതിനെ കുറിച്ചും ഇന്ത്യക്കാർക്കെതിരെയൊക്കെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഇപ്പോൾ സംഭവിക്കുന്നുണ്ട്. അത് അവിടെ മാത്രമല്ല, ഇപ്പോൾ ഇന്നലെ തോന്നുന്നുണ്ട് US ഒരു ടീനേജർ മാസ് ഷൂട്ടിങ് നടത്തി. അതിൽ കിൽ ട്രംപ്, കിൽ ഇന്ത്യ സംതിങ് അങ്ങനത്തെ ഒരു ഇതൊക്കെ വെച്ചിട്ട് സ്ലോഗൻസ് വെച്ചിട്ടാണ് ഈ ചങ്ങാതി ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഒരു റൈറ്റ് വിങ് എക്സ്ട്രീമിസത്തിൽ ഒരു ഭാഗം ആൻറ്റി ഇമിഗ്രേഷനാണല്ലോ, ആൻറ്റി മൈഗ്രേഷനാണ്. അപ്പോൾ ഇതൊക്കെ നടക്കുന്ന സമയത്ത് ഈ പ്ലേസ് പക്ഷെ നേരെ ഓപ്പോസിറ്റാണ്, വെൽക്കമിങ് ആണ്, എല്ലാവരും വെൽക്കമിങ് ആണ്. ബട്ട് ദെൻ അവിടെ ഒരു പോസ്റ്റ് ഇടുന്ന ഭാഗം എന്താ വെച്ചാൽ ഇന്ത്യൻസ് ഇവിടെ സെക്കൻഡ് ഗ്രേഡ് സിറ്റിസൺസ് ആണോ. ഇതിങ്ങനെ ചോദിക്കാൻ കാരണം അത് ഇത് നേറ്റീവ് പോപ്പുലേഷനോട് കമ്പയർ ചെയ്തിട്ടല്ല കേട്ടോ. ഇവിടെ പൊതുവിൽ വെള്ളക്കാർക്ക് കൂടുതൽ സാലറി, അവർക്ക് കൂടുതൽ ഫെസിലിറ്റീസ്, എല്ലാ സ്ഥലത്തും അവരാണ് പ്രൊജക്റ്റ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ കിട്ടുന്നു എന്നൊക്കെ പറയുന്ന ഒരു സിനാരിയോ ഉണ്ടല്ലോ. അതിനെങ്ങനെ നിങ്ങൾ നോക്കിക്കാണുന്നത്? അത് കറക്റ്റല്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഇവർ നോക്കുന്നത് പാസ്പോർട്ടോ നിങ്ങളെ കളറോ ഇത് വെച്ചിട്ടല്ല ഇത് ചെയ്യുന്നത്. നിങ്ങളെ ക്വാളിഫിക്കേഷനും വാട്ട് യു ക്യാൻ ഡു എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങൾ ലോകത്ത് ഇവിടെ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും മറ്റേ GCCയിലുള്ള അത്രയും കൂടുതൽ ഇന്ത്യൻ മറ്റേ എൻട്രപ്രണേഴ്സും മറ്റേ മില്യനേഴ്സും ഉണ്ടാവില്ല വേറെ എവിടെയും. ഓക്കെ, അത് അപ്പോൾ ഇവർ എന്താണ് അത് ഓപ്പർച്യൂണിറ്റി ഇവർ തന്നതുകൊണ്ടല്ലേ ഇത്രയും ബിസിനസ്സുകാരും ഇത്ര ചെറിയ ലെവലിലായാലും നമ്മൾ ഈവൻ ഒരു കോഫി ഷോപ്പോ അല്ലെങ്കിൽ മറ്റേ ബക്കാലയോ ഇതുള്ള അയാളും എൻ്റർപ്രണറാണ്, അയാൾ ഒരു ബിസിനസ് ഓണറാണ്. ഓക്കെ, അത് ഇപ്പോൾ യൂറോപ്പിലും ഇവിടെയുള്ളതിനേക്കാളും അതല്ല, അയാളുടെ ക്വാളിറ്റി ഓഫ് ലൈഫും അയാളുടെ ഇതും അവിടത്തേനേക്കാളും ബെറ്ററായിട്ട് ഇവിടെ ഇത് ഓണർ എന്നുള്ള റെക്കഗ്നിഷൻ ബെറ്റർ ആയിരിക്കും. പണ്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മളെ പേ സ്കെയിലും ഇതും കമ്പാരിറ്റീവ്ലി അവരായിട്ട് കുറവുണ്ടാവാം. അത് ഓയിൽ റവന്യൂലും ഓയിൽ റിലേറ്റഡ് ജോബ്സും ആ ഇൻഡസ്ട്രിയിലും, കാരണം അന്ന് ഗവൺമെൻറ് ആയിരുന്നു ഇവിടുത്തെ ബിഗ്ഗസ്റ്റ് എംപ്ലോയറും ഒരു ഇതും ഉണ്ടായിരുന്നത്.
അതിൽ എന്താണ് നമുക്ക് സ്ട്രെങ്ത് കുറവായിരുന്നു. ഓക്കെ, എസ്പെഷ്യലി ഇന്ത്യയിൽ നിന്നും. കാരണം നമ്മളൊരു ഓയിൽ ഇതല്ല, അതിപ്പോൾ ഷെല്ല് പോലത്തെയോ ബ്രിട്ടീഷ് പെട്രോളിയം പോലത്തെ കമ്പനീസോ അല്ലെങ്കിൽ എന്താണ് അങ്ങനത്തെ ആയിട്ടുള്ള ഒരുപാട് കമ്പനീസിൽ നിന്ന് വരുന്ന ആളുകൾക്ക് ദേ ഹാവ് ദ എക്സ്പീരിയൻസ്, ദേ ഹാവ് ദ നോളജ്, അവർക്ക് കൂടുതൽ ഇത് കിട്ടിയിട്ടുണ്ടാവും, പ്രയോറിറ്റിയും പേ സ്കെയിലും കിട്ടിയിട്ടുണ്ടാവും. അതിൻ്റെ ഒരു തുടർച്ചയായിരിക്കണം പിന്നെ ആൾക്കാർക്ക് ഒരു പക്ഷേ നമ്മളിപ്പോൾ എന്താണ് ഡോക്ടേഴ്സിൻ്റെ അടുത്ത് നോക്കാം. ഓക്കെ, മറ്റേ അങ്ങനത്തെ ഫീൽഡൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ പ്രോമിനൻറ്റ് ഹോസ്പിറ്റൽസിലായാലും ഇന്ത്യക്കാരായിരിക്കാം. ഓക്കെ, അപ്പോൾ ദർ ആർ അതർ സെക്ടേഴ്സ് എന്നാണ്. പിന്നെ അതുപോലെ നമ്മളെ ഓൺ ബിസിനസ് ഓൺ ചെയ്യാനുള്ള ഒരു ഇത്, നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഇവിടെ നിന്നും കിട്ടുന്ന പോലെ വേറെ എവിടെയും നാട്ടിൽ കിട്ടുന്ന അതേപോലെ തന്നെ നമുക്കിവിടെയും ചെയ്യാം. ഇവിടെ ഒരുപാട് അല്ലാതെയും ഒരുപാട് നാട്ടിലേക്കാളൊക്കെ കൂടുതലും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പോൾ അത് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ഒരുപാട് ഗ്രോത്തിന് പോസിബിലിറ്റി ഉണ്ട്. ഞങ്ങൾ വെച്ചാൽ റിയൽ എസ്റ്റേറ്റിൻ്റെ ഒരു ഫാക്ടർ. സോ എല്ലാവർക്കും എന്താണ് മറ്റേ എസ്പെഷ്യലി ദുബായ്, ഓക്കെ, ആ ഒരു 2008 2009 രജിസ്ട്രേഷനിൽ ആ ഒരു ക്രാഷ് ആയിട്ട് എപ്പോഴും കമ്പയർ ചെയ്യുന്നൊരിതാണ്. പക്ഷേ അന്നത്തതും ഇന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അന്ന് ദുബായിയുടെ പോപ്പുലേഷനും അന്ന് ദുബായിയുടെ മറ്റേ ഈ പറഞ്ഞ പോലത്തെ ബിസിനസ് ഓപ്പർച്യൂണിറ്റീസും അല്ലെങ്കിൽ ട്രേഡ് നടക്കുന്നതൊക്കെ വളരെ മെയ്ഗറായിരുന്നു. ഓക്കെ, അന്ന് ഇവിടെ ഒരു ആർട്ടിഫിഷ്യൽ ഒരു ബലൂൺ ഗ്രോത്ത് ആയിരുന്നു. ഓക്കെ, അത് ഓവർ ഹീറ്റിംഗ് ഓഫ് ദി ഇക്കോണമി അതായിരുന്നു. അതിപ്പോൾ പ്രൈസിങ് മാത്രമായിരുന്നു മുകളിലോട്ട് പോയിരുന്നത്. പക്ഷേ ദ ഡിമാൻഡ് വാസ് നോട്ട് അതല്ല. പക്ഷേ ഇന്നങ്ങനെയല്ല. ദ പോപ്പുലേഷൻ എന്താണ് നമുക്ക് കാണാം, ഒരുപാട് പോപ്പുലേഷൻ ഇസ് ദെയർ. ലോട്ട് ഓഫ് പീപ്പിൾ ഇപ്പോൾ എന്താണ് ഇവിടെ ബിസിനസ് ഇല്ലാത്ത ആളുകൾക്ക് ഇവിടെ ഓഫീസ് ഉണ്ട്. ഓക്കെ, ദേ ആർ ഡൂയിങ് ബിസിനസ് ഫ്രം ഹിയർ. ബിസിനസ് ആഫ്രിക്കയിലായിരിക്കാം, ഇന്ത്യയിലായിരിക്കാം, പല രാജ്യത്തും ആയിരിക്കാം. പക്ഷേ ദേ സിറ്റ് ഹിയർ ആൻഡ് ഡു ദിസ് തിങ്. അപ്പോൾ ആ രീതിയിൽ വരുമ്പോൾ ഇവരുടെ എക്കോണമി, ഇവരുടെ ദേ ഓൾസോ ലേൺഡ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഫെയിലിയർ എന്ന് അവരും പഠിച്ചിട്ടുണ്ട്. ദേ ഓൾസോ ഡോണ്ട് വാണ്ട് ഒരു അടുത്തൊരു ഇതേപോലത്തെ ഒരു ഫോള്. പ്രൈസ് ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ മാതിരി ഒരു 2027 ഒരുപാട് സർപ്ലസ് പ്രോപ്പർട്ടീസ് ഇതുണ്ടാവാം. സപ്ലൈ മൈറ്റ് ബി മോർ ദാൻ ഡിമാൻഡ്. കറക്റ്റാണ്, അത് വരാൻ ചാൻസും ഉണ്ട്. കാരണം അത്ര കൂടുതൽ പ്രോജക്ട്സ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ദ പ്രൈസ് കറക്ഷൻ വിൽ ഹാപ്പൻ. ഇറ്റ് മൈറ്റ് ഹാപ്പൻ. അത് എന്താണ്, ഇറ്റ്സ് ഗുഡ് ഫോർ ദ എക്കോണമി ഓൾസോ, ലൈക്ക് എ ലിറ്റിൽ പ്രൈസ് കറക്ഷൻ ഹാപ്പനിങ്. പക്ഷേ നോട്ട് ഫോർ ഡിമാൻഡ് കൂടുന്നതിന് കാരണം. അതെ, സപ്ലൈ കൂടുമ്പോൾ പരിധി നോട്ട് ഫോർ എല്ലാ പ്രോജക്ട്സിലും നടക്കണമെന്നൊന്നുമില്ല. സ്റ്റിൽ കീ പ്രോജക്ട്സ്, നല്ല ലൊക്കേഷൻസ്, ഇതിനൊക്കെ സ്റ്റിൽ ഡിമാൻഡും ഉണ്ടാവാം. എന്താണ് ഇത് ചെയ്യാം. അപ്പോൾ നമ്മൾ ആളുകൾ ചെയ്യുമ്പോൾ അങ്ങനത്തെ പ്രോജക്ട്സുകൾ അങ്ങനത്തേലോട്ട് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അതിൻ്റെ ഒരു റിസ്ക് കുറവായിരിക്കും തീർച്ചയായിട്ടും. അപ്പോൾ ഒരു ഫോള് ഇതൊന്നും ഞങ്ങളൊന്നും പ്രഡിക്റ്റ് ചെയ്യുന്നില്ല. നമുക്കൊന്നും അങ്ങനെ ഒരു ഇതില്ല. പിന്നെ അൺഫോർച്യൂനേറ്റ് സീൻസൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ വേൾഡ് എല്ലായിടത്തും ഉണ്ടാകുമ്പോൾ വരുന്നൊരിതുണ്ടല്ലോ. പക്ഷേ എന്നാൽ പോലും ഒരു 2008 2009 വന്നൊരു ഇതൊന്നും ഇപ്പോൾ പ്രതീക്ഷിക്കുന്നില്ല. ആൻഡ് എന്താണ് സ്റ്റിൽ കാരണം പോപ്പുലേഷൻ ഇസ് ഗ്രോയിങ്, ദ മൈഗ്രേഷൻ ഇസ് ഹാപ്പനിങ്, ലോട്ട് ഓഫ് പീപ്പിൾ സ്റ്റിൽ വോണ്ട് ടു മൂവ് ടു ഹിയർ. അപ്പോൾ ആ ഒരു ഇത് വെച്ചിട്ട് എന്താണ് ദേ വിൽ ഗോ ഹെഡ്. ദർ ആർ ദ ലീഡർഷിപ്പ് ആണ് ഭയങ്കര വിഷനുള്ള ആളുകൾ തന്നെയാണ് എല്ലാവരും. ഇപ്പോൾ ഉള്ളതും നെക്സ്റ്റ് ജനറേഷൻ ടു കം ലീഡേഴ്സ് എല്ലാവരും ഭയങ്കര ഇനിയും ഹോപ്പ്ഫുള്ളാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ദേ വിൽ ഡു. അവർ ഒരുപാട് കാര്യങ്ങൾ ചെയ്യും. ഓക്കെ, ആൻഡ് അവർ എന്താണ് ഇവിടത്തെയൊക്കെ ലീഡേഴ്സിൻ്റെ ഒരു ഇതാണ്, അവർക്ക് ഇത് കൺട്രിക്ക് ചെയ്യാന്ന് മാത്രമല്ല, ദേ വോണ്ട് ടു ഗിവ് ബാക്ക് ടു ദിയർ പീപ്പിൾ. ആ ഒരു സാധനം അവർ ചെയ്യാൻ അത് അവരുടെ മൈൻഡിലുള്ളിടത്തോളം കാലം ദ സിംപ്ലിസിറ്റി എല്ലാവർക്കും. ഇപ്പോൾ നമ്മളിപ്പോൾ ഷെയ്ഖ് മുഹമ്മദിനായാലും ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദിനായാലും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ദ സിംപ്ലിസിറ്റി, ദ ലൈഫ് ദേ ലിവ്. ഓക്കെ, ആൻഡ് അവർ ആളുകളുടെ കൂടെ മിങ്കിൾ ചെയ്യുന്നതും ആളുകളെ ഇത് ചെയ്യുന്നതും ഇറ്റ്സ് നോട്ട് ആർട്ടിഫിഷ്യലി ക്രിയേറ്റ് ചെയ്തൊരു സാധനമല്ല. അവരുടെ നാച്ചുറലി ഉള്ളൊരു ഇതാണ്. അപ്പോൾ ആ ഒരു ഇത് ലൈക്ക് മെന്റലി തന്നെ ഒരു റൂളറാണ്, ആ ഒരു ക്വാളിറ്റി കാണിക്കും. അതെ, തീർച്ചയായിട്ടും. നമ്മളെ ദീനിലൊക്കെ പറയുന്ന പോലെ തന്നെ ഒരു ഇതുണ്ടല്ലോ, ആ ഒരു കൈൻഡ് ഓഫ് ലൈഫ് അവർ ലീഡ് ചെയ്തു. അവർ ഒരു നമുക്ക് തന്നെ ഒരു എന്താ പറയുക, ഒരു എക്സാമ്പിൾസ് ആവുമ്പോൾ ദേ വോണ്ട് ഗോ റോങ്. കാരണം ദേ വിൽ ഗെറ്റ് ദ സപ്പോർട്ട്. ഇപ്പോൾ ഖത്തർ ഒക്കെ നമ്മൾ കാണുന്നതാണ്. ഖത്തറിൽ ഇപ്പോൾ തമീമൊക്കെ റൂളറായിട്ട് വരുമ്പോൾ, ഷെയ്ഖ് തമീം റൂളറായിട്ട് വന്നപ്പോൾ ദ സപ്പോർട്ട്, പുള്ളി എല്ലാവരും വിചാരിച്ചിരുന്നു പുള്ളി വളരെ യങ്ങാണ്, അത്രയും സക്സസ് ആവില്ല. പക്ഷേ ദ സപ്പോർട്ട് പുള്ളി അങ്ങോട്ട് ചെയ്യുന്നതിന്, ദ സപ്പോർട്ട് ദ പീപ്പിൾ ഗിവ് ഹിം ബാക്ക്. ഓക്കെ, ദ കൺട്രി ഹാസ് കം അപ്പ്. ഓക്കെ, വേൾഡ് മാപ്പിൽ ഇല്ലാത്തൊരു കൺട്രി വേൾഡ് കപ്പ് ഹോസ്റ്റ് ചെയ്തു.
ഓക്കെ, ഒരു അൺനോൺ കൺട്രി ആയിരുന്നു, വളരെ ചെറിയ രാജ്യം, ഒരു വെരി സ്മോൾ രാജ്യം. എനിക്കൊന്ന് പെർ ക്യാപിറ്റ ഇൻകം വെച്ച് നോക്കുന്ന സമയത്ത് വൺ ഓഫ് ദ ബിഗസ്റ്റ് ഇൻ ദ വേൾഡ്. പക്ഷേ അത് മാത്രം ഉണ്ടായിട്ടതേ പക്ഷേ ദർ വിഷൻ ആൻഡ് ദർ ലൈക്ക് ബോൾഡ്നെസ് ടു ഹോസ്റ്റ് ഇറ്റ്. മാനേജ്മെന്റും ഭയങ്കര അടിപൊളിയായിരുന്നു. ആൻഡ് ഏറ്റവും ബെസ്റ്റ് വേൾഡ് കപ്പ് ആയിരിക്കാം അവർ ചിലപ്പോൾ ഹോസ്റ്റ് ചെയ്തത്. അപ്പോൾ ഒരു പ്രോബ്ലവും ഇല്ല, ഒരു ഹുളിയൻസും ഇല്ല, ഒന്നുമില്ലാത്ത എല്ലാവർക്കും വന്ന് ഗെയിം എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു ഇതാണ്. ഇപ്പോൾ സൗദി ഗോയിങ് ടു ഹോസ്റ്റ്. സോ അഗെയിൻ ആ ഒരു വിഷനും അവരുടെ ആ ഒരു ബോൾഡ്നെസ്സും ഉണ്ടല്ലോ, അത് ഇറ്റ് ഈസ് ലൈക്ക് ഇറ്റ് ഷുഡ് ബി സല്യൂട്ടഡ്. യെസ്. ഇനി എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങൾ 3 ഡിഫറെൻറ്റ് റൂളേഴ്സ് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സിസ്റ്റംസിൽ ബിസിനസ് ചെയ്യുന്നുണ്ട്. അതെ. ഇപ്പോൾ ഒരു UAE, ദെൻ ഖത്തർ, സൗദി. ഈ 3 ഡിഫറെൻറ്റ് പൊളിറ്റിക്കൽ എൻവയോൺമെൻ്റ് ആവാം, ഡിഫറെൻറ്റ് നാഷണൽ മിഷൻസ് ഉണ്ടാവും. സൈസ് വെച്ചിട്ട് സൗദി വളരെ വലുതാണ്, സൗദിയുടെ അംബിഷൻസ് വലുതാണ്. ബട്ട് ദെൻ ഇത്രയും വലിയ രാജ്യം ആയതുകൊണ്ട് തന്നെ എനിക്കൊന്ന് ഒരു 3/4 ഓഫ് ഇന്ത്യ ഉണ്ട് സൗദി. അപ്പോൾ അവരുടെ വിഷനും കുറച്ച് സ്കാറ്റേഡ് ആവാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ടല്ലോ. ഖത്തർ കോൺസെൻട്രേറ്റഡ് ആണ്, ദുബായും കോൺസെൻട്രേറ്റഡ് ആണ്, അല്ലെങ്കിൽ ഈ ഒരു ഏരിയയും കോൺസെൻട്രേറ്റഡ് ആണ്. സോ ഇതിൽ ഓരോ എൻവയോൺമെൻറ്റിൻ്റെയും ഡിഫറൻസുകൾ നിങ്ങൾക്കൊന്ന് നരേറ്റ് ചെയ്യാൻ പറ്റും? ഞങ്ങൾ ഖത്തറിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഖത്തർ നിങ്ങൾ പറഞ്ഞ പോലെ ഒരു ചെറിയ മാർക്കറ്റായിരുന്നു. എന്താണ്, ഒരു മറ്റേ കൺട്രി ചെറുതായിരുന്നു. ലൈക്ക് ഓപ്പർച്യൂണിറ്റീസ് കുറവായിട്ട് തോന്നാം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പോപ്പുലേഷൻ സ്മോൾ എന്താണ്. അപ്പോൾ പക്ഷേ ഇറ്റ് വാസ് എ ഗുഡ് സ്കൂൾ. ഓക്കെ, നമുക്ക് പഠിക്കാനും ഇതിനുമായിട്ട്, കാരണം ചെറിയ മാർക്കറ്റിലും ഇതും ചെയ്യാൻ കുറേ ലൈക്ക് ഇറ്റ് വാസ് ഈസിയർ ടു എസ്റ്റാബ്ലിഷ്. കാരണം കോമ്പറ്റീഷൻ കുറവായിരിക്കാം. ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ ഇത് ചെയ്തു. പുറത്തോട്ട് പോകുമ്പോൾ സൗദി ആയാലും UAE ആയാലും ഇറ്റ് ഈസ് എൻറ്റയർലി ഡിഫറെൻറ്റ്. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഇൻ UAE ഈസ് മച്ച് ഈസിയർ ദാൻ അതർ പ്ലേസസ്. കാരണം ദേ ഹാവ് എ സ്റ്റാൻഡേർഡ് സിസ്റ്റം സെറ്റപ്പ്. സൗദിയിൽ എന്താണ്, വെൻ യു ഗോ ഇറ്റ്സ് എ ലാർജ് കൺട്രി. ഓക്കെ, സൗദൈസേഷൻ ഇസ് ദെയർ. ലൈക്ക് ഒരുപാട് ആൾക്കാർ ലാംഗ്വേജ് സ്പീക്ക് ചെയ്യില്ല. യു നീഡ് ടു നോ അറബിക്. മറ്റിപ്പോൾ UAE-ലും ഖത്തറിലൊന്നും ചെയ്യുമ്പോൾ ആ ഒരു ഡിഫിക്കൽട്ടി നമുക്ക് അത്രയും തോന്നിയില്ല. പക്ഷേ മാർക്കറ്റ് സൈസ് ഇസ് ഡിഫറെൻറ്റ്. ദേ ഓൾസോ ഹാവ് ദ വിഷൻ. അപ്പോൾ അവിടെ പോകുമ്പോൾ ഓക്കെ, ഈ ഇപ്പോൾ സൗദൈസേഷനൊക്കെ ഉള്ളതുകൊണ്ട് വി നീഡ് ടു എംപ്ലോയ് എ ലോട്ട് മോർ ഓഫ് 30% വി നീഡ് ടു എംപ്ലോയ് ലോക്കൽ പീപ്പിൾ. അപ്പോൾ അത് ഇനീഷ്യലി നമുക്കൊരു ചാലഞ്ചായിട്ട് ചിലപ്പോൾ പല ആൾക്കാരും പറയും, സൗദിക്കാർ പണി കൊടുത്തു കഴിഞ്ഞാൽ അവർ പണിയെടുക്കില്ല എന്നൊക്കെയുള്ള. പക്ഷേ എന്താണ്, വെൻ വി ആർ ഇൻ എ കൺട്രി, നമ്മൾ ഇത് ആ കൺട്രിക്കും നമുക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കണം. അതെ. അപ്പോൾ ഞങ്ങൾക്ക് ആഫ്രിക്കയിൽ ഞങ്ങൾക്ക് ബിസിനസ് ഉണ്ട്. ഞങ്ങൾ മൊസാംബിക്കിൽ ഒരു ഫാക്ടറി റൺ ചെയ്യുന്നുണ്ട്. അവിടെ ഇറ്റ്സ് എൻറ്റയർലി ഡിഫറെൻറ്റ്. കാരണം ആഫ്രിക്കയിൽ നമ്മൾ എന്താണ്, ഒരു എക്സ്പാട്രിയേറ്റിന് വെക്കുകയാണെങ്കിൽ 9 ആഫ്രിക്കൻസിനെ എംപ്ലോയ് ചെയ്യണം. ഓക്കെ, സൗദിയിൽ 30% ഉള്ളൂ. അപ്പോൾ 10 ആളെ വെക്കുമ്പോൾ 3 ആളെ വെച്ചാൽ മതി. ഓക്കെ, ആഫ്രിക്കയിൽ നേരെ തിരിച്ചാണ്. നമ്മൾ ഒരു ഇന്ത്യക്കാരനെയോ അല്ലെങ്കിൽ ഒരു എക്സ്പാട്രിയേറ്റിനെ എംപ്ലോയ് ചെയ്താൽ 9 മറ്റേ ആളെ എംപ്ലോയ് ചെയ്യും. അപ്പോൾ 10 പേരിൽ 9 അവരും ഒരാളും നമുക്ക് പറ്റുള്ളൂ. പക്ഷേ ആദ്യം നമ്മളത് വലിയൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയത്. കാരണം ഇവർ ഒന്ന് ലാംഗ്വേജ്, കാരണം പോർച്ചുഗീസ് മാത്രമേ സംസാരിക്കുകയുള്ളൂ. പക്ഷേ പിന്നെ ടെക്നിക്കലി ക്വാളിഫൈഡ് അല്ല. അവിടെയും സ്റ്റീലാണോ? അവിടെ സ്റ്റീലാണ്. ഓക്കെ, അപ്പോൾ ടെക്നിക്കലി ക്വാളിഫൈഡ് അല്ല. പക്ഷേ നമ്മളവരെ പഠിപ്പിച്ച് അവരെ അത് ചെയ്യുമ്പോൾ ഇത് ഡെഡിക്കേഷനും അവർക്ക് നമുക്ക് തരുന്ന ഒരു ഇതുണ്ടല്ലോ, ഇറ്റ്സ് എൻറ്റയർലി ഡിഫറെൻറ്റ്. ഇപ്പോൾ ഞങ്ങൾക്കിപ്പോൾ ഇവിടെ നാളെ കൊണ്ടുപോകണ എന്നൊരു ഫീൽ വേണ്ട. കാരണം നമുക്ക് ഉള്ളി മാനേജേഴ്സും സൂപ്പർവൈസേഴ്സും മാത്രം മതി. അവർ പണിയെടുക്കും, അവർ മോർ സാറ്റിസ്ഫൈഡ്. അവരവർ ഭയങ്കര നമ്മളോട് ഭയങ്കര ലോയൽ ഇതായിട്ട്, കാരണം അവർക്ക് ഒരു പുതിയ ഇത് പഠിപ്പിച്ചു കൊടുത്തു. അപ്പോൾ അത് ഇതുപോലെ തന്നെയാണ് ഇപ്പോൾ സൗദിയിലും ആ ഒരു ഇത് എന്തായാലും ഉണ്ടാവും. അപ്പോൾ നമുക്കത് കൂടുതൽ നമ്മൾ അവരെയും കൂടെ ഇൻവോൾവ് ചെയ്യിപ്പിച്ച് അവരെ പഠിപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ യെസ് ദേ വിൽ ഡു. അപ്പം ചാലഞ്ചസും ഡിഫറൻസും കൺട്രി ടു കൺട്രി വിൽ ബി ദെയർ. പക്ഷേ എൻഡ് ഓഫ് ദ ഡേ ഓൾ ദിസ് കൺട്രീസ് അവർക്കൊരു വിഷൻ ഉണ്ട്. അവർക്ക് പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് വരണം എന്നുള്ളൊരിതുണ്ട്. പ്രൈവറ്റ് എക്സ്പാട്രിയേറ്റ്സിനെ ആയാലും ബിസിനസ്സുകാരെയും കൊണ്ടുവരണം എന്നുള്ളൊരിതുണ്ട്. ദർ സപ്പോർട്ടിങ്. ആദ്യമൊക്കെ നമ്മൾക്ക് ഈ പല രാജ്യത്തും നമ്മളെ പേരിൽ നമുക്ക് ഓൺ ചെയ്യാൻ പറ്റില്ലായിരുന്നു. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഒക്കെ സൗദിയിലൊക്കെ ഒരുപാട് പേരും അറബ്സിൻ്റെ പേരിൽ ബിസിനസ് ഓൺ ചെയ്തുകൊണ്ടായിരുന്നു ചെയ്തത്. അപ്പോൾ അതൊക്കെ മാറി. ഇപ്പോൾ 100% നമ്മളെ പേരിൽ നമുക്ക് ഓൺ ചെയ്യാം. സോ ദേ ആർ ഓൾസോ പ്രൊമോട്ടിങ്, ദേ ആർ ഓൾസോ ഡൂയിങ്. അപ്പോൾ ഇപ്പോൾ നമ്മളിപ്പോൾ ഇന്ത്യയിൽ ഒരാൾ ഒരു ഫോറിൻ കമ്പനി FDI വന്ന് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതുപോലെ തന്നെയാണ് നമുക്ക് നമ്മളെ പേരിൽ ഇൻവെസ്റ്റ് ചെയ്യാം. പക്ഷേ നമുക്ക് അവർക്ക് ജോലി കൊടുക്കണം. ഓക്കെ, 30% അവരെ ആളുകൾക്ക് നമ്മൾ ജോലി കൊടുക്കണം. അത് ഒരു രാജ്യത്ത് നമ്മൾ ചെയ്യുമ്പോൾ നമ്മളൊരു കമ്മിറ്റ്മെൻറ്റും അല്ലേ അത്, നമ്മൾ അവരെ ആളുകൾക്ക് അവിടെ നിന്നാണല്ലോ നമ്മൾ വളരാൻ പോകുന്നത്. തീർച്ചയായിട്ടും. ആൻഡ് അത് ഇപ്പോൾ ഞങ്ങളുടെ കൂടെ ഇപ്പോൾ സൗദിയിൽ ഇപ്പോൾ നമുക്ക് ഓൾറെഡി ഈ പറഞ്ഞ പോലെ ഒരു 35% ഞങ്ങൾക്ക് സൗദി ആളുകളുണ്ട്. 30 നമ്മൾ വി ഹാവ് ഇംപ്ലിമെൻറ്റഡ് എ ലിറ്റിൽ മോർ.
വി ആർ വർക്കിംഗ് വെരി ഹാപ്പിലി, വി ആർ ലൈക്ക് വെരി ഹാപ്പി ടു എംപ്ലോയ് മാത്രം വാങ്ങുന്ന ആൾക്കാരല്ല, പണിയെടുക്കുന്നവർ തന്നെയാണ് തീർച്ചയായിട്ടും. പക്ഷെ അത് നമ്മുടെ HR പോളിസി പോലെ ഇരിക്കും അല്ലേ, നമ്മൾ ഓക്കെ ലൈക്ക് നമ്മൾ എന്താണ് അവർക്ക് പറ്റുന്ന സ്കിൽ ജോബ് ആയിരിക്കണം അവർക്ക് കൊടുക്കേണ്ടി വന്ന്, പിന്നെ അവരെ പഠിപ്പിക്കണം കുറേ. നമ്മളിപ്പോൾ ഒരാളെ എന്താണ് ഇപ്പോൾ നമ്മളെ നാട്ടിൽ നിന്ന് ഒരാളെ അയാൾക്ക് അറിയാത്തൊരു ജോലിയിൽ അയാൾ ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്ക് ജോലി കൊടുത്തു കഴിഞ്ഞാൽ അയാളും ജോലി എടുക്കില്ലല്ലോ, പേരിനുള്ളവരതേ അവരും ചെയ്യുള്ളൂ. പക്ഷേ എപ്പോഴും വർക്കും നമ്മളെ ബിസിനസ് ആയാലും നമ്മളെ ജോബായാലും പാഷനബിൾ ആണെങ്കിൽ ദേ വിൽ ഡു. ഈ സൗദി യൂത്ത് ഇപ്പോൾ വർക്കിന് റെഡി ആവുന്നുണ്ട്, പ്രൈവറ്റ് സെക്ടറിൽ അവർ ജോബ് എടുക്കുന്നുണ്ട്. കാരണം എനിക്കൊന്ന് മുന്നേ ഗവൺമെൻറ് അവിടെ എന്തോ ഇവർക്ക് ജോലി ഇല്ലെങ്കിൽ എന്തോ ഒരു അലവൻസ് കിട്ടുമായിരുന്നു, അപ്പോൾ അതെല്ലാം കട്ട് ചെയ്ത് തോന്നുന്നു അല്ലേ? ഉണ്ട്, ഇപ്പോഴും പല സെക്ടേഴ്സിലൊക്കെ ഉണ്ടാവാം, എനിക്ക് കറക്റ്റ് അതിൻ്റെ ഒരു അറിയാത്തത് ഇതുണ്ട്. പക്ഷേ എന്നാൽ പോലും നമ്മൾ അവർക്ക് ആ ജോബിലൊരു ഹാപ്പിനെസ്സും അവർക്കൊരു പാഷനും കാണിച്ചു കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ അവർ വർക്ക് ചെയ്യും തീർച്ചയായിട്ടും. അവർക്കിപ്പോൾ മറ്റേത് കിട്ടേണ്ടത് എക്സ്ട്രാ ഇൻകമായിട്ട് അവർക്ക് ഇത് ചെയ്യാം, അവരുടെ ടൈം സ്പെൻഡ് ചെയ്യാൻ, അവർക്ക് ഗ്രോ ചെയ്യാൻ. ഇപ്പോൾ എനിക്ക് എൻ്റെ ഒരു സൗദിയിൽ ഒരു നല്ലൊരു ഫ്രണ്ടാണ്, പുള്ളിയുടെ കൺസൾട്ടൻസി ഫേമിൽ വർക്ക് ചെയ്യുന്ന ഒരു എഞ്ചിനീയറാണ്. പുള്ളിയുടെയൊക്കെ പാഷനും പുള്ളിയുടെയൊക്കെ ഒരു എന്താണ് എന്തെങ്കിലും ചെയ്യണം, എന്താണ് ബിസിനസ്സുപരമായിട്ടും അല്ലെങ്കിൽ മറ്റേ രാജ്യത്തിന് വേണ്ടിയിട്ടായാലും എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ആ ഒരു പാഷൻ ഇസ് വെരി. അങ്ങനെ പുതിയ വരുന്ന ജനറേഷൻ അത് ഒരുപാടുണ്ട്. എമറാത്തീസിന് നമുക്ക് ഭയങ്കരമായിട്ട് കാണാം. ലോട്ട് ഓഫ് എമറാത്തി പീപ്പിൾ എന്താണ് യങ്സ്റ്റേഴ്സ് റെഡി ടു ലൈക്ക് പുതിയ കാര്യങ്ങൾ ചെയ്യാൻ അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. ഓക്കെ, സോ നമ്മൾ ആഫ്രിക്കയുടെ കാര്യം നിങ്ങളൊന്ന് മെൻഷൻ ചെയ്തല്ലോ, മൊസാംബിക്കിലാണ് ഇപ്പോൾ. മൊസാംബിക്കുള്ളത് ആഫ്രിക്ക ലൈക്ക് നമുക്ക് ജനറലി ആഫ്രിക്കയെക്കുറിച്ച് വലിയ ധാരണ ഇല്ലാത്ത ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ആഫ്രിക്ക ഒരു ബിഗ് ഹോൾ എന്നുള്ളതാണ്. പക്ഷേ അല്ല, 50+ കൺട്രീസാണ് ആഫ്രിക്ക. ഇനി ആഫ്രിക്ക ആയിരിക്കും മാർക്കറ്റ് എന്നൊക്കെ പറയുന്നുണ്ട്. നിങ്ങളെങ്ങനെയാണ് ലൈക്ക് ഇവിടുന്ന് ദുബായിൻ്റെ ഒരു ഗുണം എന്ന് പറയേണ്ടത് ഇന്ത്യയും ആഫ്രിക്കയും തമ്മിൽ കണക്ട് ചെയ്യാനും ഈവൻ പല ഒന്ന് ട്രാൻസിറ്റ് സോണാന്നുള്ളൊരു അഡ്വാൻറ്റേജ് പറയും. ഇപ്പോൾ ഗോൾഡ് പറയുമ്പോൾ ഗോൾഡിൻ്റെ സോഴ്സ് മൈറ്റ് ബി ആഫ്രിക്ക, പക്ഷേ അവിടെ നിന്ന് എല്ലാ രാജ്യത്തിലേക്കും പോകുന്നുണ്ടാവും. കാരണം ഇവിടെ എത്തുന്നതോട് കൂടി സംഭവം എല്ലാം സേഫായി, ബിസിനസ് സേഫായി UAE എത്തുന്നതോട് കൂടിയിട്ട്. അപ്പോൾ അങ്ങനെ ഉണ്ടാവാം. ഇപ്പോൾ കോഫി ആണെങ്കിലും എഗെയിൻ കമ്മിങ് ഫ്രം ആഫ്രിക്ക ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആഫ്രിക്കയെ കുറിച്ചിട്ട് കാണുന്നത് എന്താണ് ബിസിനസ് വൈസ്? ഇപ്പോൾ ഒരുപാട് മലയാളീസ് ഇവിടുന്ന് ആഫ്രിക്കയിലേക്ക് നോക്കുന്നുണ്ട്, ആഫ്രിക്കയിലേക്ക് ബിസിനസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. സോ ആഫ്രിക്കൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ഒന്ന് കമൻറ്റ് ചെയ്യും. ആഫ്രിക്ക എന്താണ് ഒരു വലിയ പൊട്ടൻഷ്യൽ തന്നെയാണ്. അത് ഇന്നും ഇന്നലെയൊന്നുമല്ല, എന്നോ ആഫ്രിക്ക ഒരു പൊട്ടൻഷ്യൽ തന്നെ. പല ആളുകളും പണ്ടും ബിസിനസ് ചെയ്യുന്നുണ്ട്. നമ്മൾ പറയുമ്പോൾ മലയാളികളോ അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യൻസോ ആയിരിക്കാം, പക്ഷേ എന്താണ് നോർത്ത് ഇന്ത്യൻ ബിസിനസ് ഗ്രൂപ്പ് അവരൊക്കെ ഒരുപാട് കാലമായിട്ട് ആഫ്രിക്കയിൽ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ചൈനീസ് ഇവരൊക്കെ ഒരുപാട് കാലമായിട്ട്, യൂറോപ്യൻസ് ഇറ്റാലിയൻസൊക്കെ ഒരുപാട് കാലമായിട്ട് ആഫ്രിക്കയിൽ ഒരുപാട് ചെയ്യുന്നുണ്ട്. ആഫ്രിക്ക ഇസ് എ ബ്ലെസ്ഡ് പ്ലേസ്. അവർക്ക് മറ്റേ നാച്ചുറൽ റിസോഴ്സസ് അവർ അബണ്ടൻ്റ്ലി ബ്ലെസ്ഡ് ആണ് ആ കൺട്രി. പോപ്പുലേഷൻ ഈസ് ഓൾസോ ഹൈ. അവരുടെ എന്താണ് അൺഫോർച്ചുനേറ്റ് ദിസ് തിങ് ഇസ് ഇൻഫ്രാസ്ട്രക്ചർ ഇസ് നോട്ട് വെൽ ഡെവലപ്ഡ്. പിന്നെ പോപ്പുലേഷനിലായാലും അവർക്ക് പൊളിറ്റിക്കൽ ഇൻസ്റ്റബിലിറ്റി അതുകൊണ്ട് പല രാജ്യങ്ങൾക്കും ഉണ്ട്. ബിക്കോസ് ഓഫ് എനിക്കൊന്ന് കൊളോണിയലിസവും അതിനുശേഷമുള്ള ഡിവിഷനൊക്കെ പല കൺട്രീസും അതേപോലെ എക്സ്പ്ലോയിറ്റഡ് ആയിരുന്നു. ഓക്കെ, പക്ഷേ അതിൽ നിന്നൊക്കെ ഒരുപാട് രാജ്യങ്ങൾ പുറത്തു വരുന്നുണ്ട്. ടൂറിസം യു ഹാവ് ടു സീ ലൈക്ക് ഇപ്പോൾ കെനിയ ആയാലും ടാൻസാനിയ ആയാലും ഒക്കെ ടൂറിസത്തിന് കൈൻഡ് ഓഫ് നമ്മളിപ്പോൾ പല ആളുകളും ഇന്ത്യ ഇവിടെ നിന്നൊക്കെ ടൂറിസ്റ്റ് ദേ ഗോ ദെയർ. ഇപ്പോൾ മൈഗ്രേഷൻ കാണാനായാലും എന്താണ് സഫാരിക്കായാലും ഇതിനൊക്കെ ദേ ഗോയിങ്. സോ ഇറ്റ്സ് അമേസിങ്. ആഫ്രിക്കയിൽ നമ്മൾ ട്രാവൽ ചെയ്താൽ മാത്രമേ നമുക്ക് ആഫ്രിക്കയുടെ പൊട്ടൻഷ്യലും ആഫ്രിക്ക എന്താണെന്ന് അറിയുള്ളൂ. ഓക്കെ, സേഫ്റ്റി ഇഷ്യൂസ് ഉണ്ട്, പക്ഷെ അതിപ്പോൾ ഇന്ന് നമ്മളെ നാട്ടിലും ഇല്ലേ? ഓക്കെ, പല സ്ഥലത്തും നമുക്ക് പല പ്രോബ്ലംസും വരാം. പിന്നെ അവിടെ എന്താണ് ആളുകൾക്ക് ഇപ്പോഴും പല സ്ഥലത്തും ഇൻഫ്രാസ്ട്രക്ചറും ഒന്നും ഡെവലപ്പ് ആവത്തുണ്ട്. ആ ഒരു ഇതിൻ്റെ അകത്തുള്ളൊരു പ്രോബ്ലംസ് പലയിടത്തും ഉണ്ടാവാം. പക്ഷെ നല്ല മാർക്കറ്റ് എന്നുള്ള നിലയ്ക്ക് മാർക്കറ്റ് മാത്രമല്ല, അവിടുന്ന് എന്താണ് രണ്ട് രീതിയിലാണ്. നിങ്ങൾ പറഞ്ഞ പോലെ റോ മെറ്റീരിയലും സോഴ്സിങ്ങിനും അവിടെ തന്നെ ഒരിതാണ്. വർക്ക് ഫോഴ്സ് എന്താണ് വളരെ നന്നായിട്ട് പണിയെടുക്കുന്ന എന്താണ് ആളുകളും നിങ്ങൾക്ക് ഈവൻ അവിടുന്ന് കൊണ്ടുവന്നിട്ട് ഇത് ചെയ്യാൻ പറ്റുന്ന കൈൻഡ് ഓഫ് ഒരു വർക്ക് ഫോഴ്സാണ്. അതൊരു മാർക്കറ്റാണ്. അവിടുന്ന് ഇതേപോലെ എന്താണ് ബിസിനസ് എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ടും അവിടുന്ന് പുറത്തോട്ട് വിൽക്കാനും അതൊരു വലിയൊരു ഓപ്പർച്യൂണിറ്റി ഉള്ള സ്ഥലമാണ്. ഒരുപാട് ഇറ്റ്സ് സ്റ്റിൽ അൺടാപ്ഡ് ആണ്. ഒരു ലൈക്ക് ഒരു 30-40% ഒക്കെ ഇപ്പോഴും എന്താണ് ആളുകൾ കണ്ടിട്ടുള്ളൂ. സ്റ്റിൽ ദർ ഇസ് ക്വൈറ്റ് എ ലോട്ട് മോർ ഓപ്പർച്യൂണിറ്റി ഒരുപാടുണ്ട്. എന്താണ് ഈ പറഞ്ഞ പോലെ
ട്രാവൽ ചെയ്യണം. സ്വന്തം ഇറ്റ്സ് എ വാസ്റ്റ് പ്ലേസ്. നമ്മൾ പോയി കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയുള്ളൂ. നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഞങ്ങൾ മൊസാംബിക്കിൽ പോയിട്ട് ആ മൊസാംബിക്ക് പോലെ ആയിരിക്കില്ല നമ്മളിപ്പോൾ വെസ്റ്റേൺ ആഫ്രിക്കയിലോട്ട് പോകുമ്പോൾ. എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അത് എന്താണ് ഒരുപാട് നമ്മൾ കണ്ട് എക്സ്പീരിയൻസ് ചെയ്താൽ മാത്രമേ നമുക്ക് അറിയുള്ളൂ. പക്ഷേ പ്രോമിസിങ് ലാൻഡാണ്. ഇറ്റ്സ് പ്രോമിസിങ്. ഓക്കെ, ഇനി നമുക്ക് 2 ആംഗിളും കൂടെ നമ്മളൊരു ഓൾമോസ്റ്റ് 1.5 hour ആയിട്ടുണ്ട് തോന്നുന്നു. നമുക്ക് 2 ആംഗിളും കൂടെയാണ് ഞാൻ ചർച്ച ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നത്. ഒന്ന്, ഈ സസ്റ്റൈനബിലിറ്റിയെക്കുറിച്ചൊക്കെ പറയുമ്പോഴേ ബീങ് ആൻ ഇന്ത്യൻ, നമ്മുടെ നാട്ടിലും ഇതിന് വലിയ സാധ്യതകളുണ്ടാവുമല്ലോ. കാരണം എല്ലാ സിറ്റീസിലും, ഇന്ത്യയിലെ എല്ലാ സിറ്റീസിൻ്റെയും വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് പ്രോബ്ലം വേസ്റ്റ് മാനേജ്മെൻ്റ് ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ഫ്യൂച്ചർ എന്താണ്, ലൈക്ക് ആ ഒരു ഏരിയ എനിക്ക് ചോദിക്കാനുണ്ട്. രണ്ടാമത്തേത്, ഇപ്പോൾ ലോകത്തെ ഏറ്റവും വലിയ റിസ്ക്, ജിയോ പൊളിറ്റിക്കൽ റിസ്ക്, ട്രംപ് റിസ്ക് ആണെന്നുള്ള ഒരു സംഭവമുണ്ട്. അപ്പോൾ നമുക്ക് ഇത് രണ്ടിനെ ഒന്ന് അനലൈസ് ചെയ്തിട്ട് വൈൻഡപ്പ് ചെയ്യാൻ തോന്നുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യം ഈ സിമിലർ ഓപ്പർച്യൂണിറ്റി നിങ്ങൾ കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയിലെ മറ്റ് സ്ഥലത്തൊക്കെ റിഗാർഡിങ് സസ്റ്റൈനബിലിറ്റി ഫീൽ ചെയ്തിട്ടുണ്ടോ, വേസ്റ്റ് മാനേജ്മെൻറ്റിലോ മറ്റോ ഒക്കെ? അതിനെക്കുറിച്ചിട്ട് നിങ്ങളുടെ ഒരു വ്യൂ ഒന്ന് കമൻറ്റ് ചെയ്യും. ഇന്ത്യയിൽ വേസ്റ്റ് മാനേജ്മെൻറ്റും റീസൈക്ലിങ്ങും സസ്റ്റൈനബിലിറ്റിയും ഇറ്റ്സ് എ ഹ്യൂജ് ഓപ്പർച്യൂണിറ്റി. കാരണം വി ഹാവ് ഈ പറഞ്ഞ പോലെ ഒരു 1.3 ബില്യൺ പോപ്പുലേഷൻ, 1.4 ബില്യൺ പോപ്പുലേഷൻ. അപ്പോൾ അവിടെ നിന്ന് ഡെവലപ്പ് ചെയ്യുന്ന എന്താണ് ഇത് ഇവിടത്തേക്ക് വെച്ച് നോക്കുമ്പോൾ എത്രയോ ടൈംസ് ആയിരിക്കാം വേസ്റ്റ്. നമ്മളിപ്പോൾ ഇവിടെ പോയി കഴിഞ്ഞാൽ കേരളത്തിൽ തന്നെ നമ്മൾ ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ വേസ്റ്റ് ഇല്ല എന്ന് പറയാൻ പറ്റില്ല. അത്രയും ഫിസിക്കലി തന്നെ നമുക്ക് കാണാവുന്ന ഒരു സാധനമാണ്. അപ്പോൾ പക്ഷേ നമ്മളുടെ ഇന്ത്യയിൽ ഇപ്പോൾ എസ്പെഷ്യലി കേരളത്തിലുള്ളൊരു പ്രോബ്ലം ഇതിനെ നമ്മൾ പഠിച്ചിരുന്നു 1-2 പ്രാവശ്യമായിട്ട്. ഒരു മേജർ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ നമ്മളെ പോപ്പുലേഷൻ ഡെൻസിറ്റിയാണ്. ഇത് കാരണം ഇത് ചെയ്യുമ്പോൾ എന്താണ് അതിൻ്റെ സ്മെല്ലുകളായാലും ഇപ്പോൾ എന്താണ് ഒരു പഞ്ചായത്തിലെ വേസ്റ്റ് വേറെ പഞ്ചായത്തിലോട്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഇപ്പം നമ്മുടെ കുടുംബശ്രീയും ഇവരൊക്കെ ആയിട്ട് ഇപ്പോൾ പ്ലാസ്റ്റിക് നന്നായിട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് അപ്പോൾ ആളുകൾ എന്താണ് പ്ലാസ്റ്റിക് കളക്ട് ചെയ്ത് അവർക്ക് കൊടുത്ത് അതിൽ നിന്നൊരു റവന്യൂ ഹൗസ് ഹോൾഡിന് കിട്ടുന്നുണ്ട്. അപ്പോൾ അതേപോലെ നമ്മൾ എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ, നമ്മൾ സെഗ്രിഗേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാത്തിനും റവന്യൂ ഉണ്ടാവാനും എല്ലാത്തിനും ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. നമുക്ക് ഈ പോപ്പുലേഷൻ ഡെൻസിറ്റിയും നമ്മളെ ലാൻഡ് അൺഅവൈലബിലിറ്റിയും പിന്നെ നമ്മളെ മഴയും എല്ലാം കൂടെ ഉള്ളൊരു പ്രോബ്ലം കൊണ്ട് കുറച്ചും കൂടെ ചാലഞ്ചിങ് ആണ്. ഓക്കെ, പക്ഷേ ടെക്നോളജി വൈസ് നമ്മൾ കോമ്പീറ്റൻ്റ് ആണോ? ടെക്നോളജി വൈസ് എന്താണ് ഇപ്പോൾ കറൻ്റ്ലി എന്താണ് പ്ലാന്റുകളുണ്ട്. പക്ഷേ എന്താണ് ട്രാൻസ്പോർട്ടേഷനിൽ, വേസ്റ്റ് ട്രാൻസ്പോർട്ടേഷനിൽ നമ്മൾ എന്താണ് കേരളത്തിന് എടുക്കുകയാണെങ്കിൽ ഇറ്റ് സ്റ്റിൽ നീഡ് എ ലോട്ട് മോർ ഇമ്പ്രൂവ്മെൻറ്റ്. ഓക്കെ, ഉപ്പ എന്താണ് കുറച്ച് കാലം എന്താണ് ഈ പോർട്ട്ഫോളിയോ ഹാൻഡിൽ ചെയ്തിരുന്നല്ലോ. അപ്പോൾ ആ സമയത്ത് നമ്മൾ പഠിച്ചിരുന്നു. അപ്പോൾ ഒരുപാട് വേസ്റ്റ് മാനേജ്മെൻറ്റിൽ ഇത് ആണ് ഇതിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ് വേണ്ടിയത്, അല്ലാതെ പ്രോസസ്സിങ്ങിലല്ല. പ്രോസസ്സിങ്ങിൽ ഒരു സ്ഥലത്ത് നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. പക്ഷേ വേസ്റ്റ് കളക്ഷൻ ആൻഡ് ട്രാൻസ്പോർട്ടിംഗ് ആണ് നമ്മളുടെ ചാലഞ്ച്. ഓക്കെ, ചില സിറ്റീസിലൊക്കെ വളരെ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഡൽഹിയിലായാലും പിന്നെ ഈവൻ തമിഴ്നാട്ടിൽ ചെന്നൈയിലൊക്കെ ആയാലും അവർ കുറച്ചും കൂടെ ബെറ്ററായിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മളുടെ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൻ്റെ ഒരു സ്പെസിഫിക് പ്രോബ്ലം നമ്മളെ പോപ്പുലേഷൻ ഡെൻസിറ്റിയും അൺഅവൈലബിലിറ്റി ഓഫ് ലാൻഡുമാണ്, റെയിനും എല്ലാം കൂടെ ഒരു ഫാക്ടറാണ്. പക്ഷേ അത് നമ്മൾ ഈ പറഞ്ഞ പോലെ അത് അത് ഓവർകം ചെയ്യണമെങ്കിൽ നമ്മളാളുകൾ തന്നെ അത് ചെയ്യണം. ഇത് ഒരു ഗവൺമെൻറ്റിനോ ഒരു കമ്പനിക്കോ വന്നിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമല്ല. നമ്മളിപ്പോൾ എവിടെ ആയാലും, ഞാൻ പറഞ്ഞില്ല, ഞങ്ങളിപ്പോൾ ഖത്തറിലായാലും നമ്മൾ ചെയ്തപ്പോൾ നമ്മളെന്താ ചെയ്തത്, നമ്മൾ ബാക്കിലോട്ട് പോയിട്ട് നമുക്ക് വേസ്റ്റ് പ്രോസസ്സിങ് ചെയ്യാം. ഓക്കെ, വേസ്റ്റ് കളക്ഷൻ ചെയ്യാം. ഓക്കെ, ട്രാൻസ്പോർട്ട് ചെയ്യാം, ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് പ്രോസസ്സ് ചെയ്യാം. പക്ഷേ ഇപ്പോൾ നമ്മളൊരു പ്ലാസ്റ്റിക് ബോട്ടിൽ അല്ലെങ്കിൽ ഒരു ഗ്ലാസ് അത് ക്ലീനായ ഒരു ബോട്ടിൽ കിട്ടുകയാണെങ്കിൽ അതൊരു ഗോൾഡ് മൈനാണ്. കയ്യിൽ നിന്ന് ഒരുപാട് വാല്യൂ അഡീഷൻ ചെയ്യാം. പക്ഷെ അതൊരു ഫുഡ് വേസ്റ്റിനായിട്ടോ അല്ലെങ്കിൽ വേറെ സാധനത്തിനായിട്ട് മിക്സ് ചെയ്തിട്ട് വരുമ്പോൾ അതിന് കോസ്റ്റ് ഇൻക്രീസ് ഭയങ്കര ഹൈ ആണ്. അപ്പോൾ ഒരു കമ്പനിക്ക് ഞങ്ങളിപ്പോൾ പ്രോസസ്സ് ചെയ്ത് കൊടുത്താലും നാളെ ഒരാൾക്ക് റീസൈക്കിൾഡ് സാധനം ഉപയോഗിക്കുമ്പോൾ അവരുടെ കോസ്റ്റ് ഒരുപാട് ഹൈ ആണ്. അപ്പോൾ അതിനേക്കാളും നല്ല അവർ യൂസ് ചെയ്യാതിരിക്കുക ചെയ്യുക. കാരണം പുതിയ സാധനം യൂസ് ചെയ്യുന്നതായിരിക്കും അവർക്ക് ബെറ്റർ. നാട്ടിൽ ഇതിനെക്കുറിച്ച് ഒരു കളിയാക്കലുണ്ട്, കവറെല്ലാം കഴുകിയിട്ട് കൊടുക്കണം അങ്ങനത്തെ ഒരു. അതെ, പക്ഷേ നമ്മൾ എന്തിനേ കഴുകിയിട്ട് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. നമ്മൾ മറ്റേ ഡേർട്ടി ആക്കാതെ കൊടുത്താൽ, നമ്മളൊരു സാധനം ഇപ്പോൾ കവറായാലോ
അല്ലെങ്കിൽ ഒരു ബോട്ടിലായാലോ നമ്മൾ എടുക്കുന്ന സമയത്ത് ഓക്കെ അതിൻ്റെ അകത്ത് ഒന്നും ഉണ്ടാവില്ലല്ലോ, അത് ക്ലീൻ അല്ലേ. അത് അതേപോലെ കൊടുത്താൽ നമ്മൾ വേസ്റ്റ് വേറെ ഫുഡ് വേസ്റ്റിൻ്റെയോ മറ്റേൻ്റെയോ കൂടെ മിക്സ് ചെയ്യാതെ നമ്മളത് സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ ഓരോന്നിനും ഓരോ രീതിയിൽ നമുക്ക് കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഒന്നും ചെയ്യണ്ട. കാരണം ആ ഒരു എഡ്യൂക്കേഷൻ നമുക്ക് താഴോട്ട് കൊണ്ടുപോകാൻ പറ്റുകയാണെങ്കിൽ ഓക്കെ ഇത് ഏത് രാജ്യത്തും ഓക്കെ ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ഖത്തറിൽ ചെയ്ത പോലെ ഒരു അതെ ഖത്തറിൽ നമ്മൾ എന്താണ് അതൊരു നമ്മൾ കണ്ടിട്ട് പല ആൾക്കാരും ചെയ്യുന്ന നെതർലാൻഡ് അതിന് ഏറ്റവും വലിയൊരു എക്സാമ്പിളായിരുന്നു. നെതർലാൻഡ് ഒരു സമയത്ത് വേസ്റ്റിൻ്റെ ഒരു പ്രോബ്ലമാറ്റിക് കൺട്രി ആയിരുന്നു. ഓക്കെ ഇന്ന് വൺ ഓഫ് ദ ബെസ്റ്റ് രീതിയിൽ വേസ്റ്റ് മാനേജ്മെൻറ്റ് ചെയ്യുന്ന ഒരു കൺട്രിയാണ്. ഓക്കെ അവർ ദേ വെൻ്റ് ഇൻ ടു ദ സോഴ്സ്. ഓക്കെ പല സ്ഥലത്തും അവർ പെയിൻലൈസിങ് ചെയ്തിട്ടുണ്ട്, പല സ്ഥലത്തും അവർ എന്താണ് ആളുകൾ അങ്ങോട്ട് പൈസ കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. ഇതൊക്കെ ആണെങ്കിൽ പോലും ഇന്ന് അവർ വളരെ നന്നായിട്ട് ചെയ്യുന്നൊരു രാജ്യമാണ്. അപ്പോൾ അതേപോലെ എല്ലായിടത്തും ചെയ്യാൻ പറ്റുന്ന തന്നെയാണ്, ചെയ്യാൻ പറ്റാത്തൊരു സാധനമൊന്നുമല്ല. ഒരുപാട് കൺട്രീസ് എല്ലാ രാജ്യങ്ങളും എല്ലാ സ്ഥലത്തും വേസ്റ്റ് ജനറേഷൻ ഉണ്ട്, ഇതിൽ ഇനിയും ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്നുള്ള 100%. ഈ കോഴി വേസ്റ്റിൻ്റെ കാര്യത്തിൽ മുൻപ് ഞാനെല്ലാം സ്കൂളിൽ പഠിക്കുന്ന കാലത്തൊക്കെ കുറച്ചൊരു ഒറ്റപ്പെട്ട സ്ഥലത്തോടെല്ലാം പോവുകയാണെങ്കിൽ കോഴി വേസ്റ്റ് നമ്മൾ അതിൻ്റെ ഒരു വലിയൊരു വിക്ടിം തന്നെയായിരുന്നു. നമ്മളവിടെ മലപ്പുറത്ത് കാരാത്തോട് വീട്ടിൻ്റെ അടുത്ത് ആളുകൾ കൊണ്ടുവന്നിട്ട്, കാരണം പണക്കാട് തങ്ങളെ വീട് കഴിഞ്ഞ് നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ കുറച്ചൊരു എംടി ഏരിയയാണ് ആ പുഴയുടെ സൈഡിൽ. അവിടെ കൊണ്ടുവന്നിട്ട് ആളുകൾ ഡംപ് ചെയ്തിട്ട് പോകുമായിരുന്നു ഈ കോഴി വേസ്റ്റ് കൊണ്ടുവന്നിട്ട്. അതൊരു സ്മെല്ല് ചെയ്ത് വീട്ടിലേക്കൊക്കെ ഒരു കാറ്റടിക്കുമ്പോൾ ഭയങ്കര സ്മെല്ലായിരുന്നു. അപ്പോൾ എന്നിട്ട് അവിടുത്തെ തൊട്ടടുത്തുള്ള വീടുകൾ നമ്മൾ അവരുടെ ആളുകളൊക്കെ പോയിട്ട് അവിടെ നിന്ന് രാത്രി നിന്നിട്ട് ഈ നോക്കുമായിരുന്നു ഇത് ഡംപ് ചെയ്യാതെ വേണ്ടിയിട്ട്. പക്ഷേ ഇന്ന് ഇപ്പം അത് പ്രോസസ്സിങ് ചെയ്തോടെ കാണാൻ പോലും ഇല്ല. ഇന്നിപ്പോൾ ആളുകൾ പൈസ കൊടുത്ത് വാങ്ങിക്കുകയാണ്. അതായത് അങ്ങോട്ട് പോയിട്ട് ചിക്കൻ സ്റ്റാളിൽ പോയിട്ട് പൈസ കൊടുത്ത് വാങ്ങിക്കുകയാണ്. പല വേസ്റ്റും നമ്മൾ നോക്കിയാൽ അങ്ങനെയാണ്. ഇന്ന് നമ്മൾ വേസ്റ്റിന് അങ്ങോട്ട് പൈസ കൊടുത്ത് വാങ്ങിക്കുകയാണ്. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ കാര്യം ഉണ്ടല്ലോ, വേസ്റ്റ് അല്ല, വിത്ത് പ്രോപ്പർ ടെക്നോളജി ഉണ്ടെങ്കിൽ അതൊരു റിസോഴ്സ് ആണ്. പ്രോപ്പർ ടെക്നോളജിയിലോട്ടൊന്നും പോണ്ട, പ്രോപ്പർ സെഗ്രിഗേഷൻ ഉണ്ടെങ്കിൽ നമ്മളതിനെ പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ ഓക്കെ ഇറ്റ് ഈസ് എ വാല്യൂ അഡീഷൻ, ഇറ്റ് ഈസ് എ മണി മേക്കിംഗ് തിങ് ഫോർ യു. അതിനെ വേസ്റ്റായിട്ട് നമ്മൾ എല്ലാം കൂടെ ഒരേ ഡബ്ബയിലോട്ട് ഇട്ടിട്ട് നമ്മൾ മിക്സ് ചെയ്യുകയാണെങ്കിൽ അത് വേസ്റ്റാണ്. പക്ഷേ നമ്മൾ എന്തിനാ നമ്മളിപ്പോൾ നമ്മളെ ഫുഡ് വേസ്റ്റ് ഓക്കെ നമ്മളെ ഓൺ ഇതിനകത്ത് നമ്മളൊരു സെപ്പറേറ്റ് ഇതിലിട്ടിട്ട് അതിനെ വളമാക്കി മാറ്റാൻ പറ്റുകയാണെങ്കിൽ അത് നിങ്ങൾ പൈസ കൊടുത്ത് വളം വാങ്ങിക്കേണ്ട. ഏറ്റവും ബെസ്റ്റ് മെന്യൂറാണ്, ഏറ്റവും ബെസ്റ്റ് ഓർഗാനിക് ഇതാണ്. ഓക്കെ നിങ്ങൾക്ക് നിങ്ങളെ വീട്ടിൽ തന്നെ ഓർഗാനിക് ഫുഡ് കഴിക്കാൻ നിങ്ങളൊരു ചെറിയ ഫാം ഉണ്ടെങ്കിൽ ഓക്കെ ഈ പറഞ്ഞ മാതിരി നിങ്ങൾക്ക് ഫ്ലാറ്റിലാണെങ്കിൽ പോലും നിങ്ങൾക്കൊരു ഓൺ ബാൽക്കണി അതുണ്ടെങ്കിൽ അവിടെ ചെയ്യണമെങ്കിൽ അതിൻ്റെ അകത്ത് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളാണ്. അപ്പോൾ അത് എല്ലാത്തിനും നമ്മളെങ്ങനെ അതിനെ ട്രീറ്റ് ചെയ്യുന്നു അതേപോലെ തിരിച്ച് കിട്ടും. ഓക്കെ അടിപൊളി. ഇനി എനിക്ക് നമ്മുടെ ഒരു ഫൈനൽ പാർട്ടിലേക്ക് കടക്കാം. അതായത് ട്രംപ് ഫാക്ടർ. ഇപ്പോൾ ട്രംപിന് ഇനിയും ഒരു 3.5 വർഷം ബാക്കിയുണ്ട് എന്നുള്ളത് ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ എന്താ വെച്ചാൽ ഇടയ്ക്ക് ഇലോൺ മസ്കും പുള്ളിയും കൈകോർത്തിട്ട് കുറേ അനൗൺസ്മെൻറ്റുകൾ വരുന്നു. അപ്പോൾ ഞാൻ ശ്രദ്ധിച്ചത് എന്താ വെച്ചാൽ ഈ ഗേറ്റ് ക്രാഷ്ഡ് ആയിരുന്നു ഇലോൺ മസ്ക് GCC ട്രിപ്പിൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പിന്നീട് അവർ തമ്മിൽ തെറ്റുന്നതിൽ ഒരു പങ്ക് അന്നത്തെ ട്രിപ്പിൽ ഇവിടെ വന്നിട്ട് സ്റ്റാർ ഗേറ്റ് പ്രൊജക്റ്റ് ഇവിടെ അനൗൺസ് ചെയ്യുന്നു, അതിൽ ഇലോൺ മസ്കിൻ്റെ AI കമ്പനി ഇല്ല. പിന്നെ അവർ തമ്മിൽ അകലുന്നു, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളെല്ലാം കണ്ടു. ഇപ്പോൾ ട്രംപ് ഡയറക്റ്റ് പറയുന്നില്ലെങ്കിലും ട്രംപിൻ്റെ അലൈസും ട്രംപിൻ്റെ ഒരുപാട് അഡ്വൈസേഴ്സൊക്കെ ഒരു ആൻറ്റി ഇന്ത്യ സ്റ്റാൻഡ് എടുക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് പ്രൈമറിലി GCCയിൽ ബിസിനസ് ചെയ്യുകയാണെങ്കിലും വാട്ടെവർ ഇന്ത്യനെ ബാധിക്കുന്നത് നമ്മളെയും ബാധിക്കുന്ന ചിന്തിക്കുന്ന ഒരു ഇതുണ്ടല്ലോ. അപ്പോൾ ഇവിടെ ഒരു ബിസിനസ്സുകാരൻ എങ്ങനെ, പ്രത്യേകിച്ച് ഇപ്പോൾ നിങ്ങൾക്ക് എക്സ്പോർട്സ് ഉണ്ട്, US മറ്റൊക്കെ എക്സ്പോർട്സ് ഉണ്ട്. അപ്പോൾ താരിഫ് വരുന്ന സമയത്ത് ഒരുപക്ഷെ ഷിപ്മെൻറ്റിലുള്ള സമയത്തൊക്കെ താരിഫ് വന്നിട്ട് പലർക്കും ഇഷ്യൂ ഉണ്ടായിട്ടുണ്ടെന്നൊക്കെ കേട്ടിട്ടുണ്ട്. ലാൻഡഡ് കോസ്റ്റ് മാറുമല്ലോ. അപ്പോൾ അതിൽ എന്തൊരു ഫ്യൂച്ചർ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത്? ലൈക്ക് ഇത് സ്റ്റെബിലൈസ്ഡ് ആവുമോ? കാരണം എന്താ വെച്ചാൽ ലോകത്ത് ഒരു അപ്രഖ്യാപിത ഒരു കൈൻഡ് ഓഫ് മാന്ദ്യം ഉണ്ട് എന്നുള്ള ഒരു സംഭവം പറയുന്നുണ്ട്. അപ്പാർട്ട് ഫ്രം GCC ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ഈ ഒരു ഇത് കാണാം, ഒരു സ്ലോ ഡൗൺ കാണാം, ഇൻക്ലൂഡിങ് സൗദി. നമുക്ക് ഈ ഒരു സ്ലോ ഡൗൺ എന്താണെന്ന് വെച്ചാൽ അത് ഈ ക്രൂഡ് ഓയിലിൻ്റെ ഡിമാൻഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറേ പ്രശ്നങ്ങളാണെന്ന് കണ്ടിട്ടുണ്ട് ഞാൻ. എഗെയിൻ ഇതിൽ ഈ ക്രൂഡ് ഓയിലിൻ്റെ ഡിമാൻഡ് 12 മില്യൺ ബാരൽ പെർ ഡേ, അതുപോലെ $100 പെർ ബാരൽ, ഇതൊക്കെ ഈ പ്രൈസ് റേഞ്ചിൽ കിട്ടിയാൽ മാത്രമേ സൗദിയുടെ വിഷൻസ് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റൂ എന്ന് പറഞ്ഞിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. കറൻ്റ്ലി $60 സംതിങ് ആണ് ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ്. അതുപോലെ സൗദി 9 മില്യൺ ബാരലൊക്കെ ഡെയിലി പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ.
ഇത് അവരുടെ പ്രൊജക്റ്റുകളിലും കാണുന്നുണ്ട്. ബട്ട് ദെൻ ഇപ്പോൾ ട്രംപ് ഇപ്പോൾ റീസെൻ്റ്ലി കുറച്ച് അൺസർട്ടനിറ്റി ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇന്ത്യ റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്ന കാരണം ഇന്ത്യക്കെതിരെ ബാൻ എന്ന് പറയുന്നു. പക്ഷേ ഇതേ പണിയെടുക്കുന്ന യൂറോപ്പിനോടൊന്നും ചെയ്യുന്നില്ല, ചൈനയോടൊന്നും ചെയ്യുന്നില്ല. ബട്ട് ദെൻ ഇന്ത്യയെ ടാർഗറ്റ് ചെയ്തിട്ട് നമുക്ക് കൂട്ടത്തിൽ വീക്കറായിട്ടുള്ള ആളെ അടിക്കുക എന്ന് പറയുന്ന പോലത്തെ ഒരു പരിപാടി, ഒരു സിംഗ്ലിങ് ഔട്ട് നമുക്ക് കാണാം. അപ്പോൾ ഹൗ യു പെർസീവ് ട്രംപ്, അതാണ് ഒരു ചോദ്യം. 2, ട്രംപിന് നിലവിൽ GCCയുമായിട്ട് നല്ല ബന്ധമാണ്. അതെ. ബട്ട് ദെൻ എനിക്ക് തോന്നുന്നു ഓൾറെഡി നിങ്ങളുടെ ഏതെങ്കിലുമൊക്കെ ബിസിനസ് ഈ എക്സ്പോർട്ട് സെഗ്മെൻറ്റിൽ ട്രംപ് താരിഫുകൾ കാരണം ബാധിക്കപ്പെട്ടിട്ടുണ്ടാവാം. അപ്പോൾ ഇതിൻ്റെ ഒരു ഫ്യൂച്ചർ നിങ്ങളെ ബിസിനസ്സിൻ്റെ ഗ്രോത്തിനെയും മറ്റുമൊക്കെ ബാധിക്കുമോ? നിങ്ങൾ എന്താണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്? ട്രംപിൻ്റെ വിഷനും ട്രംപിൻ്റെ ഇതും എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. പുള്ളിയുടെ മോട്ടീവ്സും ഒരുപാട് പുള്ളിയുടെ ഒരു തന്നെയാണ്. ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ടു പ്രിഡിക്റ്റ്. കാരണം എന്താണ് ഓരോ ഡേയും പുള്ളിയുടെ മൂഡ് ഇസ് വെരി വെരി ഡിഫറെൻറ്റ്. അപ്പോൾ വി ഡോണ്ട് നോ, മൈറ്റ് ഷോ റിസൾട്ട് ആഫ്റ്റർ സം ഇയേഴ്സ് ഫോർ US. ഓക്കെ, മൈറ്റ് ബി വെരി ബ്ലണ്ടർ ദിസ് തിങ്. അത് ഇപ്പോൾ പ്രെഡിക്റ്റ് ചെയ്യാൻ കുറച്ച് ഡിഫിക്കൽട്ടാണ്. പക്ഷേ നമ്മൾക്കൊക്കെ വാട്ട് ഈസ് ഹാപ്പനിങ് ഇസ് സർട്ടൻ ഓപ്പർച്യൂണിറ്റീസ് ആർ ദെയർ. ട്രംപിൻ്റെ കാരണം കൊണ്ട് സർട്ടൻ ഓപ്പർച്യൂണിറ്റി ഞങ്ങൾക്ക് ഇപ്പോൾ ചില സെക്ടേഴ്സിനൊക്കെ ഇറ്റ് ബിക്കംസ് ലൈക്ക് ആൻ ഓപ്പർച്യൂണിറ്റി. കാരണം ഞങ്ങൾക്ക് ഇവിടെ ഒരു ബിസിനസ് ഉണ്ട് ഇപ്പോൾ മറ്റേ ഫാസ്റ്റ്നസ് മാനുഫാക്ചറിങ്. അത് ഇപ്പോൾ പുതിയ ടാരിഫ് വരികയാണെങ്കിൽ ഇറ്റ് ബിക്കംസ് ആൻ ഓപ്പർച്യൂണിറ്റി. കാരണം ഏറ്റവും വലിയ എക്സ്പോർട്ട് പോയിരുന്ന ഇന്ത്യയിൽ നിന്നും ചൈനയിൽ നിന്നും തായ്വാൻ നിന്നും ഇവിടെയൊക്കെയാണ്. അവരൊക്കെ അണ്ടർ ടാരിഫിലും ഈവൻ ഹയറിലോട്ട് പോകുന്നുണ്ട് അവിടെയൊക്കെ. പക്ഷേ GCC ഒക്കെ ഓൺ ദി ലോവർ ടാരിഫിലാണ് വരുന്നത്. അതെ, അങ്ങനെ വരുമ്പോൾ അത് ബിക്കംസ് ആൻ ഓപ്പർച്യൂണിറ്റി. പക്ഷേ ഇതൊക്കെ ആണെങ്കിൽ പോലും എന്താണ് ഈ പറഞ്ഞ പോലെ ഒരു സ്ലോ ഡൗൺ ഹാസ് കം. കാരണം പുള്ളിയുടെ ഈ ടാരിഫ് സ്ട്രക്ചേഴ്സ് ഒന്നും ചെയ്യാത്തതുകൊണ്ട് പല ആളുകളും ചെയ്യുന്നില്ല. ഇപ്പോൾ നാട്ടിൽ നിന്നൊക്കെ തന്നെ നമുക്കറിയാം, ഇപ്പോൾ പല ഗാർമെൻറ്റ് ഇൻഡസ്ട്രീസ്, അലുമിനിയം ഇൻഡസ്ട്രീസ്, ഇവരൊക്കെ ഒരുപാട് ഓർഡേഴ്സ് ഇപ്പോൾ എടുക്കുന്നില്ല. കാരണം നാളെ ടാരിഫ് എന്താവുന്നു, ആഫ്റ്റർ ഷിപ്പിംഗ് ടാരിഫ് ചേഞ്ച് വരും എന്നൊക്കെ ഉള്ളത് ടൈം എടുക്കുമല്ലോ US ലാൻഡ് ചെയ്യാൻ. അപ്പോൾ US പോലും പല പ്രോജക്ട്സുകളും എന്താണ്, കാരണം അവർക്ക് പുതിയൊരു ഓൾട്ടർനേറ്റീവ് മാർക്കറ്റ് കിട്ടിയിട്ടില്ല സാധനം സോഴ്സ് ചെയ്യാൻ. കാരണം ഇവിടെ നിന്നൊക്കെ ടാരിഫ് അവരുടെയും ഒക്കെ നമ്മൾ ഇപ്പോൾ ഒരു പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇന്ന് കൊണ്ടുവന്നിട്ട് നാളെ വെക്കുന്നതല്ലല്ലോ. പ്രോജക്റ്റിന് ഒരു ലൈഫ് സൈക്കിൾ ഉണ്ടല്ലോ. അപ്പോൾ ഇവരൊക്കെ ഒരു പ്രോജക്റ്റ് കോസ്റ്റിംഗ് ചെയ്തിട്ടായിരിക്കുമല്ലോ സാധനം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ ആളുകൾക്കും അതിനൊരു ഇമ്പാക്റ്റ് ഉണ്ട് തീർച്ചയായിട്ടും. ഇപ്പോൾ നാളെ പെട്ടെന്ന് ഇപ്പോൾ ഇന്ത്യക്ക് ഒരു ടാരിഫ് വരുമ്പോൾ ആ കോസ്റ്റ് എൻഡ് ഓഫ് ദി ഡേ ഒന്നെങ്കിൽ ലാഭത്തിൽ നമ്മളിവിടെ കുറച്ചിട്ട് നമുക്ക് വിൽക്കാൻ പറ്റും. പക്ഷേ നമുക്ക് വിൽക്കാൻ പറ്റാത്തൊരു സാധനത്തിൽ നമ്മൾ കൊടുക്കില്ലല്ലോ. പിന്നെ എൻ്റെ കസ്റ്റമർക്കാണ് അതിൻ്റെ ഇത് വരിക. അപ്പോൾ അതൊരു ഇത് വെച്ചുകൊണ്ട് ഇതെങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യും, അതൊരു സ്ലോ ഡൗൺ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ കറക്ഷൻസ് ആർ ഹാപ്പനിങ്. എന്താണ് പല ഇത് നമ്മൾ കാണുന്നുണ്ട്. ആദ്യം പറഞ്ഞതല്ല പിന്നെ ഇംപ്ലിമെൻറ്റേഷനിലോട്ട് പോകുമ്പോൾ അപ്പോൾ എന്താണ് ഒരു കറക്ഷൻസിൽ ഹാപ്പൻ എന്ന് വിചാരിക്കുന്നു. ഒരു ഷോർട്ട് എവരിബഡി നമുക്കൊരു ഓപ്റ്റിമിസ്റ്റിക് ആയിട്ട് കാണാം. അപ്പോൾ അതുകൊണ്ട് വരുമെന്ന് വിചാരിക്കാം. അമേരിക്ക ഇസ് എ ബിഗ് മാർക്കറ്റ്. ഇറ്റ്സ് എ ബിഗ് മാർക്കറ്റ്, ഡെഫിനറ്റ്ലി എ വെരി പൊട്ടൻഷ്യൽ മാർക്കറ്റ്. അവർക്ക് ദേ വോണ്ട് ടു ഹാവ് ലോട്ട് മോർ പ്രൊഡക്റ്റ് മാനുഫാക്ചറിങ് ദർ. അവരതിന് വേണ്ടി നോക്കുന്നുണ്ട്. ലോട്ട് ഓഫ് കൺട്രീസ് ഡിപ്പെൻഡ് ഓൺ US മാർക്കറ്റ് ഓൾസോ. ഇപ്പോൾ യൂറോപ്പ് എന്നായാലും ഇന്ത്യ എന്നായാലും ചൈന എന്നായാലും എന്നൊക്കെ ദേ ആർ കൺസംഷൻ പവർ ഭയങ്കര ഹൈ ആണ്. അപ്പോൾ ഞങ്ങൾക്കും പല പ്രോഡക്റ്റിനും US കാനഡയൊക്കെ വലിയ മാർക്കറ്റാണ്. അതും നമ്മൾ വി ആർ ഓൾസോ അണ്ടർ വാച്ച് എവിടെയൊക്കെ പോകുന്നുള്ളത്. ചില സെക്ടേഴ്സിന് നമുക്ക് ഏതെങ്കിലും ഏരിയയിൽ നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നതെന്ന് മാറി നിന്നിട്ടുണ്ട് കാരണം ഇല്ല. ഫോർ ദ ടൈം ബീങ് എല്ലാം ഓൺ ട്രാക്ക് തന്നെയാണ്. സോ വി ആർ വാച്ചിങ്, വി ആർ എക്സ്പ്ലോറിങ് അതർ മാർക്കറ്റ്സ്. നാളെ ഇപ്പോൾ US എന്തെങ്കിലും വരികയാണെങ്കിൽ നമ്മൾ വേറൊരു മാർക്കറ്റ് ഇത് ചെയ്യാന്നുള്ളതും എങ്ങനെ അതിനെ ഓവർകം ചെയ്യാന്നുള്ളതും നമ്മൾ നോക്കുന്നുണ്ട്. സോ പല കാര്യങ്ങളും നമുക്ക് ഏത് മാർക്കറ്റിലായാലും വേണമല്ലോ ഡിവേഴ്സിഫിക്കേഷൻ ഉണ്ടാവും. US അല്ലാത്ത മാർക്കറ്റ്. അതെ, ഇപ്പോൾ നമ്മളിപ്പോൾ നാളെ ഇപ്പോൾ ഞങ്ങൾ ഖത്തറിൽ നിന്ന് ബിസിനസ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഞങ്ങൾ 2 വലിയ മാർക്കറ്റായിരുന്നു UAEയും മറ്റേ സൗദിയൊക്കെ. പെട്ടെന്ന് ഒരു ബ്ലോക്കേഡ് വന്ന സമയത്ത് നമുക്ക് 2 മാർക്കറ്റിലോട്ടും കയറാൻ പറ്റാത്തൊരു സ്ഥലമായി. ആ ഒരു ഏരിയ നമ്മൾ നേരത്തെ പറയാൻ പറ്റും. ഖത്തറിന് ഒരു ബ്ലോക്കേഡ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് 2-3 മാർക്കറ്റ് കട്ടായി. എന്താണ് നമുക്കൊരു പ്രോബ്ലം വന്നു. അപ്പോൾ അങ്ങനെയൊക്കെ വന്നൂടെ ഇപ്പോൾ അങ്ങനെ എന്താണ്, കാരണം ഇതൊക്കെ ജിയോ പൊളിറ്റിക്കൽ തിങ്സ് ആർ നോട്ട് ഇൻ അവർ കൺട്രോൾ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ വി ഓൾവേസ് ഹാവ് ടു ഹാവ് പ്ലാൻ ബി ഇല്ലാതെ നമുക്കൊരിക്കലും ബിസിനസ് ചെയ്യാൻ പറ്റില്ല. ബിസിനസ് നല്ല എന്ത് ചെയ്യണമെങ്കിലും ഈവൻ നമ്മളെ ലൈഫിലായാലും പോലും നമുക്ക് എപ്പോഴും ഒരു പ്ലാൻ ബി വേണം, അൺസർട്ടനിറ്റീസ് വേണം. പിന്നെ ബി ബോൾഡ് വാട്ട് ഇറ്റ് കംസ് ടേക്ക് ദാറ്റ്.
നമ്മൾ എന്തും നമ്മളതിനകത്തല്ല പടച്ചവൻ എന്ത് വിചാരിക്കുന്നു അങ്ങനെ പോവുള്ളൂ. സോ ബി ബോൾഡ് ആൻഡ് അതിനെ നമ്മൾ ഫേസ് ചെയ്യുക. ലൈക്ക് ചാലഞ്ചസ് വിൽ ബി ദെയർ. അപ്പോൾ എന്താണ് ചാലഞ്ചസിനെ നമ്മൾ പോസിറ്റീവായിട്ട് കാണുക. അതായിരിക്കണം ഏറ്റവും വലിയ ഒരു ഇത്. നമ്മൾ ചാലഞ്ചിനെ പോസിറ്റീവായിട്ട് കണ്ടിട്ട് നമ്മളെ സ്റ്റാഫുകളോടൊക്കെ പറയും, പല സമയത്തും നമ്മൾ പല സാധനം വരുമ്പോൾ നമ്മൾക്ക് ഒരുപാട് ടെൻഷൻ വരും. ടെൻഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ പറയും നമ്മളെ തന്നെ മാത്രമാണ് അതുകൊണ്ട് എന്താണ് എഫക്റ്റ് ചെയ്യണത്. ടെൻഷൻ വന്ന് നമുക്ക് BP കൂടി നമ്മളെ ഹെൽത്തിനെ എഫക്റ്റ് ചെയ്യുന്നല്ലാതെ ആ സാധനം എന്തായാലും കഴിഞ്ഞു പോവും. അതെ, അതെങ്ങനെ വരണ്ടേ അങ്ങനെ തന്നെ വരും. ഈ സമയം കടന്നു പോകും. അതെ, നമ്മളതിന് ടെൻഷൻ അടിച്ചുകൊണ്ട് ഒരു വ്യത്യാസം വരാൻ പോകുന്നില്ല. സിറ്റുവേഷനിൽ മാറ്റമുണ്ടാവില്ല. പക്ഷെ നമ്മളതിനെ എങ്ങനെ ഫേസ് ചെയ്യുന്നു അത് സിറ്റുവേഷൻ മാറ്റും. നമ്മളതിനെ പോസിറ്റീവായിട്ട് കാണുക, നമ്മളതിനെ ഫേസ് ചെയ്യുക. ഫേസ് ചെയ്ത് നിങ്ങളത് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലാതെ നിങ്ങളതിനെ ടെൻഷൻ പിടിച്ച് ഞാനിതിന് എന്ത് ചെയ്യും, ഓക്കെ എനിക്കിത് ചെയ്യാൻ കഴിയില്ല, നമ്മൾ വേറെ എന്തെങ്കിലും നമ്മളാകെ പൂട്ടി പോകുമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എന്താണ് നിങ്ങളെ ഹെൽത്ത് ഇതാവും, നിങ്ങളെ ഫാമിലി പ്രോബ്ലം ആവും, നിങ്ങളെല്ലാം. ബിസിനസ് എപ്പോഴും ഒരു സെർട്ടൻ എമൗണ്ട് ഓഫ് ഈ പ്രോബബിലിറ്റിക്ക് റിസ്ക് വെച്ചിട്ട് തന്നെയാണല്ലോ നമ്മൾ ചെയ്യുന്നത്. തീർച്ചയായിട്ടും. അപ്പോൾ അതുകൊണ്ട് ഏത് ഇതായാലും ഇപ്പോൾ ട്രംപും ഈ പറഞ്ഞ മാതിരി 4 വർഷം കഴിയുമ്പോൾ അതിനൊരു വേറെ അല്ലേ, അതെനിക്ക് തോന്നുന്നു ഇലോൺ മസ്ക് ഇപ്പോൾ ഒന്ന് സൈലന്റ് ആയിട്ടുള്ളത് ഇയാളുടെ ടൈം കഴിയുമല്ലോ എന്നുള്ള ഒരു പക്ഷേ അത് ചിലപ്പോൾ ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് മാറാം. ഓക്കെ, എന്താണ് പല സെക്ടേഴ്സിനും പുതിയൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് മാറാം. ഇപ്പോൾ ഈ വിസയൊക്കെയാണ് ഒരു നമ്മളെല്ലാവരും എന്താണ് വളരെ വാച്ച്ഫുള്ളായിട്ട് നോക്കുന്ന ഒരു സാധനം. കാരണം വിസ കൺട്രോൾസും മറ്റേ ഇപ്പോൾ എഡ്യൂക്കേഷൻ കൺട്രോൾസൊക്കെ കൊണ്ടുവരുമ്പോൾ അതെങ്ങനെ എഫക്റ്റ് ചെയ്യും എന്നുള്ളത്. പക്ഷേ ഒരു ഇന്ത്യക്കാരുടെ ഒരു ഫേവറേറ്റ് എഡ്യൂക്കേഷണൽ ഡെസ്റ്റിനേഷനാണ് US. ബട്ട് ദെൻ അവരിപ്പോൾ പറയുന്നത് ഹാർവാർഡിൽ വരെ ഇന്ത്യക്കാർ വേണ്ട, ഇന്ത്യക്കാർ എന്നുള്ളതല്ല, വേറെ മൈഗ്രേഷൻ വേണ്ട, ഫോറിൻ സ്റ്റുഡൻസ് വേണ്ട എന്നുള്ള ഇതുള്ളതാണ്. പക്ഷേ ആ യൂണിവേഴ്സിറ്റിക്ക് തന്നെ അതൊരു പ്രോബ്ലമാണ്. കാരണം എന്താ വെച്ചാൽ അവരുടെ ഏറ്റവും ബിഗസ്റ്റ് പോപ്പുലേഷൻ എന്താണ് എക്സ്പാട്രിയേറ്റ്സ് ആണ്. ഏറ്റവും കൂടുതൽ അവരുടെ റവന്യൂ ജനറേറ്റിംഗ് എക്സ്പാട്രിയേറ്റ്സ് എന്നാണ്. പിന്നെ ഡൈവേഴ്സിറ്റി പോകും. അതെ. സോ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പറഞ്ഞ ഡൈവേഴ്സിറ്റി, നമ്മൾ എല്ലാം ബുക്കൊന്നും യൂണിവേഴ്സിറ്റിയിൽ നിന്നും അല്ല പഠിക്കുക. കാരണം പല കൾച്ചറിന്നും പല എന്താണ് ഇപ്പം നമ്മൾ പുറത്തൊക്കെ നിൽക്കുമ്പോൾ നമ്മൾ പഠിക്കുന്നതിലും ഏറ്റവും കിട്ടുന്ന ഒരു ഡൈവേഴ്സിറ്റിയാണ്. ദുബായിക്ക് അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട് അല്ലേ. നമ്മൾ പല രാജ്യത്തുകാരും പല കൾച്ചറിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാണ്ട്. നമ്മളത് ഇന്ന് പറഞ്ഞ പോലെ തന്നെയാണ്, നിങ്ങൾ ട്രാവൽ ചെയ്യുമ്പോഴാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ പഠിക്കുക. ഓക്കെ, പലതും കാണുക, പല ഓപ്പർച്യൂണിറ്റീസ് മനസ്സിലാക്കുക. നമ്മളെ പുള്ളിയുടെയൊക്കെ ഇത് പറഞ്ഞിട്ടുണ്ടല്ലോ, നിങ്ങൾ ട്രാവൽ ചെയ്യുമ്പോൾ സന്തോഷ് കുളങ്കരനെയൊക്കെ നമ്മൾ ഈ പ്രോഗ്രാമൊക്കെ കാണുമ്പോൾ പുള്ളി പറയുന്നുണ്ടല്ലോ, ഒരുപാട് സാധനം ട്രാവൽ ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാവുക അതൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി, എന്തുകൊണ്ടത് ചെയ്തുകൂടാ. പല ആളുകളും അങ്ങനെ തന്നെയാണ്. പല ബിസിനസ്സുകാരും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവർ ട്രാവൽ ചെയ്ത് അവരതിന്ന് കണ്ടു രാജ്യത്ത് എന്തുകൊണ്ട് എനിക്ക് എൻ്റെ രാജ്യത്ത് ചെയ്തുകൂടാ, അല്ലെങ്കിൽ എന്തുകൊണ്ട് എനിക്ക് ഇവിടെ ചെയ്തുകൂടാ. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഇത് ചെയ്യുമ്പോൾ നമ്മൾ ബാക്കിയുള്ള പുതിയ ജനറേഷനോട് പറയേണ്ടത് അതാണ്, നമ്മൾ ഓപ്പർച്യൂണിറ്റീസ് ഇത് ചെയ്യണമെങ്കിൽ നമ്മൾ ഫോണിലോ അല്ലെങ്കിൽ ലാപ്ടോപ്പിലോ ഇരുന്നാൽ ചിലപ്പോൾ നമ്മൾ ഓപ്പർച്യൂണിറ്റി ചിലപ്പോൾ നമുക്ക് കാണില്ല. പക്ഷേ യു ട്രാവൽ, യു എക്സ്പ്ലോർ യു നെറ്റ്വർക്ക്. ഓക്കെ, അപ്പോൾ സംസാരിക്കുമ്പോൾ ഇപ്പോൾ ആദ്യം നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് തന്നെ കമ്മ്യൂണിക്കേഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ലൈക്ക് ട്രാവലിംഗ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. യു സീ മോർ. ഓക്കെ, ദ മോർ യു സീ ദ മോർ ഓപ്പർച്യൂണിറ്റി വിൽ കം. യു വിൽ ലേൺ, യു വിൽ നെവർ ലൂസ്. നമ്മൾ പറയുന്നത് നമ്മളിപ്പോൾ ഒരു ട്രെയിനിങ് ഇത് ചെയ്യുമ്പോൾ ഒന്നും ചിലപ്പോൾ നമ്മളതിന് ഗെയിൻ ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷേ യു നെവർ ലൂസ് എനിത്തിങ്. ഒരു പോയിൻ്റ് ആയിരിക്കും ചിലപ്പോൾ നമുക്ക് കിട്ടുക. അതെ, ആ ഒരു പോയിൻ്റ് നമുക്ക് കിട്ടുന്ന ഇൻസൈറ്റ് വിൽ ബി വെരി ഹൈ. അല്ല, ഇതിലെന്താണെന്നറിയോ, നിങ്ങൾ ഈ പറഞ്ഞപ്പോൾ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ സെഷൻസ് ചെയ്യാറുണ്ട്. അപ്പോൾ പിന്നെ എനിക്ക് തോന്നിയത് ഭയങ്കര ഫ്യൂട്ടൈലാവും ചിലപ്പോൾ. എന്താ വെച്ചാൽ ഈ നമ്മളെത്ര ചിലപ്പം സെഷനിൽ സംസാരിച്ചാലും ആൾക്കാർക്ക് എന്തെങ്കിലും കിട്ടിയ ഫീൽ അവരുടെ മുഖത്ത് കാണില്ല. അപ്പോൾ പിന്നെ ഞാൻ എൻ്റെ കഴിവിൽ സംശയിക്കും. കാരണം എന്താ വെച്ചാൽ ഞാൻ കൊടുത്തതിൻ്റെ എന്തെങ്കിലും തെറ്റാണോ, അല്ല. പിന്നെ എനിക്കൊരു റിയലൈസേഷൻ ഉണ്ടായി. അതെന്താ വെച്ചാൽ നമുക്ക് ഉത്തരങ്ങൾ ലോകത്ത് ഇഷ്ടം പോലെ ഉണ്ട്, പക്ഷേ ചോദ്യം നമ്മളടുത്തുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം. നമ്മളെ ചോദ്യത്തിനുള്ള ഉത്തരം കിട്ടിയാലേ നമ്മൾ സാറ്റിസ്ഫൈഡ് ആവും. തീർച്ചയായിട്ടും. അല്ലാതെ വേറെ കുറേ ഉത്തരങ്ങൾ കിട്ടിയാൽ ചിലപ്പോൾ ഉണ്ടാവില്ല. അപ്പോൾ ആ സീക്കിംഗ് മെൻറ്റാലിറ്റിയാണ്, ഉത്തരം തേടുന്നവർക്കേ കിട്ടുള്ളൂ എന്നുള്ള. ഞാനൊരു ഓർഗനൈസേഷനിലുണ്ട്, YPO എന്ന് പറഞ്ഞിട്ട് ഒരു ഓർഗനൈസേഷൻസ് വേൾഡിൽ തന്നെയുള്ളൊരു മറ്റേ ഹെൻറി ഫോർഡും ഇവരൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൊരു ഓർഗനൈസേഷനാണ്. ആ കാലത്ത് അവർ പഴയ ഇതേപോലെ ബിസിനസ് കമ്മ്യൂണിറ്റി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളതാണ്. സോ ഇറ്റ്സ് വേൾഡ് വൈഡ് ഉള്ളൊരു ഓർഗനൈസേഷനാണ്. അപ്പോൾ എല്ലാ രാജ്യത്തും ഉണ്ട്, എല്ലായിടത്തും വലിയ നെറ്റ്വർക്കാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്കൊരു ഫോറം എന്ന് പറഞ്ഞൊരു ഇതുണ്ട്. ഈ YPOയുടെ തന്നെ ഒരു ബാക്ക് ബോണാണ്. അതിൽ ഇറ്റ്സ് എ സ്മോൾ കമ്മ്യൂണിറ്റി, സ്മോൾ ഗ്രൂപ്പ്. ലൈക്ക് കോൺഫിഡൻഷ്യാലിറ്റി ഭയങ്കരമായിട്ട് വെക്കേണ്ട ഒരു ഇതാണ്. നമ്മൾ വി ആർ നോട്ട് അലൗഡ് ടു ഡിസ്കസ്. അതിൻ്റെ അകത്ത് ഡിസ്കസ് ചെയ്ത് പുറത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ, പക്ഷേ അതിൻ്റെ അകത്ത് ദ പ്രൈമറി അതിൻ്റെ റൂൾ ഇസ്
യു ആർ നോട്ട് അലൗഡ് ടു അഡ്വൈസ് എനിബഡി. ഓക്കെ, സോ ഒരാളൊരു പ്രോബ്ലം വന്നിട്ട് നിങ്ങൾക്ക് എന്ത് പ്രോബ്ലം ഡിസ്കസ് ചെയ്യാം അതിൻ്റെ അകത്ത്. പക്ഷേ നിങ്ങൾ അഡ്വൈസ് കൊടുക്കാനോ അല്ലെങ്കിൽ നിങ്ങൾ അയാളോട് ഒരു ഇത് ചെയ്യാനോ ഉള്ള, നിങ്ങൾ ആ പ്രോബ്ലം ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങളെ പ്രോബ്ലം ഡിസ്കസ് ചെയ്തോ അയാളോട്. ഓക്കെ, സോ എല്ലാവരും ഇപ്പോൾ 8 പേര് 10 പേര് ഒരു ഗ്രൂപ്പിലിരുന്ന് ഡിസ്കസ് ചെയ്യുമ്പോൾ അയാൾ സിമിലർ കൈൻഡ് ഓഫ് പ്രോബ്ലം നിങ്ങൾ പറഞ്ഞോ, അല്ലെങ്കിൽ എൻ്റെ പ്രോബ്ലത്തിൽ ഞാൻ ഇത് പഠിച്ചോ നീ ചെയ്യുമെന്ന് പറയുന്നത്. 10 ആൾ സിമിലർ കൈൻഡ് പ്രോബ്ലം പറയുമ്പോൾ നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അതിന് മനസ്സിലാവും എനിക്ക് എന്ത് കിട്ടാന്നുള്ളത്. ഇൻസൈറ്റ് യു ടേക്ക്. അതാണ് അപ്പോഴാണ് ശരിക്കും നമുക്ക് വേണ്ടത് കിട്ടുള്ളൂ. മറ്റേത് ആ ഡിസ്കഷൻ ചിലപ്പോൾ നമ്മളെ പ്രോബ്ലത്തെ മനസ്സിലാക്കാതെയുള്ള സൊല്യൂഷൻസ് ആയിരിക്കും. ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും ഓരോരുത്തർ പ്രോബ്ലം കാണുന്നത്. അപ്പോൾ നിങ്ങളെ പ്രോബ്ലം ചിലപ്പോൾ ഞാൻ എത്ര കേട്ട് കഴിഞ്ഞാലും ഞാൻ നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനം ആയിരിക്കില്ല ഞാൻ തരുന്നുണ്ടാവുക. പക്ഷേ നിങ്ങളെ പ്രോബ്ലത്തിൻ്റെ ഒരു സിമിലർ പ്രോബ്ലം ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് അതിന് എന്തെങ്കിലും കിട്ടും. അല്ല, ഇനി ആ തേർഡിൽ എൻ്റെ ഉള്ളിൽ വേണം, അത് നിങ്ങളുടെ അടുത്തുനിന്ന് ഞാൻ സീക്ക് ചെയ്യണമല്ലോ. തീർച്ചയായിട്ടും, അപ്പോഴാണ് അത് കിട്ടുക. ഇനി ഇതിൽ നമുക്ക് ആ ട്രംപിൻ്റെ ഒറ്റ ഫാക്ടറും കൂടെ പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാൻ തോന്നുന്നു. ഇപ്പോഴത്തേക്ക് അല്ല, ട്രംപിനെ വിടാത്ത എന്താ വെച്ചാൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളാം, ഇന്ന് ലോകത്ത് ഇത്രയും ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ള മറ്റൊരു വ്യക്തിയില്ല. അത് അയാൾ കാരണമല്ല, അയാൾ ഹോൾഡ് ചെയ്യുന്ന പൊളിറ്റിക്കൽ പവറാണ്. ആ എന്താ വെച്ചാൽ $30 ട്രില്യൺ കൺസ്യൂമർ പവർ ഉള്ള ഒരു രാജ്യം, ലോകത്തിലെ ഏറ്റവും വലിയ മിലിറ്ററി, $1 ട്രില്യൺ മിലിറ്ററി സ്പെൻഡിങ് ഉള്ള രാജ്യം. അപ്പോൾ ഇയാൾ ചെയ്യുന്ന എന്തും മറ്റുള്ളവരുടെ മേലെ വലിയ പ്രശ്നമാണ്. ബിഗസ്റ്റ് എക്കോണമി ഇൻ ദ വേൾഡ്, റൈറ്റ്? അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് ഈ ട്രംപിൽ പിടിച്ചേക്കണത്. കാരണം ഇയാൾ ഉണ്ടാക്കുന്ന ഒരു ഇൻസ്റ്റെബിലിറ്റി ഭയങ്കരമാണല്ലോ. പിന്നെ വേൾഡിലെ എന്ത് പൊളിറ്റിക്കൽ സിനാരിയോ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ ഒരുപാട് കഴിഞ്ഞ ദിവസം ഇപ്പോൾ ഓഗസ്റ്റ് 27 ഇന്ത്യയിൽ ട്രംപിൻ്റെ സെക്കൻഡ് വേവ് താരിഫ്സ് ഇമ്പാക്റ്റ് ആവാൻ തുടങ്ങി. $15 ബില്യൺ ഇയർ ഇമ്പാക്റ്റ് ഉണ്ടാവും എന്ന് പറയുന്നുണ്ട്. അത് ഇന്ത്യയെ പോലെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ഷെയറാണ്. ഇപ്പോൾ കിറ്റക്സൊക്കെ പുതിയ പ്രൊഡക്ഷൻ നിർത്തി എന്ന് പറയുന്നത്. അപ്പോൾ അത് എന്തായാലും ട്രംപിനെ പറയാതെ പറ്റില്ലല്ലോ. പക്ഷേ ട്രംപിന് ഞാൻ പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി സൈഡിൽ, അപ്പോൾ ട്രംപ് കഴിഞ്ഞ വർഷം 2024 ഇവിടെ ട്രംപ് ടവർ അനൗൺസ് ചെയ്തിട്ടുണ്ട്. UAE വലിയ പ്രൊജക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഒക്കെ വരുന്നു. ഇപ്പോൾ റീസെൻ്റ്ലി നമ്മൾ ഇറാൻ്റെ ഒരു മൈൽഡ് ആണെങ്കിലും ഒരു ബോംബിങ് ഖത്തറിന് നേരെ ഉണ്ടാവുന്നു. അത് ഇൻ്റർസെപ്റ്റഡ് ആണ്, പ്രശ്നങ്ങളില്ല. ബട്ട് ദെൻ അവിടെ ഇറാന് പൊതുവിൽ എല്ലാവരെയും കയറി അങ്ങോട്ട് അറ്റാക്ക് ചെയ്തോ ഇല്ലയോ എന്നുള്ളതല്ല. ശരിക്കും അവിടെ US അവരെ ഒരു ബ്രിങ്ക്മാൻഷിപ്പ് കാരണം അവിടെ ഒരു ഇഷ്യൂ ഉണ്ടായിട്ടല്ലോ. അതായത് ഇപ്പോൾ ന്യൂക്ലിയർ ഡിസ്കഷൻ നടക്കുന്നതിൻ്റെ ഇടയിൽ ഇസ്രായേൽ പോയിട്ട് ബോംബ് ചെയ്യുന്നു. ബട്ട് ദെൻ ഇസ്രായേലിൻ്റെ കയ്യിൽ ഈ ആണവായുധങ്ങളുണ്ട്. ബട്ട് ദെൻ അവിടെ US സപ്പോർട്ടുണ്ട്. അങ്ങനെ ഇവിടെ ഒരു കോംപ്ലക്സ് പൊളിറ്റിക്കൽ നരേറ്റീവ് ഉണ്ടല്ലോ ശരിക്കും ഈ ഭാഗത്ത് പറഞ്ഞാൽ. പക്ഷേ GCCയിൽ ഇപ്പോൾ GCC രാജ്യങ്ങൾ എന്ന് പറയുന്ന സൗദി ആയാലും കുവൈറ്റ് ആയാലും ഖത്തർ അല്ലെങ്കിൽ UAE, ഒമാൻ, ഈ രാജ്യങ്ങളൊക്കെ താരതമ്യേന പൊളിറ്റിക്കലി സ്റ്റേബിളാണ്. അപ്പോൾ പക്ഷേ ഇവരൊക്കെ US-ൻ്റെ ഷെയ്ഡിലുമാണ്. അപ്പോൾ ഈ US-ൻ്റെ ഇപ്പോഴത്തെ എക്കണോമിക് ഇൻട്രസ്റ്റുകൾ നിയർലി ഇപ്പോൾ ഹൈഡ്രോ കാർബണിൽ അവർ ഇപ്പോൾ ഒരു സെൽഫ് സഫിഷ്യൻസി അച്ചീവ് ചെയ്തിട്ടുണ്ട്. US ഒരു പരിധി വരേക്കും അവരിപ്പോഴും കൺസ്യൂം ചെയ്യുന്നുണ്ട്. ബട്ട് ദെൻ പർച്ചേസ് ചെയ്യുന്നുണ്ട്. സ്റ്റിൽ അവർ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് പ്രൊഡ്യൂസേഴ്സ് ഇൻ ദ വേൾഡാണ്. ഷെയിൽ ഗ്യാസും അങ്ങനെയൊക്കെ ആയിട്ട് അവർ ഒരുപാട് അതിൽ മുന്നോട്ട് പോയല്ലോ. തീർച്ചയായിട്ടും. അപ്പോൾ ട്രംപിൻ്റെ ഈ സ്വഭാവം ഇപ്പോൾ നിങ്ങൾ നേരത്തെ പറഞ്ഞ സെയിം എക്സാക്റ്റ് സാധനം ട്രംപ് രാവിലെ പറഞ്ഞതാവില്ല, ട്രംപ് വൈകുന്നേരം പറയുക. അപ്പോൾ ഇറാൻ്റെ ഒരു 12 days നീണ്ടു നിൽക്കുന്ന ഒരു ബ്രീഫ് കോൺഫ്ലിക്റ്റ് ആണെന്നുണ്ടെങ്കിലും അത് കുറേ റിപ്പിൾസ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ബട്ട് ദെൻ ഞാൻ അതിന് ശേഷം കണ്ട കുറച്ച് കാര്യങ്ങൾ കൂടി പറയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളോട് ഇത് ചോദിച്ചത്. ഒന്ന്, ബ്ലാക്ക് റോക്ക് ഇവിടെ റീജിയണലി മെഗാ ഇൻവെസ്റ്റ്മെൻറ്റുകൾ പ്ലാൻ ചെയ്യുന്നു. ഒരു കാലത്ത് GCC രാജ്യങ്ങൾ അവരുടെ SWFs സോവറിൻ വെൽത്ത് ഫണ്ടുകളൊക്കെ എന്താ പറയുക സോഴ്സ് ഓഫ് ക്യാപിറ്റലായി കണ്ടിരുന്ന കമ്പനികൾ പകരം ഇവിടെ ഇപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റുകൾ മേക്ക് ചെയ്യുന്നു. ഇപ്പോൾ ബ്ലാക്ക് റോക്ക് ഇവിടെ മേജർ ഇൻവെസ്റ്റ്മെൻറ്റ് ദുബൈയിൽ മേക്ക് ചെയ്യുന്നു, സൗദിയിൽ മേക്ക് ചെയ്യുന്നു. പിന്നെ അവരുടെ ഫണ്ട് ഇവിടെ GCC സ്പെസിഫിക് ആയിട്ടുള്ള ഫണ്ടുകൾ വരുന്നു. സോ അത് ശരിക്കും ഒരു ഇതിനിടയ്ക്കുള്ള ഒരു ബ്രീസാണല്ലോ. അതായത് ഇങ്ങനെയൊക്കെ ഇഷ്യൂസ് മാർക്കറ്റിൽ പറയുമ്പോഴും ഈ ഫണ്ട് മൂവ്മെൻറ്റ് ഞാൻ എപ്പോഴും വാച്ച് ചെയ്യുന്നൊരു സാധനമാണ്. ബിഗ് ഫണ്ട് എങ്ങിട്ടാണ് മൂവ് ചെയ്യുന്നത്? ആൻഡ് ബിഗ് ഫണ്ട് ഈസ് മൂവിങ് ടു GCC. അതായത് GCCന്ന് ഔട്ട് ബൗണ്ട് മാത്രമല്ല ഇൻബൗണ്ടും ഉണ്ട്, ഒരുപാടുണ്ട്. അപ്പോൾ ഇവിടെ ഇതടക്കം, അതായത് ഞാൻ ട്രംപ് എന്നുള്ള ഫാക്ടർ ഉണ്ടാകുമ്പോൾ പോലും ലോകത്തിലെ ഫണ്ട് പോർട്ട്ഫോളിയോസ് മാനേജ് ചെയ്യുന്ന ആൾക്കാർ GCCയിലേക്ക് വരുന്നുണ്ട്. സോ ഹൗ യു റീഡ് ഇറ്റ്? ആ ഒരു സിനാരിയോ നിങ്ങൾ എങ്ങനെ റീഡ് ചെയ്യുന്നത്? അതും കൂടെ പറയുന്നതോടുകൂടി എൻ്റെ ഇപ്പോഴത്തെ സംശയങ്ങൾ അവസാനിപ്പിക്കാം. അല്ല, GCC ഈസ് കീപ്പിംഗ് എ ഗുഡ് റിലേഷൻ വിത്ത് അമേരിക്ക ഓൾവേസ്.
കാരണം ഒരുപാട് കാര്യമുണ്ടല്ലോ, the currency is pegged with the US dollar, like lot of military support is there from US into these regions. They always have a good relation with the US. ആ സെയിം തന്നെയാണ് ഇപ്പോൾ ട്രംപായിട്ടും ഇത് പോകുന്നത്. ഈ റീജിയനിൽ there was a little bit unrest. എന്താണ് അതിന് ഇപ്പോൾ ഖത്തർ ഒക്കെ കുറച്ച് അവിടെ ഇവിടെയൊക്കെ സപ്പോർട്ട് ഒക്കെ ഉള്ളതുകൊണ്ട് വി ഹാവ് സീൻ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉണ്ട്. പക്ഷേ എന്താണ് നിങ്ങൾ പറഞ്ഞ പോലെ ഇതൊക്കെ ഉണ്ടായി കഴിഞ്ഞാലും ഒരുപാട് US ഇൻവെസ്റ്റ്മെൻറ്റ്സുകളും ഒരുപാട് ഇപ്പോൾ ട്രംപ് ഇൻക്ലൂഡിങ് അവരുടെ ഓൺ ബിസിനസ് ഇവിടെ കൊണ്ടുവരാനും ഇതൊക്കെ ഉള്ളത് ഇറ്റ്സ് എ പോസിറ്റീവ് സൈഡ്. കാരണം എന്താണ് ഈ റീജിയനിൽ അവർക്കുമുള്ള, കാരണം ഇപ്പോൾ ഈ റീജിയനിൽ US ഒരു കോൺഫിഡൻസ് ഇല്ലെങ്കിൽ അവർ പോലും ചെയ്യില്ലല്ലോ. കാരണം അവരുടെ ഏറ്റവും വലിയ ത്രെട്ടായിട്ട് അവർ കാണുന്ന കൺട്രീസാണ് ഈ റീജിയനിൽ പുറത്തുള്ളത്. എന്നിട്ട് അവരുടെ ഒരു മിസൈൽ ദൂരത്തിൽ തന്നെയാണ് അവർ ഇത്രയും വലിയ ഇൻവെസ്റ്റ്മെന്റ് മേക്ക് ചെയ്യുന്നത്. സോ ദേ അവർക്ക് ഇവിടെ മിലിറ്ററി പ്രസൻസും അവരുടെ ബേസുകളും ഇതൊക്കെ ഉണ്ടായാൽ പോലും എൻഡ് ഓഫ് ദി ഡേ എന്താണ് അവർ ഒരു വാറും അല്ലെങ്കിൽ ഒരു സിറ്റുവേഷനൊക്കെ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ വലിയ വലിയ കമ്പനീസിനെയും അവർ സെൽഫായിട്ട് പോലും ഇങ്ങോട്ട് വരില്ലല്ലോ. പക്ഷേ എന്താണ് ഇപ്പം ട്രംപിൻ്റെ വിസിറ്റ് ആയാലും ഒരുപാട് പോസിറ്റീവ് ദിസ് തിങ് വി ഹാവ് സീൻ. ഒന്നാണ് രണ്ട് കൺട്രി എല്ലാ നമ്മുടെ നാട്ടിലുള്ള ഒരുപാട് പെസിമിസ്റ്റുകൾ, ഞാൻ അവരെ ടാർഗറ്റ് ചെയ്തിട്ടാണ് നിങ്ങളോട് ചോദിച്ചത്. കാരണം അവർ പറയുന്നത് ഇറാൻ ഇവിടുത്തെ ഒരു വലിയ ഇഷ്യൂ ആയിട്ട് മാറും, ആൻഡ് GCC രാജ്യങ്ങളൊക്കെ ഇത് കാരണം വലിയ പ്രശ്നത്തിലാവും, ആൻഡ് US ഹൈഡ്രോ കാർബൺസ് കഴിഞ്ഞ് അവിടുന്ന് പോകും, ഇങ്ങനെയൊക്കെ പറയുന്ന കുറേ സിനാരിയോസ് ഉണ്ടല്ലോ. അപ്പോൾ അതിനകത്ത് ഇങ്ങനത്തെ ബിഗ് ഫണ്ട് ഇങ്ങോട്ട് വരുന്നു, ട്രംപ് ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പോൾ അല്ല, ഈ ഹൈഡ്രോ കാർബൺസ് തീർന്നാൽ US പോകും എന്ന് പറയുന്നതിൻ്റെ അകത്ത് നമ്മൾ പറയുന്നത് ഇപ്പോൾ അതെന്ന് തീരുമെന്ന് ഇപ്പോൾ ആർക്കും പറയാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ് ഒന്ന്. രണ്ടാമത് അതിനൊരു ഓൾട്ടർനേറ്റീവ് വരാത്തോളം കാലം ഇലക്ട്രിക്കൽ വരുന്നു, EV വരുന്നു, സോളാർ വരുന്നു, ഇതൊക്കെ ഉണ്ട്. പക്ഷേ എൻഡ് ഓഫ് ദി ഡേ അതുകൊണ്ട് ദ ഡിമാൻഡ് കാൺ ബി സ്റ്റിൽ കംപ്ലീറ്റ്ലി മെറ്റ്. അപ്പോൾ അതുകൊണ്ട് ഹൈഡ്രോ കാർബൺസ് ഉണ്ട്, അല്ലാത്ത ഇൻവെസ്റ്റ്മെൻറ്റുകൾ ഒരുപാട് വരുന്നു. ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഇപ്പോൾ ഈ EVയിൽ അതിപ്പോൾ ഇതിനെ റീപ്ലേസ് അതിൻ്റെ ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റുകൾ ഇങ്ങോട്ട് വരുന്നു. ഇപ്പോൾ ഈ റീജിയൻ ഇറ്റ് ഈസ് ബിക്കമിങ്, ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ US എതിർക്കുന്ന ഒരുപാട് രാജ്യങ്ങൾ ഇപ്പോൾ അല്ലെങ്കിൽ അവർ ഇത് ചെയ്യുന്ന രാജ്യത്തിന് ഇതാണ് ഇപ്പോൾ ഇന്ത്യ ആയാലും അവരുടെ ഒരുപാട് ഇപ്പോൾ റിഫ്റ്റ് ഉള്ളത്, ചൈന, ഇപ്പോൾ ഇറാൻ, ഇവരൊക്കെ ആയിട്ടൊരു കോമൺ ഫാക്ടർ, ഒരു കോമൺ പ്ലാറ്റ്ഫോം ഷെയർ ചെയ്യുന്നതാണ് GCC. ഇപ്പോൾ ഇറാൻ്റെ വൺ ഓഫ് ദ ബിഗസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റുകൾ GCC സെക്ടേഴ്സിലായിരിക്കാം. US-ൻ്റെയും സിമിലർ തിങ്, ചൈനയുടെ ഉണ്ട്, ഇന്ത്യയുടെ ഉണ്ട്. എവറിബഡി ഹാസ് പ്രസൻസ് ഹിയർ, എവറിബഡി ഹാസ് ബിസിനസ് ഹിയർ. സോ എവറിബഡി ഹാസ് കോൺഫിഡൻസ് ഓൾസോ. ഇപ്പോൾ ഇവിടെ ഒരു പ്രോബ്ലം ഫേസ് ചെയ്യുന്നുണ്ട്, ഇപ്പോൾ എല്ലാവരും പറഞ്ഞ പോലെ ഇതാണെങ്കിൽ ചൈന വോണ്ട് ഇൻവെസ്റ്റ് ലൈക്ക് ദിസ്. ചൈന ഇസ് ഇൻവെസ്റ്റിംഗ് ക്വൈറ്റ് എ ലോട്ട്, US ഇസ് ഇൻവെസ്റ്റിംഗ് ക്വൈറ്റ് എ ലോട്ട്. കാറുകൾ റോട്ടിൽ ഇഷ്ടം പോലെ റീസെൻ്റ്ലി നോട്ട് ജസ്റ്റ് കാറുകൾ, ഇപ്പോൾ മറ്റേ റോക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു കാറുണ്ട്, റോക്സ് 01 എന്ന് പറഞ്ഞിട്ട് ചൈനീസ് ന്യൂ തിങ്. അവർ ദേ പ്ലാൻഡ് അബുദാബിയിൽ മാനുഫാക്ചറിങ് ബേസ്. സോ ദേ ആർ ഗോയിങ് എക്സ്പോർട്ട് മാത്രമല്ല, സോ ദേ ആർ ഗോയിങ് ടു മാനുഫാക്ചർ ഹിയർ. ഒരു ഇമ്പോർട്ട് മാത്രമല്ല, ഇവിടെ കൊണ്ടുവന്ന് വിൽക്കുക എന്ന് മാത്രമല്ല, ദേ വോണ്ട് ടു പുട്ട് അപ്പ് എ ബേസ് ഹിയർ ആൻഡ് എക്സ്പോർട്ട് ചെയ്യാൻ, സെൽ ഔട്ട് ഫ്രം ഹിയർ. അപ്പോൾ അങ്ങനത്തെ ഇത് ഒരുപാട് വരുന്നു. ഇപ്പോൾ ഈവൻ ടെസ്ല വാസ് പ്ലാനിങ് ടു കം ഇൻ ടു മിഡിൽ ഈസ്റ്റ്, അങ്ങനെ ഒരു ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ സോ എവറിബഡി ഇസ് ആക്ച്വലി ലുക്കിംഗ് ഇൻ ടു ദിസ് മാർക്കറ്റ്. അപ്പോൾ ഇതിപ്പം ഒരു ഈ പറഞ്ഞ മാതിരി ഇവർക്കൊരു സ്ട്രാറ്റജിക് ലൊക്കേഷൻ അഡ്വാൻറ്റേജ് ഉണ്ട്, പിന്നെ ഗേറ്റ് വേ അതൊന്ന്, പിന്നെ ഈ പറഞ്ഞ പോലെ എല്ലാവരെയിട്ടും ഒരു ബിസിനസ്, ദേ ബേസിക്കലി ട്രേഡേഴ്സ്, ദേ ബേസിക്കലി ഒരു നല്ലൊരു എല്ലാവരെയും വെൽക്കമിങ് ചെയ്യുന്ന ആ ഒരു അറബ് കൾച്ചർ ഉണ്ടല്ലോ, അതായത് നമ്മൾ എല്ലാവരെയും വെൽക്കം ചെയ്യുന്ന ആ ഒരു ഇത് അവർക്ക് ബേസിക്കലി ഉള്ളതുകൊണ്ട് അവരെല്ലാവരെയായിട്ടും നല്ല ഇത് തന്നെയാണ്. ഇപ്പോൾ റഷ്യൻസ് ആർ ഇൻവെസ്റ്റിംഗ്. ഒരേ സ്ഥലത്ത് എല്ലാവരും കൂടെ ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഒരു രാജ്യം എനിക്ക് തോന്നുന്നു വേറെ എവിടെ ഉണ്ടാവില്ല. ഇവിടെ എല്ലാവരും കൈൻഡ് ഓഫ് ബിസിനസ്സിന് വരിക, ബിസിനസ് ചെയ്യാന്നല്ല. അപ്പോൾ ഇതിലെന്താണെന്നറിയോ, ഈ നല്ല രസമുള്ള ഒരു ചൈനീസ് ഒരു എൻവോയുടെ ഒരു ഡയലോഗാണ്. അയാൾ പറയുന്നുണ്ട്, അമേരിക്ക വരുന്നതിന് മുന്നേ ചൈനയുണ്ട്, അമേരിക്കയ്ക്ക് ശേഷവും ചൈനയുണ്ടോ. ആ ഒരു അവരുടെ കോൺഫിഡൻസ് പോലെ തന്നെയാണ് ഇവിടെ. ചൈന ഇസ് ലൈക്ക് ഒരു ഹ്യൂജ് കൾച്ചറൽ ഇതുള്ള ഒരു കൺട്രിയാണ്. അവരത് ഭയങ്കരമായിട്ട് ഹോൾഡ് ചെയ്യുന്നതും അവരെ പാട്രിയോട്ടിസം ഇസ് വെരി ഹൈ. അത് വി ഷുഡ് റെസ്പെക്ട് ദാറ്റ്, ആൻഡ് ദാറ്റ് ഹാസ് ഷോൺ ട്രമെൻഡസ്. നമ്മൾ ഇപ്പോൾ പറയുന്ന ചൈനയിൽ മറ്റേ സോഷ്യലിസം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കുറേ പറയും, പക്ഷേ പീപ്പിൾ ആർ വെരി പാട്രിയോട്ടിക്.
അവരൊരു നമ്മളൊരു പേപ്പർ പോലും നിലത്തിട്ട് കഴിഞ്ഞാൽ അവരത് പിക്ക് ചെയ്ത് അവരുടെ പോക്കറ്റിലിട്ടിട്ട് അവർ കൊണ്ടുപോയി കളയും അത്. ഓക്കെ, ഒരു വേസ്റ്റ് ബാസ്ക്കറ്റ് കണ്ടില്ല അവരുടെ പോക്കറ്റിൽ നമ്മളിട്ടതാണെങ്കിൽ പോലും അവരുടെ പോക്കറ്റിലിട്ടിട്ട് അവർ കൊണ്ടേ കളയുള്ളൂ. അല്ല, ആ ചൈന വരെ GCC-യുമായിട്ട് അല്ല അവർ എന്താണ് എല്ലാവരായിട്ടും എന്താണ് ഇപ്പോൾ GCC വേറെ രാജ്യങ്ങളിലായിട്ട് വെക്കുന്നതിനേക്കാളും കൂടുതൽ റിലേഷൻ GCC ആയിട്ട് വെക്കുന്നുണ്ട് അവർ. ഏറ്റവും കൂടുതൽ ചൈനീസ് ഇൻവെസ്റ്റ്മെൻറ്റുകൾ ആഫ്രിക്കയിലുണ്ട് ഒരുപാടത്. പക്ഷേ ഈ ഒരു കൈൻഡ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റുകളും ഇൻക്ലൂഡിങ് ചൈനക്കാർ പുറത്തു പോയി ലിവ് ചെയ്യാൻ താല്പര്യം കാണിക്കുന്ന ഒരു സ്ഥലം GCC ആയിരിക്കാം. ഓക്കെ. സോ നമ്മളെ ഫൈനൽ ഭാഗം, അതായത് ട്രംപ് കഴിഞ്ഞു, ഇനിയില്ല. പകരം നമുക്ക് എന്താ വെച്ചാൽ ലൈക്ക് വാട്ട് ഈസ് യുവർ പ്ലാൻ ഫോർ ദ നെക്സ്റ്റ് 10 to 20 years? ലൈക്ക് സീഷോറും ദുബാട്ടും രണ്ടും ആണെന്നുണ്ടെങ്കിൽ ഈ എക്സിസ്റ്റിംഗ് കൺട്രികളിലാണോ അല്ലെങ്കിൽ നിയർ ബൈ ഇന്ത്യ എക്സ്പാൻഷൻ അങ്ങനെ എന്തെങ്കിലും? അല്ല, നമ്മൾ ഓൾവേസ് വി ആർ എക്സ്പ്ലോറിങ്. കാരണം ഇന്ത്യയിലോട്ട് നമുക്ക് എപ്പോഴും നമുക്ക് താല്പര്യം എന്താണ് എപ്പോഴും ചെയ്യണം എന്ന് ആഗ്രഹമുള്ളൊരു തന്നെയാണ്. കാരണം നമ്മൾ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് പഠിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് മറ്റേ ബിസിനസ് ഇല്ല എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഇതേപോലെ റീസൈക്ലിംഗ് സസ്റ്റൈനബിലിറ്റിയും എന്താണ് അഗ്രികൾച്ചറിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. ഉപ്പാൻ്റെ ഫാം പലരും കണ്ടിട്ടുണ്ടാവാം. അത് എൻ്റെയും ഉപ്പാൻ്റെയൊക്കെ ഒരു ഡ്രീം ഒരു പ്രോജക്റ്റ് തന്നെയാണ് അത്. എന്താണ് ഇതേപോലെ നമ്മൾ ഇനിഷ്യലി ഞാനും ഇപ്പം കൂടെ ചെയ്ത സമയത്ത് അതും നമ്മൾ ഇതേപോലെ ഒരു സംതിങ് ടു ഗിവ് ബാക്ക് ടു ദ കമ്മ്യൂണിറ്റി എന്നുള്ള പോലെയാണ് നമ്മൾ ചെയ്തത്. അതൊരു പാറയായിരുന്നു, ഒരു നല്ല മറ്റേ ചെങ്കല്ല് വെട്ടിയല്ല, ചെങ്കല്ലായിരുന്നു അത്. അവിടെ ഒന്നും ഗ്രോ ചെയ്യില്ലായിരുന്നു, ഒരു സാധനം പോലും ഗ്രോ ഇല്ലായിരുന്നു. ഒരു പറപ്പുറമായിരുന്നു അത്. ഉപ്പാൻ്റെയൊക്കെ ഒരു മറ്റേ ആൻസെസ്ട്രൽ പ്രോപ്പർട്ടി ആയിരുന്നു അത് വെറുതെ ഇട്ടിരിക്കുന്ന ഒരു സ്ഥലമായിരുന്നു. അപ്പോൾ അവിടെ കല്ല് വെട്ടാം എന്തെങ്കിലുമൊക്കെ ഉള്ളൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട്. അപ്പോൾ ഉപ്പയും അങ്ങനത്തെ ഒരു ഇതിനകത്തൊരു എൻവയോൺമെൻറ്റലിസ്റ്റാണ്. ഓക്കെ, എന്താണ് എനിക്കും അങ്ങനെ വലിയൊരു ഇൻട്രസ്റ്റ് ഇല്ലാത്തതാണ് ഈ കല്ലുവെട്ടലും കോറിയും മറ്റൊന്നും വലിയൊരു ഇൻട്രസ്റ്റ് ഇല്ലാതെയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു അത് വേണ്ട, നമുക്ക് വേറെ എന്തെങ്കിലും നമ്മുടെ അഗ്രികൾച്ചർ ചെയ്യാൻ പറ്റുമോ നോക്കാം. എല്ലാവരും പറഞ്ഞു അവിടെ എങ്ങനെ പാറപ്പുറത്ത് എങ്ങനെ നിങ്ങൾ അഗ്രികൾച്ചർ ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഉപ്പാക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞാനതൊരു സ്പെഷ്യൽ ഇതായിട്ട് എടുത്തിട്ട് ബാംഗ്ലൂർ ഒരു കമ്പനിയായിട്ട് ബാംഗ്ലൂർ കമ്പനിയല്ല, ബാംഗ്ലൂർ സുവോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് എൻവയോൺമെൻറ്റൽ ഡിപ്പാർട്ട്മെൻറ്റും അവരൊരു ഫോറസ്റ്റിൽ നിന്ന് പഴയ റിട്ടയർ ചെയ്തൊരു ഓഫീസർ ഉണ്ടായിരുന്നു. അവരായിട്ട് വർക്ക് ചെയ്തിട്ട് എങ്ങനെ അവിടെ കൾട്ടിവേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് പഠിച്ചു. 2-2.5 കൊല്ലം എടുത്ത് നമ്മളതൊരു ഒരു പ്രോസസ്സിംഗ് ഒക്കെ ചെയ്ത്. അപ്പോൾ അത് നമ്മൾ ചെയ്യപ്പോൾ നമ്മൾ ഉദ്ദേശിച്ചതായിരുന്നു അവിടെയുള്ള സറൗണ്ടിങ്ങിൽ ആൾക്കാർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കോൺസെപ്റ്റ് ആയിരിക്കും. ഒരു മോഡൽ പോലെ നമുക്ക് ചെയ്യാം. ചെറിയൊരു സ്ഥലത്ത് നമ്മൾ ചെയ്തു, സക്സസ് ആയി. ഇന്നിപ്പോൾ പഠിച്ചു സഹായിച്ചിട്ട് അതൊരു അൽഹംദുലില്ലാഹ് ഭയങ്കര നല്ല ഫാമാണ്. നിങ്ങൾ എന്ത് കൾട്ടിവേറ്റ് ചെയ്താലും അവിടെ ഉണ്ടാവും. നമ്മളവിടെ അരി ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ എല്ലാ ടൈപ്പ് വെജിറ്റബിളും ഉണ്ടാക്കുന്നുണ്ട്. എല്ലാ ഗുഡ് ടൈപ്പ് ഫ്രൂട്ട്സും ഉണ്ട്. വീട്ടിലേക്ക് വീട്ടിലേക്കുണ്ട ഒരു 10-22 വെറൈറ്റി ചക്ക ഉണ്ട്, മാങ്ങ നന്നായിട്ട് ഉണ്ടാകുന്നുണ്ട്, പല ട്രോപ്പിക്കൽ ഫ്രൂട്ട്സും ഉണ്ടാകുന്നുണ്ട്. പിന്നെ പച്ചക്കറികളുണ്ട്. പച്ചക്കറി ഇപ്പോൾ ഒരുപാട് സാധനം വീട്ടിലും നമ്മൾ ആ സറൗണ്ടിങ്ങിലുള്ള ആളുകൾക്കും ഫാമിലിക്കൊക്കെ ഞാൻ സെല്ല് ചെയ്യുന്നൊരു കോൺസെപ്റ്റിൽ നമ്മൾ പോയിട്ടില്ല, നമ്മൾ കൊടുക്കുക എന്നുള്ളൊരു ഇതാണ്. അതിൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ വേറെ തന്നെയാണ്. അപ്പോൾ മീനുണ്ട്, ഇത് പറഞ്ഞ ഒരു സർക്കുലർ ഇതുപോലെ. അപ്പോൾ അതൊരു ബിസിനസ്സായിട്ട് കൊണ്ടുവരിക എന്നുള്ളൊരു താല്പര്യം. ഈ ഇൻഡസ്ട്രിയൽ ഏരിയയിൽ കാണിച്ചിട്ടുള്ള ഒരു സർക്കുലർ ഇക്കോണമി സ്വഭാവം നിങ്ങൾ കൃഷിയിലും കൊണ്ടുവരിക എന്നുള്ള ഒരു ഇതാണ്. അപ്പോൾ അത് അതേപോലെ തന്നെ റെപ്ലിക്കേറ്റ് ചെയ്യാം, വേറെ സ്ഥലത്തോട്ട് റെപ്ലിക്കേറ്റ് ചെയ്യാം. അതൊരുന്നിട്ടൊരു ബിസിനസ്സായിട്ട് കൊണ്ടുവരാം. നാളെ അതൊരു വലിയൊരു ബിസിനസ് സെക്ടറിലോട്ട് മാറാം. ശരിക്കും അത് ഇൻസ്പയർഡ് ആയിക്കാണ്ട് ആൾക്കാർക്ക് വേണമെന്നുണ്ടെങ്കിൽ അതൊന്ന് ബിസിനസ് ഡിറൈവ് ചെയ്യാതെ. അതെ, അപ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ അവർക്ക് അല്ല, നമുക്ക് തന്നെ ചെയ്യാം. കാരണം വോളിയം കൂട്ടിക്കഴിഞ്ഞാൽ അതിന് എക്സ്പോർട്ട് ചെയ്യാം, അതിന് പുതിയ പ്രോഡക്ട്സുകൾ ഉണ്ടാക്കാം. അപ്പോൾ അതിപ്പോൾ ഞാനിപ്പം വളരെ ഇൻട്രസ്റ്റ് എടുത്ത് പഠിച്ചുകൊണ്ട് നിൽക്കുന്നൊരു ഒരു ഫീൽഡാണത്. ഇത് ചെയ്തുകൊണ്ട് അപ്പോൾ നമ്മൾ റീസൈക്ലിങ്ങിലോട്ട് തന്നെ പോകണമെന്നൊന്നുമില്ല. കാരണം റീസൈക്ലിങ്ങിൽ പറഞ്ഞ പോലെ വലിയ ക്യാപിറ്റൽ ഓറിയൻറ്റഡ് ഇതൊക്കെയാണ് ഇപ്പോൾ നാട്ടിലൊക്കെ ചെയ്യുമ്പോൾ. അതിനകത്ത് ഒരുപാട് പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവാം. പക്ഷേ അടുത്ത ഫീൽഡിലോട്ട് എല്ലാം സെയിം തന്നെ വേണമെന്നില്ലല്ലോ. ഓക്കെ, എന്തായാലും എനിക്ക് ഇപ്പോൾ പുതിയ ജനറേഷനും ഇപ്പോൾ മക്കളൊക്കെ വളർന്നു വരികയാണ്. വൈഫിനും അഗ്രികൾച്ചർ ഭയങ്കര വൈഫാണ് ആക്ച്വലി ഐഡിയ എൻ്റെ വൈഫാണ് ഇത് തന്നത്. ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് വന്ന് പുള്ളിക്കാരിയാണ് പറഞ്ഞത് നിങ്ങൾ എന്തിനാ വെറുതെ ഇങ്ങനെ ആ ഒരു സ്ഥലം അങ്ങനെ ഇട്ടിരിക്കണം, എന്തെങ്കിലും ചെയ്തുകൂടെ. അപ്പോൾ പുള്ളിയാണ്. പിന്നെ വൈഫ് ഭയങ്കര ഇങ്ങനത്തെ കാര്യത്തിൽ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആണ്, അഗ്രികൾച്ചറൊന്നുമില്ലാത്തൊക്കെ. അപ്പോൾ പുള്ളിയാണ് എന്ന് പറഞ്ഞത് പല ഫ്രൂട്ടുകളും പല ചെടികളും നാളെ മക്കൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. നെക്സ്റ്റ് ജനറേഷൻ ഇപ്പോൾ നമ്മളെ കൂവ അല്ലെങ്കിൽ അരിനെല്ലിക്ക
പല സാധനങ്ങളും നമ്മൾ പറയുമ്പോൾ അത് എന്താണെന്ന് അവർ കണ്ടിട്ട് പോലും ഉണ്ടാവില്ല. സൂപ്പർ മാർക്കറ്റിൽ കിട്ടുകയില്ല, അല്ല എവിടെ ഉണ്ടാവില്ല, കാരണം എക്സ്റ്റെൻഡ് ആയിട്ടുണ്ടാവും. അത് നമുക്ക് അങ്ങനത്തെ പഴയ നമ്മളെ ചെറുപ്പകാലത്തോ അല്ലെങ്കിൽ ഉപ്പാൻ്റെ ഒക്കെ ചെറുപ്പകാലത്തുള്ള എല്ലാ സാധനവും നമ്മളെ ഫാമിൽ ഉണ്ടാവണം. ഓക്കെ, ആ ഒരു ഐഡിയ നിന്നാണ് നമ്മൾ ഈ ഒരു ഫാമിൻ്റെ കോൺസെപ്റ്റ് തന്നെ വന്നത്. ഒറിജിൻ ഉണ്ടാവും. അതെ, അപ്പോൾ വൈഫിനാണ് അതിൻ്റെ ബേസിക്, അതിൻ്റെ ഫൗണ്ടേഷൻ തറക്കല്ലിട്ടത് പുള്ളിക്കാരിയാണ്. പിന്നെ എൻ്റെ എല്ലാ ബിസിനസ്സിൻ്റെയും ഏതിലോട്ട് പോവുകയാണെങ്കിലും വൈഫിൻ്റെ വലിയ സപ്പോർട്ട് ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് മറ്റേ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ബിസിനസ് പരമായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് സപ്പോർട്ട് മാത്രമല്ല, ഒരുപാട് ഐഡിയാസ് ആയാലും മറ്റേ ബിസിനസ് ചെയ്യുമ്പോൾ ഒരുപാട് സാക്രിഫൈസുകൾ ഉണ്ടാവണം, അതിനും സപ്പോർട്ട് ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞാൽ ഖത്തറിലോട്ട് ഇനിഷ്യലി ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ബിസിനസ് നടക്കുമോ ഇല്ലേ അറിയാത്തൊരു സ്റ്റേജ് ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളും ഒരു മറ്റേ എന്താ പറയുക, കല്യാണം കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് ഞാൻ MBA കഴിഞ്ഞ് തിരിച്ചു വന്ന് മറ്റേ ഒരു 1.5 കൊല്ലം കൊണ്ട് നമ്മൾ അങ്ങോട്ട് മാറുകയാണ്. അവിടെ എത്തിയിട്ടൊരു ഏകദേശം ഒരു വർഷം കഴിഞ്ഞിട്ടൊന്ന് നടക്കുമല്ലേ, ഇട്ടിട്ട് പോയാൽ ഗോ ടു ബാക്ക് ടു സ്ക്വയർ 1 0 എന്ന് പിന്നെയും സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ അതിൽ വൈഫും കൂടെ ഉണ്ട്. അപ്പോൾ അത് ഒരു വലിയ റിസ്ക് ആയിരുന്നു. പക്ഷേ ഒരുപാട് ആൾക്കാർ എന്നോട് പറഞ്ഞിരുന്നു ഇല്ല നടക്കൂല, ഇട്ടിട്ട് നിങ്ങൾ വേറെ എന്തെങ്കിലും നോക്കിയോ എന്നുള്ളത്. ആ ഒരു സമയത്ത് വൈഫാണ് ഏറ്റവും വലിയ സപ്പോർട്ടൊന്നും ഇല്ല, അത് പറ്റില്ല, യു ഹാവ് ടു സ്റ്റാൻഡ്, യു ഹാവ് ടു ഫൈറ്റ്, ഓക്കെ എന്നുള്ള ആ ഒരു കോൺഫിഡൻസ് തന്നത് പുള്ളിക്കാരിയാണ്. അത് 100% ആസ് ഷോൺ ഫ്രൂട്ട്ഫുൾ. അന്ന് നമ്മൾ ഇട്ടിട്ട് പോയത് നമ്മൾ ചിലപ്പോൾ ഓർഡറിലേ ഉണ്ടാവുള്ളായിരിക്കും, പിന്നെ എല്ലാത്തിനും ഇട്ട് പോകുള്ളൂ. പക്ഷേ അവർ ഫൈറ്റ് ചെയ്യാനുള്ളൊരു സ്പിരിറ്റ് തന്നതും പിന്നെ ഇതേ പറഞ്ഞ മാതിരി എന്തും വരുന്നത് ഫേസ് ചെയ്യിപ്പിക്കാനുള്ളൊരു കോൺഫിഡൻസ് ആക്കി തന്നത് അതിൻ്റെ അകത്ത് ഒരുപാടുണ്ട്. പിന്നെ ഉപ്പാൻ്റെ ആ ഒരു ഇതുണ്ട്, ഉപ്പയും അങ്ങനെ തന്നെയാണ്, ഉപ്പാൻ്റെ ഒരു മെൻറ്റാലിറ്റി അതാണ്. ഉപ്പാനടുത്ത് നമ്മൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അതിന് സൊല്യൂഷൻ ഉണ്ട്. കാരണം എന്നും ഒരു ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് പ്രോബ്ലമായിട്ട് പറയൂല, എന്ത് പറഞ്ഞു കഴിഞ്ഞാലും നമുക്ക് ശരിയാക്കാമെന്നല്ലാതെ അത് ഇല്ല. അപ്പോൾ ആ ഒരു മെൻറ്റാലിറ്റിയിൽ നിന്നാണ് ഈ രണ്ടുപേരുടെയും ഭയങ്കര എനിക്ക് തോന്നുന്നു ആ മെൻറ്റാലിറ്റിയാണ് പിന്നെ എല്ലാ ബിസിനസ്സിലേക്കും വരുന്നത്. ഉപ്പാൻ്റെ അടുത്തും ഉമ്മാൻ്റെ അടുത്തും കിട്ടുന്ന ഒരു സപ്പോർട്ടും ഫാമിലിയിൽ നിന്ന് കിട്ടുന്ന സപ്പോർട്ട്, വൈഫിൽ നിന്നും സിസ്റ്ററായാലും എല്ലാവരുടെ നിന്നും കിട്ടുന്ന സപ്പോർട്ട്, ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഞാൻ പഠിക്കാൻ പോയപ്പോഴും അവരുടെ സപ്പോർട്ട് നമ്മളിപ്പോൾ എന്ത് പറഞ്ഞാലും അവർ ഇനീഷ്യൽ ഇതിൻ്റെ അകത്ത് ഫോഴ്സ് ചെയ്തിട്ടില്ല. ഒക്കെ അപ്പോൾ ഞാൻ പറഞ്ഞാൽ ഇപ്പോൾ അതൊരു വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അല്ല നമ്മളിപ്പോൾ പാരൻസിൻ്റെ അടുത്തും അവരുടെ അടുത്ത് പറയുമ്പോൾ ഇപ്പോൾ ഞാൻ 10th കഴിഞ്ഞ് 12th കഴിഞ്ഞ് ബിസിനസ്സിന് പഠിക്കാൻ പോകണം, അക്കൗണ്ടൻസി പഠിക്കാൻ പോകണം എന്ന് പറഞ്ഞാൽ അവർ കിട്ടും. 11th കഴിഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് പറയണം എല്ലാം എനിക്ക് എഞ്ചിനീയറിങ്ങിന് പോകണം. അപ്പോൾ പാരൻസ് പുഷ് ചെയ്യാം, ഓക്കെ അല്ലാതെ പറ്റില്ല നീ ഇത് ചെയ്യണം എന്നുള്ളത്. പക്ഷേ ദേ സെഡ് പറ്റുമെങ്കിൽ ട്രൈ എന്ന് പറഞ്ഞ് അങ്ങനെ പോയി പഠിച്ച് ടെക്നോപാർക്കിൽ ഒന്ന് വർക്ക് ചെയ്തതിന് ശേഷം പിന്നെ പെട്ടെന്ന് പറയണം അല്ല എനിക്ക് ഇത് ചെയ്യണം. അപ്പോൾ ദേ ഹാവ് ഗിവൺ ദാറ്റ് ഫ്രീഡം. അത് വളരെ ഇതാണ് പേയ്മെൻ്റ് എന്നുള്ള ആ ഫ്രീഡവും ഇതും വളരെ ഒരു ഇതാണ്. അതാണ് ഫൈറ്റ് ചെയ്യുക എന്നുള്ളതും എന്തും ഒരു ബാക്ക് ഫോൾ വന്നാലും നമുക്കതിന് വീണ്ടും ഇത് ചെയ്യാമെന്നുള്ള ഒരു കോൺഫിഡൻസ് തന്നത്. ഓക്കെ, നൈസ്. എന്തായാലും നമ്മൾ കഴിഞ്ഞൊരു 2 മണിക്കൂറിനകത്ത് ഏകദേശം സീഷോറിൽ തുടങ്ങി, സീഷോറിലല്ല അതിൻ്റെ മുന്നേ ഞങ്ങൾ സ്റ്റഡി ടൈമൊന്നും തുടങ്ങിയിട്ട് ഒരു ജേർണി ഡോക്യുമെൻ്റ് ചെയ്തിട്ടുണ്ട്. ബട്ട് ദെൻ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് എനിക്ക് തോന്നുന്നു ഇതിലുള്ള ടേക്ക് അവേസ് ബിസിനസ് ഇൻസൈറ്റ്സ് ഉണ്ടാവും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇൻഷാ അല്ലാ ഈ ഒരു ഡിസ്കഷൻ നമുക്ക് ഇനിയും കണ്ടിന്യൂ ചെയ്യാം. തീർച്ചയായിട്ടും വളരെ നന്നായി സമയം സ്പെൻഡ് ചെയ്തതിൽ നമ്മളൊരു ഇതായിട്ട് തോന്നുന്നില്ല, നമ്മളൊരു ഫ്രണ്ട്ലി ടോക്ക് ഇരുന്ന് സംസാരിച്ചതല്ലാതെ. കാരണം ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം നമ്മൾ പറഞ്ഞാൽ എത്ര നമ്മൾ കൂടുതൽ കംഫർട്ടബിളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു അത്രയും നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പറയാമെന്ന് മാത്രമേ നമുക്ക് എപ്പോഴും അതിൻ്റെ അകത്ത് ഇത് നമ്മളൊന്ന് പോയി ആലോചിക്കുമ്പോഴായിരിക്കും ഞങ്ങളൊരു ഡിസ്കഷൻ ഒരുപാട് പോയിന്റ് കിട്ടിയില്ല എനിക്കൊന്നും തോന്നുന്നത്. എന്തായാലും താങ്ക് യു ഫോർ കമ്മിങ്. ഇൻഷാ അല്ലാ നമുക്ക് വീണ്ടും കൂടാം. ഓക്കെ, ആയിക്കോട്ടെ.